ഹായ് ഹലോ 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 എവിടെ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററാണ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളതെന്ന്. എല്ലാവരും റെഡിയാണോ? ചാപ്റ്റർ തുടങ്ങാനായോ? സൗണ്ടൊക്കെ ഓക്കെ ആണെങ്കിൽ എല്ലാവരും ഓക്കെ ആയി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അപ്പം സ്റ്റാർട്ട് ചെയ്യാം. സ്റ്റാർട്ട് ചെയ്താലോ? ഹായ് തരാനോ? ഹായ് തന്നുകൊണ്ടിരിക്കുകയാണല്ലോ. എവിടെ എല്ലാവരും? സ്റ്റാർട്ട് ചെയ്യാം. എല്ലാവരും ഭയങ്കര എനർജറ്റിക് അല്ലേ? ഫുഡ് കഴിച്ചില്ലേ? സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ A to Z കാര്യങ്ങൾ നമ്മൾ പെട്ടെന്ന് ഓടിച്ച് പോയിട്ട് നമുക്ക് വളരെ പെട്ടെന്ന് അതിൻ്റെ പ്രോബ്ലംസ് ചെയ്യണം. സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ ഒരു ഫിസിക്കൽ കെമിസ്ട്രി ചാപ്റ്ററാണ്. അപ്പോൾ ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, കുറേ ആളുകൾ പറയുന്നത് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൻ്റെ സാറേ ഞങ്ങൾക്ക് അതിൻ്റെ തിയറി പാർട്ടൊക്കെ അറിയാം, അതിൻ്റെ ഗ്യാസ് ലോ കാര്യങ്ങളൊക്കെ അറിയാം ഒക്കെ ചോദിച്ചാൽ ഞങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ട്, ബോർഡ് എക്സാമിൻ്റെ ക്വസ്റ്റ്യൻസൊക്കെ അറ്റൻഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പക്ഷേ അതിൻ്റെ MCQ നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒക്കെ വരുന്ന സമയത്ത്, നീറ്റിൻ്റെ ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുന്ന സമയത്ത്, നമ്മുടെ ഡോപ്പയുടെ ക്വസ്റ്റ്യൻ ബാങ്ക് കാണുന്ന സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ്, ചില ആൻസേഴ്സ് ഒന്നും കിട്ടുന്നില്ല, കുറച്ച് ടഫായിട്ട് ഫീൽ ചെയ്യുന്നു, അങ്ങനെയൊക്കെ പറഞ്ഞു സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൻ്റെ കാര്യത്തിൽ കുറച്ച് ആൾക്കാർ. പക്ഷേ സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ വളരെ എളുപ്പത്തിൽ നമുക്ക് ഡീൽ ചെയ്യാൻ പറ്റുന്ന ഒരു ചാപ്റ്ററാണ്. നമ്മൾ ഇന്ന് എങ്ങനെ അതിൽ അത്യാവശ്യം ടഫാണെന്ന് നമ്മൾ കരുതുന്ന ക്വസ്റ്റ്യൻസിനെ എങ്ങനെ നമുക്ക് ഈസിലി ക്രാക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നോക്കാം. ഓക്കെ, റെഡിയാണോ? എല്ലാവരും റെഡിയാണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, സമയം തീരെ കളയാനില്ല. നമുക്കുള്ള സമയം കൊണ്ട് കഴിഞ്ഞ ലൈവിൽ നമ്മൾ കൂടുതൽ നേരം തിയറിയിൽ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ക്വസ്റ്റ്യൻസ് അധികം ചെയ്യാൻ പറ്റിയില്ല. അതിൻ്റെ തിയറി മുഴുവൻ പറഞ്ഞു ആയില്ല. നിങ്ങൾ ഓൾറെഡി കുറച്ചൊക്കെ തിയറി അറിയുന്നവരായിരിക്കും, ചിലപ്പോൾ നന്നായിട്ട് അതിൻ്റെ എല്ലാ കൺസെപ്റ്റുകളും അറിയുന്നവരായിരിക്കും. എന്നിരുന്നാലും നമുക്ക് ആദ്യം ആ ചാപ്റ്ററിന് ഒന്ന് ബ്രഷപ്പ് ചെയ്തെടുക്കാം. ആ ചാപ്റ്ററിലുള്ള ഇമ്പോർട്ടൻറ്റ് പോയിൻറ്റ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ഡിസ്കസ് ചെയ്യാം. നിങ്ങൾ ഏതായാലും ഈ ലൈവ് കണ്ടുകൊണ്ടിരിക്കുന്ന ആളുകൾ നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യൂ. എല്ലാവരോടും ക്വസ്റ്റ്യൻ ചെയ്യാൻ ധൈര്യമായിട്ട് മുന്നോട്ട് വരാൻ പറയൂ. നമുക്ക് ഇന്ന് നമ്മുടെ കയ്യിലുള്ള ക്വസ്റ്റ്യൻസൊക്കെ എത്ര അടിപൊളിയായിട്ട് എത്ര പെട്ടെന്ന് ആരൊക്കെ ചെയ്ത് തീർക്കും നമുക്ക് നോക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്റർ ഇപ്പോൾ സ്റ്റാർട്ട് ചെയ്യാം. ആദ്യം തന്നെ എല്ലാവർക്കും അറിയാം, സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്ന ചാപ്റ്ററിൽ നമ്മൾ ബേസിക്കായിട്ട് ഡിസ്കസ് ചെയ്യുന്ന കാര്യങ്ങൾ അതിലെ ഗ്യാസ് ലോസ് ആണല്ലേ. അപ്പോൾ അതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഗ്യാസ് ലോ ആണ് ഏത്? ബോയിൽസ് ലോ. ബോയിൽസ് ലോനെ കുറിച്ച് അധികം ഒന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല. നിങ്ങൾ ബോയിൽസ് ലോയുടെ ഡെഫിനിഷൻ എന്താണ്? ആദ്യം ഒരു ഗ്യാസ് ലോയുടെ ഡെഫിനിഷൻ പറയുന്നു, നമ്മളതിൻ്റെ ഇക്വേഷൻ എഴുതുന്നു. ആ ഗ്യാസ് ലോയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ശ്രദ്ധിക്കേണ്ട ഗ്രാഫിക്കൽ ക്വസ്റ്റ്യൻസ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിൽ നിന്ന് ഇടയ്ക്കിടയ്ക്ക് വരാറുണ്ട്. അപ്പോൾ ആ ക്വസ്റ്റ്യൻസിനെ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ക്വസ്റ്റ്യൻസ് നോക്കുന്നു, ആ ഗ്രാഫ് ഒന്ന് അനലൈസ് ചെയ്യുന്നു, അത്രയും പെട്ടെന്ന് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു, അല്ലെങ്കിൽ അടുത്ത ഗ്യാസ് ലോയിലേക്ക് പോകുന്നു. അങ്ങനെ പെട്ടെന്ന് തിയറി ഒക്കെ ഒന്ന് ബ്രഷപ്പ് ചെയ്തിട്ട് നമുക്ക് ഈ ക്വസ്റ്റ്യൻ നമ്മൾ എക്സാമിൽ എങ്ങനെ നമ്മൾ അതിനെ അപ്രോച്ച് ചെയ്യണം എന്നുള്ളത് നോക്കാം. ഓക്കെ, അതെ. അപ്പോൾ ഒരു 50ഓളം ആളുകൾ ലൈവ് കാണാൻ വേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ബോയിൽസ് ലോൻ്റെ ഡെഫിനിഷൻ എന്താണ്? പെട്ടെന്ന് പറയാം. ബോയിൽസ് ലോൻ്റെ ഇക്വേഷൻ എന്താണെന്ന് നിങ്ങൾ പറയണം. അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ദ വോളിയം ഓഫ് ദ ഗ്യാസ്. അതായത് ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചറിൽ എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ്, അങ്ങനെ രണ്ട് കണ്ടീഷൻസ് നമ്മൾ എപ്പോഴും ഓരോ ലോ പറയുമ്പോഴും അതിൽ എന്ത് കണ്ടീഷൻ ഉണ്ടെന്നുള്ള കാര്യം ശ്രദ്ധിക്കണം. ആ ലോയെ ആ കണ്ടീഷനോട് കൂടെ നമ്മൾ കറക്റ്റായിട്ട് മനസ്സിലാക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റുന്നതാണ് അതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. ആ തന്നിരിക്കുന്ന ക്വസ്റ്റ്യനിൽ തന്നെ നമ്മുടെ ഗ്യാസ് ലോ ഏതാണ് എന്നുള്ളത് നമുക്ക് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റണം. നമ്മളെ ഒരു ചോദ്യം ചോദിച്ചു കഴിഞ്ഞാൽ ആ ചോദ്യത്തിൽ എന്താണ് ഉത്തരമായിട്ട് നമ്മൾ നൽകേണ്ടത്, അതിന് നമുക്കറിയാവുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ക്വസ്റ്റ്യനുമായിട്ട് നമ്മുടെ തിയറി പാർട്ട് മാച്ച് ചെയ്യുന്നുണ്ട് എങ്കിൽ പിന്നെ നമ്മൾ എന്താണ് ശ്രദ്ധിക്കേണ്ടത്, അങ്ങനെ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ഫോർ എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ്, അങ്ങനെ പറയുമ്പോൾ എന്തൊക്കെ കോൺസ്റ്റന്റ് ആയി?
ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആയി, അതേപോലെ തന്നെ n അഥവാ ഗിവൺ മാസ് ഓഫ് എ ഗ്യാസ് ഗിവൺ നമ്പർ ഓഫ് മോളിക്യൂൾസ്, മാസ് ഓഫ് എ ഗ്യാസ് കോൺസ്റ്റൻ്റ് ആയി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആയിരിക്കും. കാരണം എന്താണ്, നമ്പർ ഓഫ് മോൾസ് ഇസ് ഈക്വൽ ടു ഗിവൺ മാസ് ഓഫ് ഗ്യാസ് ബൈ മോളാർ മാസ്. മോളാർ മാസ് ഓരോ ഗ്യാസിനും കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ അതിനൊരു ഗിവൺ മാസ് ഓഫ് ഗ്യാസ് കോൺസ്റ്റൻ്റ് ആണ് എങ്കിൽ ഇതൊരു കോൺസ്റ്റൻ്റ് ആയി. അപ്പോൾ നമ്പർ ഓഫ് മോൾസ് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ n കോൺസ്റ്റൻ്റ് ആണ്, t കോൺസ്റ്റൻ്റ് ആണ്. അങ്ങനെയുള്ള ഒരു കണ്ടീഷനിൽ പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ഇതാണ് ബോയിൽസ് ലോയുടെ ബേസിക് തിയറി. പ്രഷർ ഓഫ് എ ഗ്യാസ് ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഈ മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ഞാനൊന്ന് മാറ്റി എഴുതട്ടെ. പി വി ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ് എന്ന് എഴുതാൻ പറ്റും. നമ്മൾ പ്രൊപ്പോർഷണാലിറ്റി സൈൻ മാറ്റുന്ന സമയത്ത് ഈക്വൽ ടു എന്ന സൈൻ പ്രൊപ്പോർഷണാലിറ്റിക്ക് പകരമായിട്ട് കൊണ്ടുവരുന്ന സമയത്ത് നമ്മൾ എന്താ ആഡ് ചെയ്യണം, ഒരു കോൺസ്റ്റന്റ് ആഡ് ചെയ്യണം. അപ്പോൾ ഇതെങ്ങനെയായിരുന്നു, ആദ്യം ഇങ്ങനെയായിരുന്നു. ഇത് നമ്മൾ മാറ്റിയപ്പോൾ പി വി ഈസ് ഈക്വൽ ടു കെ എന്നായി മാറി. അപ്പോൾ നമ്മുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഫോർ ബോയിൽസ് ലോ ഈസ് പി വി ഈസ് ഈക്വൽ ടു കെ. അല്ലെങ്കിൽ പി വി ഈസ് ഈക്വൽ ടു കെ എന്നുള്ളതിനെ നമുക്ക് എങ്ങനെ കാണിക്കാം, P1 V1 ഈസ് ഈക്വൽ ടു P2 V2 എന്ന് കാണിക്കാം അല്ലേ. P1 V1 ഈസ് ഈക്വൽ ടു P2 V2, അല്ലെങ്കിൽ P ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു V. ഓക്കെ ആണെന്ന് കരുതുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് അതിൻ്റെ ഗ്രാഫുകൾ നോക്കാം. ഓക്കെ, എൻ്റെ ഗ്രാഫുകൾ എങ്ങനെ ഇരിക്കും, പി വേഴ്സസ് വി ഗ്രാഫ് എങ്ങനെയാണ് ഉണ്ടാവുക, പറയൂ. പി വേഴ്സസ് വി ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഒരു പക്ഷേ ക്വസ്റ്റ്യൻ നമുക്ക് ഒരു സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ ബോയിൽസ് ലോ എന്നുള്ള ഒരു ഏരിയയിൽ നിന്നും ക്വസ്റ്റ്യൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ഗ്രാഫ് തന്നിട്ട് അതിനെ അനലൈസ് ചെയ്യാൻ പറയാം. ഏത് ഗ്രാഫാണ് ബോയിൽസ് ലോ എന്ന ലോയെ കൺകറൻ്റ് ആയിട്ട് വരുന്ന ഏത് ഗ്രാഫാണ് ചോദിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഒരു ലോ പറഞ്ഞിട്ട് അതിന് അക്കോർഡിംഗ്ലി ആയിട്ടുള്ള ഗ്രാഫ് ഏതാണെന്ന് ചോദിക്കാം. അങ്ങനെ ഏത് തരത്തിലും ഗ്രാഫിൻ്റെ ക്വസ്റ്റ്യൻസ് വരാം. ഓക്കെ, അപ്പോൾ പി വേഴ്സസ് വി ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? പി വേഴ്സസ് വി ഗ്രാഫ് ഇതുപോലെ ഇരിക്കും. അങ്ങനെയാണെങ്കിൽ പി വേഴ്സസ് 1/v ഗ്രാഫ് എങ്ങനെ ഇരിക്കും? പി വേഴ്സസ് 1/v ഗ്രാഫ് എങ്ങനെ ഇരിക്കും? അതേപോലെ ലോഗ് പി വേഴ്സസ് ലോഗ് വി ഗ്രാഫ് എങ്ങനെ ഇരിക്കും? അതേപോലെ പി വി വേഴ്സസ് പി ഗ്രാഫ് എങ്ങനെ ഇരിക്കും? അങ്ങനെ 4 ടൈപ്പ് ഓഫ് ഗ്രാഫുകൾ എങ്ങനെ ഉണ്ടാവുക എന്നുള്ളത് നിങ്ങൾ പറഞ്ഞു തരണം. ഓരോ ലോ എടുക്കുമ്പോഴും ഓരോ ലോയെക്കുറിച്ച് പറയുമ്പോഴും നമ്മൾ അതിലെ ഗ്രാഫുകളുടെ ഒരു സ്ട്രക്ചർ എങ്ങനെയാണെന്നുള്ളത് കൂടെ പറഞ്ഞിട്ടാണ് സ്പീഡിൽ പോവുക. ഓക്കെ, അപ്പോൾ ഈ ഗ്രാഫ് ഏതാ കാണിക്കുന്നത്? പി വേഴ്സസ് 1/v അല്ലേ? പി വേഴ്സസ് 1/v അല്ലേ? പി വേഴ്സസ് 1/v ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഇങ്ങനെ ഇരിക്കും അല്ലേ? കാരണം എന്താ, വിക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ 1/vക്ക് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ അല്ലേ? അപ്പോൾ ആ ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ഇങ്ങനെ ഉണ്ടാവും. അങ്ങനെയാണെങ്കിൽ ലോഗ് പി വേഴ്സസ് ലോഗ് വി ഗ്രാഫ്, പി വേഴ്സസ് വി ഗ്രാഫ് നമുക്കറിയാം, അത് ഇങ്ങനെയാണുള്ളത്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണാലിറ്റിയിൽ മാത്തമാറ്റിക്കൽ ഇക്വേഷനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെയാണ് കിട്ടുക. അങ്ങനെയാണെങ്കിൽ പി വേഴ്സസ് ലോഗ് വി ഗ്രാഫ് എങ്ങനെ ഇരിക്കും? അത് നിങ്ങൾ എന്തായാലും നോട്ട് ചെയ്ത് വെക്കേണ്ട കാര്യമാണ്. ലോഗ് പി വേഴ്സസ് ലോഗ് വി ഗ്രാഫ് ഇങ്ങനെയാണ്, ഡയറക്റ്റ് സ്ട്രെയിറ്റ് ആയിട്ടാണ് ഉണ്ടാവുക. ഓക്കെ, ലോഗ് പി വേഴ്സസ് ലോഗ് വി ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. കാരണം എന്താ, പി വേഴ്സസ് വി ഗ്രാഫ് നമ്മൾ ഇങ്ങനെ വരച്ചു, അപ്പോൾ അതിൽ ഒരു കേർവ്ഡ് ആയിരുന്നു ആ ഗ്രാഫിൻ്റെ ഇത്. പക്ഷേ ലോഗ് പി ലോഗ് വിയെ വെച്ചിട്ട് നമ്മൾ അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് നോക്കുന്ന സമയത്ത് ദിസ് ഗ്രാഫ് ലുക്ക് ലൈക്ക് ദിസ്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ പി വി വേഴ്സസ് പി ഗ്രാഫ് നമ്മൾ ഓൾറെഡി ഇക്വേഷൻസിൽ കണ്ടു കഴിഞ്ഞു. എന്താണ്, പി വി ഈസ് എ കോൺസ്റ്റന്റ് എന്നുള്ളത് ബോയിൽസ് ലോയുടെ ഒരു മാത്തമാറ്റിക്കൽ റെപ്രസെൻറ്റേഷൻ ആണ്. അങ്ങനെയാണെങ്കിൽ പി വി എന്നുള്ള സാധനം കോൺസ്റ്റന്റ് ആണ്. പി മാറിയാലും വി മാറിയാലും ഒക്കെ പി വി എന്നുള്ള സാധനം കോൺസ്റ്റന്റ് ആയി നിൽക്കുമെങ്കിൽ ആ ഗ്രാഫ് എങ്ങനെ വരും? ഇങ്ങനെ വരൂടാ, പി വി പി. അങ്ങനെയാണെങ്കിൽ ഈ ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ 4 തരത്തിൽ നമുക്ക് ബോയിൽസ് ലോയുടെ ഗ്രാഫിനെ ഡിഫറെൻ്റ് ആയിട്ട് ആക്സിസുകളിൽ എടുക്കുന്ന എക്സ് വൈ ആക്സിസിൽ എടുക്കുന്ന ഡിഫറെൻറ്റ് പാരാമീറ്റേഴ്സിനെ വെച്ചിട്ട് ഇങ്ങനെ കാണിക്കാമെന്ന് മനസ്സിലായില്ലേ? ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ 4 തരത്തിലുള്ള ഗ്രാഫ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ ഇതിനെ ഒരു MCQ ക്വസ്റ്റ്യൻ ആയിട്ടൊന്ന് മനസ്സിൽ ആലോചിച്ച് നോക്കൂ. നമുക്ക് തരുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് റെപ്രസെൻറ്റ് ബോയിൽസ് ലോ എന്നാണെങ്കിൽ നമ്മൾ അതിനെ എങ്ങനെ കാണിക്കും? വിച്ച് ഓഫ് ദ ഫോളോയിങ് ഗ്രാഫ് എന്ന് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഇതിൽ 3 ഓപ്ഷനും തന്നിട്ട് ശേഷം ഒരു ഓൾ ഓഫ് ദ എബോവ് തരും. ഒരു പക്ഷേ നമ്മൾ ഇതിനെക്കുറിച്ച് അധികമായിട്ട് ഇതിൽ ശ്രദ്ധിക്കാത്ത ഒരാളാണെങ്കിൽ നേരെ പി വി ഗ്രാഫ്, ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ്, ഓക്കെ അതാണ് ഓപ്ഷൻ എ, അങ്ങനെ ചെയ്യും. പക്ഷേ അതിൽ ബാക്കിയുള്ള ഓപ്ഷനുകളിൽ ലോഗ് പി ലോഗ് വി ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഡിക്രീസിങ് ആയുള്ള ഗ്രാഫ് കാണിക്കുന്നുണ്ടാവാം. അല്ല എന്നുണ്ടെങ്കിൽ
1/v ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആയിട്ട് ഇൻക്രീസിംഗ് ആയിട്ട് കാണിക്കുന്നുണ്ടാവാം, ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് വരാം. അപ്പോൾ ഡിഫറെൻറ്റ് ഗ്രാഫുകൾ പോസിബിൾ ആണ്. ഒരു പക്ഷേ നമ്മൾ പഠിച്ചത് ആകെ ഈ ഒരു ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ഗ്രാഫ് മാത്രമായിരിക്കും. ഓക്കെ, പക്ഷേ ഇങ്ങനെയൊക്കെ പോസിബിൾ ആയിട്ടുള്ള ഗ്രാഫുകൾ ഉണ്ട് എന്ന് മനസ്സിലാക്കുക. ഫൈൻ ആണോ? അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ലോനെ കുറിച്ച് പറഞ്ഞല്ലോ, ചാൾസ് ലോ. ഒരു ലോ പറയുന്ന സമയത്ത് നമ്മൾ ആദ്യം എന്ത് പറയണം? അതിൻ്റെ കണ്ടീഷൻസ് പറയണം. ചാൾസ് ലോയുടെ കണ്ടീഷൻസ് എന്താണ്? അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ and for a given mass of gas, so the n is constant and p is constant. അങ്ങനെയാണ് എങ്കിൽ ഈ ഡിഫറെൻറ്റ് ഗ്രാഫുകൾ എങ്ങനെ ഉണ്ടാവും? പറയടാ. ഇതൊരു 4 ഗ്രാഫുകൾ ഞാൻ വരച്ചിട്ടുണ്ട്. ഈ 4 ഗ്രാഫുകൾ എങ്ങനെ ഉണ്ടാവും എന്നുള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. V വേഴ്സസ് T ഗ്രാഫ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ്. ചാൾസ് ലോ എന്താ സ്റ്റേറ്റ് ചെയ്യുന്നത്? വോളിയം ഓഫ് എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് അറ്റ് കോൺസ്റ്റന്റ് പ്രഷർ ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചർ. അതിൻ്റെ ഇക്വേഷൻ ആദ്യം എഴുതണം നമുക്ക്. ഇക്വേഷൻ എങ്ങനെ എഴുതും? V ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു T. അങ്ങനെയാണെങ്കിൽ V വേഴ്സസ് T ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? ലുക്ക് ലൈക്ക് ദിസ് അല്ലേ? V വേഴ്സസ് T ഗ്രാഫ് ഇങ്ങനെയാണ് ഉണ്ടാവുക. 1/T വേഴ്സസ് V ഗ്രാഫ് ആണെങ്കിലോ, 1/T വേഴ്സസ് V ഗ്രാഫ് ആണെങ്കിലോ നേരെ നമ്മുടെ ബോയിൽസ് ലോ ആലോചിക്കുക. അവിടെ ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനിൽ നിന്നും ഡയറക്ട്ലി പ്രൊപ്പോർഷനിലേക്ക് മാറ്റിയ സമയത്ത് എന്ത് സംഭവിച്ചു? ആ ഡയറക്റ്റായിട്ട് ആ സാധനം മാറി. അതേപോലെ ആലോചിക്കുകയാണെന്നുണ്ടെങ്കിൽ V വേഴ്സസ് 1/T ഗ്രാഫ് വിൽ ബി ലൈക്ക് ദിസ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ലോഗ് V വേഴ്സസ് ലോഗ് T ഗ്രാഫ് എങ്ങനെ ഉണ്ടാവും? ഓൾറെഡി V വേഴ്സസ് T ഗ്രാഫ് സ്ട്രെയിറ്റ് ലൈൻ ആണെന്ന് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ ദിസ് ഓൾസോ വിൽ ബി ലൈക്ക് ദിസ്. ഓക്കെ, V/T, V ഈസ് പ്രൊപ്പോർഷണൽ ടു T എന്ന് പറയുമ്പോൾ ഞാൻ ആ പ്രൊപ്പോർഷണലിറ്റി സൈൻ ഒഴിവാക്കാൻ വേണ്ടി ഈക്വൽ ടു കൊണ്ടുവന്നാൽ ഞാനൊരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. എപ്പോഴും ഒരു കോൺസ്റ്റന്റിനെ ഇൻട്രൊഡ്യൂസ് ചെയ്യണം. ദാറ്റ് V ഈസ് പ്രൊപ്പോർഷണൽ ടു T എന്നുള്ളത് V ഈസ് ഈക്വൽ ടു KT എന്നാക്കി മാറ്റി. അങ്ങനെയാണെങ്കിൽ കോൺസ്റ്റന്റ് ഒരു സൈഡിൽ നിർത്തിയിട്ട് ഞാൻ ഇക്വേഷനിൽ നിന്നും വിയും ടിയും ഒരുമിച്ച് കൊണ്ടുവന്നാൽ V/T ഈസ് എ കോൺസ്റ്റന്റ് എന്ന് കിട്ടിയില്ലേ? അപ്പോൾ കോൺസ്റ്റന്റ് പ്രഷർ ഫോർ എ ഗിവൺ മാസ് ഓഫ് ഗ്യാസ് V/T ഈസ് എ കോൺസ്റ്റന്റ്. അഥവാ V1/T1 ഈസ് ഈക്വൽ ടു V2/T2. V1 എന്നുള്ളത് മാറ്റി കഴിഞ്ഞാൽ T1 മാറും. അപ്പോൾ അത് V1 V2 ആയാൽ T1 T2 ആവും. ആ സമയത്ത് V1/T1 എന്ന സാധനം ഓൾവേസ് വിൽ ബി എ കോൺസ്റ്റന്റ് എന്നാണ് നമുക്കറിയാം. അങ്ങനെയാണെങ്കിൽ V/T വേഴ്സസ് T ഗ്രാഫ്, ഇവിടെ V/T എന്നും ഇവിടെ T എന്നും കൊടുത്താൽ V/T വേഴ്സസ് T ഗ്രാഫ് എങ്ങനെ ഉണ്ടാവുക? ദാറ്റ് വിൽ ബി എ സ്ട്രെയിറ്റ് ലൈൻ, നോ ചേഞ്ച്. നമ്മൾ ടെമ്പറേച്ചർ എത്ര കണ്ട് മാറ്റിയാലും V/T വിൽ ബി എ കോൺസ്റ്റന്റ്. ഓക്കെ, അങ്ങനെയുള്ള 4 ഗ്രാഫുകൾ നമ്മൾ ചാൾസ് ലോക്കും പറഞ്ഞു. അപ്പോൾ ചാൾസ് ലോ എന്താണെന്ന് നമുക്കറിയാം, അതിൻ്റെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ അറിയാം, അതേപോലെ തന്നെ അതിൻ്റെ ഗ്രാഫിക്കൽ റെപ്രസെൻറ്റേഷനും അറിയാം. ഓക്കെ, ഫൈനാണോ? എല്ലാവരും ഉറക്കം തൂങ്ങിയിരിക്കുകയാണോ? മഴയൊക്കെ പെയ്തിട്ട് തണുത്തിരിക്കുകയാണോ? എല്ലാവരും ഒന്ന് ഊർജ്ജസ്വലമായിരുന്നേ. അങ്ങനെയാണെങ്കിൽ മൂന്നാമത്തെ ലോയിലേക്ക് നമുക്ക് പെട്ടെന്ന് പോകണം. മൂന്നാമത്തെ ലോ ഏതാണ്? ഞാൻ മൂന്നാമതായിട്ട് എഴുതിയിരിക്കുന്ന ലോ ഗേ-ലൂസാക്സ് ലോ ആണ്. ഗേ-ലൂസാക്സ് ലോ എന്താണ് സ്റ്റേറ്റ് ചെയ്യുന്നത്? At a constant volume, pressure of a given mass of gas is directly proportional to its temperature എന്നല്ലേ? P is directly proportional to T എന്നല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ അതിന് P is equal to KT എന്ന് എഴുതിക്കോട്ടെ. P is equal to KT എന്ന് എഴുതി കഴിഞ്ഞാൽ P/T is a constant എന്ന് എനിക്ക് വിളിച്ചൂടെ? P/T is a constant എന്ന് വിളിച്ചൂടെ? ഇതാണ് ഏത് ഗ്രാഫ് കാണിക്കുന്നത്? ഗേ-ലൂസാക്സ് ലോയുടെ മാത്തമാറ്റിക്കൽ ഇക്വേഷൻ ഇങ്ങനെയാണ് ഉണ്ടാവുക. അങ്ങനെയാണല്ലോ. അങ്ങനെയാണെങ്കിൽ P വേഴ്സസ് T ഗ്രാഫ് എങ്ങനെ ഇരിക്കും? P വേഴ്സസ് T ഗ്രാഫ് ചാൾസ് ലോ പറഞ്ഞ പോലെ തന്നെ P വേഴ്സസ് T ഗ്രാഫ് ലൈക്ക് ദിസ്. P വേഴ്സസ് 1/T ഗ്രാഫ് എങ്ങനെ ഇരിക്കും? ഓൾവേസ് ലൈക്ക് ദിസ്. കാരണം Tക്ക് പ്രൊപ്പോർഷനാണ്, 1/Tക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷൻ ആണെങ്കിൽ ഗ്രാഫ് ഇങ്ങനെയാണ് വരിക. ലോഗ് V വേഴ്സസ് ലോഗ് T ഓൾറെഡി പറഞ്ഞു, Pക്കും Tക്കും ഡയറക്ട്ലി പ്രൊപ്പോർഷനാണ്. P ഡയറക്ട്ലി പ്രൊപ്പോർഷൻ ടു T ആണെങ്കിൽ ലോഗ് P വേഴ്സസ് ലോഗ് T ഗ്രാഫ് എങ്ങനെ ആയിരിക്കും? That will also be like a straight line. അങ്ങനെയാണെങ്കിൽ P/T നമ്മൾ പറഞ്ഞു, P/T is a constant. അങ്ങനെയാണെങ്കിൽ P/T ടെമ്പറേച്ചറിനെയും P/Tയെയും നമ്മൾ ഒരു ഗ്യാസിൻ്റെ കാര്യത്തിൽ അതിനെ ഗ്രാഫിക്കലി റെപ്രസെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ P/T will be a constant across any temperature so that ഈ 4 ഗ്രാഫുകൾ ഇങ്ങനെയാണ് ഉണ്ടാവുക. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ ഗേ-ലൂസാക്സ് ലോ ഓൾസോ പറഞ്ഞു കഴിഞ്ഞു. നമ്മളിതിങ്ങനെ ഓടിച്ച് പോകുന്നതിൻ്റെ കാര്യം ഈ ഗ്യാസ് ലോകൾ മൊത്തം കമ്പൈൻ ചെയ്ത് കമ്പൈൻഡ് ഗ്യാസ് ഇക്വേഷൻ എന്ന് പറഞ്ഞ ഒരു സൂപ്പർ മാജിക്കൽ ഇക്വേഷൻ നമ്മൾ ഈ ചാപ്റ്ററിൽ ഉണ്ടാക്കും. ആ ഇക്വേഷൻ അഥവാ ഐഡിയൽ ഗ്യാസ് ഇക്വേഷനെ വെച്ചിട്ട് നമുക്ക് ഒരു വിധപ്പെട്ട എല്ലാ പ്രോബ്ലംസും ഈ ചാപ്റ്ററിൽ നിന്ന് ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? അതുകൊണ്ടാണ് നമ്മൾ പെട്ടെന്ന് ഓടി അടുത്തയിലേക്ക് പോകുന്നത്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അവഗാഡ്രോസ് ലോ പറയാലോ.
അവോഗാഡ്രോസ് ലോ ഇതാണ് ഈ കൂട്ടത്തിലെ ഒരു ഡിഫറൻ്റ് ആയിട്ട് എനിക്ക് തോന്നിയ ഒരു ലോ. ഈ ലോയിൽ എന്താ പറയുന്നത്? നമ്പർ ഓഫ് മോളിക്യൂൾസ്, നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഗിവൺ മാസ് അറ്റ് എ കോൺസ്റ്റന്റ് പ്രഷർ ആൻഡ് ടെമ്പറേച്ചർ. ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള ടെമ്പറേച്ചറും പ്രഷറും എടുത്തു കഴിഞ്ഞാൽ അതിലെ നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഗിവൺ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. അല്ലേ? നമ്പർ ഓഫ് മോൾസ് ഓഫ് എ ഗ്യാസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് വോളിയം. അങ്ങനെയാണ് എങ്കിൽ ഇത് നമുക്ക് എങ്ങനെ കാണിക്കാം? ഇത് നമ്മൾ ഇതേപോലെ ഗ്രാഫിക്കലി നമുക്ക് ഇതിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും. ഇനി ഈ സാധനത്തിൻ്റെ ഒരു അപ്ലിക്കേഷൻ നമുക്ക് മോൾ കോൺസെപ്റ്റുമായിട്ട് റിലേറ്റ് ചെയ്തിട്ട് പറയാനുണ്ട്. അതെങ്ങനെയാണ്? ഞാനൊരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ എടുക്കുന്നു, കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചർ T, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷർ P, ഒരു കോൺസ്റ്റൻറ്റ് പ്രഷറും ഒരു കോൺസ്റ്റൻറ്റ് ടെമ്പറേച്ചറും ഞാൻ എടുത്തു. ആ ഒരു കണ്ടീഷനിൽ ഞാൻ n മോൾസ് ഓഫ് A, B, C ഗ്യാസ് എടുത്തു. n മോൾ ഓഫ് A ഗ്യാസ്, B ഗ്യാസ് ആൻഡ് C ഗ്യാസ്. അങ്ങനെയാണെങ്കിൽ ഈ ലോ പറയുന്നത് എന്താ? ഈ A, B, C എന്നുള്ള 3 ഗ്യാസുകളും n മോൾ ആണ് എങ്കിൽ അതിൻ്റെ എല്ലാത്തിൻ്റെയും വോളിയം സെയിം ആയിരിക്കും. സെയിം വോളിയം. ആ പറഞ്ഞത് മനസ്സിലായോ? സെയിം വോളിയം വിൽ ബി അവൈലബിൾ for every gas at a constant temperature and pressure with the same number of moles or molecules. സെയിം നമ്പർ ഓഫ് മോൾസ് ആണെങ്കിൽ ഇറസ്പെക്റ്റീവ് ഓഫ് എനി ഗ്യാസ്. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെയാണ് നമ്മൾ ആക്ച്വലി STP, സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ. STP എന്ന കണ്ടീഷൻ്റെ പ്രത്യേകത എന്താണ്? അവിടെ ടെമ്പറേച്ചറും പ്രഷറും നമ്മൾ കൺസിസ്റ്റൻ്റ് ആയിട്ട് എപ്പോഴും ഒരൊറ്റ റേഞ്ചിലാണ് എടുത്തത്. അല്ലേ? ടെമ്പറേച്ചറും പ്രഷറും കോൺസ്റ്റൻ്റ് ആയിരുന്നു. ആ സമയത്ത് നമ്മൾ n മോൾ ഓഫ് 1 മോൾ ഹൈഡ്രജൻ എടുത്തു, 1 മോൾ ഹീലിയം എടുത്തു, 1 മോൾ ആർഗൺ എടുത്തു, 1 മോൾ ഓക്സിജൻ എടുത്തു. എനി ഗ്യാസ് വി ടേക്ക് അറ്റ് STP for 1 മോൾ the volume was actually 22.4 ലിറ്റർ. നിങ്ങൾ ഓർക്കുന്നില്ല ഈ ലോ? 22.4 ലിറ്റർ ആയിരുന്നു. ഗ്യാസ് ഏതുമായിക്കോട്ടെ, ഗ്യാസ് ഏത് തരത്തിലുള്ള ഗ്യാസ് ആയിക്കോട്ടെ, ഹാലോജൻ ആയിക്കോട്ടെ, ഓക്സിജൻ ഫാമിലിയിൽപ്പെട്ട ഗ്യാസ് ആയിക്കോട്ടെ, എനി ഗ്യാസ് ടേക്കൺ നമ്പർ ഓഫ് മോൾസിന് മാത്രമാണ് പ്രത്യേകത. നമ്പർ ഓഫ് മോൾസ്, എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഉണ്ട്, എത്ര നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് എടുത്തിട്ടുണ്ട്, അത് എല്ലാം ഈക്വൽ ആണ് എങ്കിൽ, നമ്പർ ഓഫ് മോൾസ് എല്ലാം ഈക്വൽ ആണ് എങ്കിൽ ആ സാധനം ഒക്യുപ്പൈ ചെയ്യുന്ന വോളിയം സെയിം ആയിരിക്കും. ഇനിയിപ്പോൾ നമ്മൾ നമ്പർ ഓഫ് മോൾസ് കൂട്ടിക്കഴിഞ്ഞാൽ അതിൻ്റെ വോളിയത്തിന് എന്ത് സംഭവിക്കും? സ്വാഭാവികമായിട്ടും അതിൻ്റെ വോളിയം കൂടും. ഇനിയിപ്പോൾ നമ്പർ ഓഫ് മോൾസ് ഒരു ഗ്യാസിൻ്റെ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ വോളിയം കുറയും. അപ്പോൾ വോളിയവും നമ്പർ ഓഫ് മോൾസും തമ്മിലുള്ള ഡയറക്റ്റ് റിലേഷനെയാണ് നമ്മൾ എന്തിലൂടെ കാണിച്ചത്? ദിസ് അവോഗാഡ്രോസ് ലോയിലൂടെ കാണിച്ചത്. അതുകൊണ്ടാണ് നമ്മൾ അവോഗാഡ്രോ നമ്പർ എന്ന് പറഞ്ഞത്. അപ്പോൾ 22.4 ലിറ്റർ എന്നുള്ള കണ്ടീഷനിൽ 22.4 ലിറ്റർ എടുത്തു കഴിഞ്ഞാൽ 22.4 ലിറ്റർ എടുത്ത സമയത്ത് നമുക്ക് എന്ത് കിട്ടി? 22.4 ലിറ്റർ ആണ് ഒരു 1 മോൾ ഗ്യാസ് എങ്കിൽ അതിൽ 6.022 × 10⁻23 മോളിക്യൂൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് ആറ്റംസ് ഉണ്ടായിരുന്നു. അവോഗാഡ്രോ നമ്പർ ഓഫ് മോളിക്യൂൾസ് ആണ് അതിൽ ഉണ്ടായിരുന്നത്. അപ്പോൾ 6.022 × 10⁻23 നമ്പർ ഓഫ് ഹൈഡ്രജൻ ഓർ 6.022 × 10⁻23 നമ്പർ ഓഫ് ഓക്സിജൻ ആറ്റംസ് അല്ലെങ്കിൽ ഓക്സിജൻ മോളിക്യൂൾസ് എടുത്തിട്ടുണ്ട് എങ്കിൽ അതിന് 22.4 ലിറ്റർ ആയിരിക്കും വോളിയം ഉണ്ടാവുക നമ്മൾ കണ്ടെത്തിയത്. അതുകൊണ്ട് നമ്മൾ സ്റ്റാൻഡേർഡ് ആക്കി വെച്ചു. അത് നമ്മൾ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ എന്നുള്ള കണ്ടീഷനിൽ അങ്ങനെയാണ് കിട്ടുക എന്ന് സ്റ്റേറ്റ് ചെയ്തത്. അപ്പോൾ മോൾ കോൺസെപ്റ്റിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സാധനം വരുന്നത് അവോഗാഡ്രോസ് ലോയിൽ നിന്നാണ്. അതിന് നമുക്ക് ഇവിടെ അപ്ലിക്കേഷൻ ഉണ്ട്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് അടുത്തതിലേക്ക് പോവാം. ദാറ്റ് ഈസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണെന്ന് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ, കാണട്ടെ. വാട്ട് വാസ് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ? ഞാൻ എഴുതാം. ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എന്താണ്? PV ഈസ് ഈക്വൽ ടു nRT. ഇതിൽ ആർക്കും ഡൗട്ടില്ല എന്നാണ് ഞാൻ കരുതുന്നത്. PV ഈസ് ഈക്വൽ ടു nRT എന്നുള്ളതാണ് നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ. ഇതെങ്ങനെയാണ് നമുക്ക് കിട്ടിയത്? നമ്മൾ എന്ത് ചെയ്തിട്ടാണ് നമുക്ക് ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ഡിറൈവ് ചെയ്യാൻ പറ്റുക? ഞാൻ ഡെറിവേഷനിലേക്കൊന്നും പോകുന്നില്ല. നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ അറിയാമെന്നാണ് ഞാൻ കരുതുന്നത്. എക്സാമിൻ്റെ പോയിന്റ് ഓഫ് വ്യൂവിൽ ഒരിക്കലും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ എങ്ങനെയാണ് കിട്ടിയതെന്ന് ചോദിക്കാൻ നമ്മുടെ നീറ്റിന് അങ്ങനെ ഒരു ചോദ്യം വരുന്നില്ല. നമുക്ക് എന്താ വേണ്ടത്? ആ ക്വസ്റ്റ്യൻ എങ്ങനെ കിട്ടി എന്ന് നിങ്ങൾക്ക് അറിയില്ലേ? എങ്ങനെ അറിയാം? PV വാസ് എ കോൺസ്റ്റൻറ്റ്, P/T വാസ് എ കോൺസ്റ്റൻറ്റ്, N/T വാസ് എ കോൺസ്റ്റൻറ്റ്. അതിനെല്ലാത്തിനെയും കമ്പൈൻ ചെയ്തു.
നമുക്ക് കിട്ടിയിരുന്ന ഡിഫറെൻറ്റ് ഇക്വേഷൻസിനെ കമ്പൈൻ ചെയ്ത സമയത്ത് നമുക്ക് കിട്ടിയ ഇക്വേഷനാണിത് PV = nRT. അപ്പോൾ അതിൽ ഓരോ ടേമും എന്താണെന്നുള്ളത് നിങ്ങൾക്ക് അറിയാമെന്ന് എനിക്കറിയാം, എന്നാലും ഞാനൊന്ന് പറയാം. ദിസ് ഈസ് പ്രഷർ, ദിസ് ഈസ് വോളിയം, ദിസ് ഈസ് നമ്പർ ഓഫ് മോൾസ്, ദിസ് ഈസ് എ കോൺസ്റ്റൻറ്റ് ആൻഡ് ദിസ് ഈസ് ടെമ്പറേച്ചർ. ആൻഡ് ദിസ് കോൺസ്റ്റൻറ്റ്, ഈ കോൺസ്റ്റൻറ്റിനെ R എന്ന കോൺസ്റ്റൻറ്റിനെ നമ്മൾ വിളിച്ച പേരെന്താടാ? യൂണിവേഴ്സൽ. കാണുന്നില്ല. ദിസ് R വാസ് കോൾഡ് ആസ് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ്. ഏത് ഗ്യാസ് എടുത്താലും കോൺസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള ഒരു വാല്യൂ ആണ് ഈ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻ്റ് എന്നാണ് ആ R എന്ന വാല്യൂ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, ഇനി നമ്മൾ ഏറ്റവും ചെറിയ ഒരു എക്സാം ടിപ്പ്, ഒരു എക്സാമിൻ്റെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യാനുള്ള ഒരു ടിപ്പ് ആദ്യം തന്നെ പറയാം. ആറിൻ്റെ വാല്യൂ, ആറിൻ്റെ വാല്യൂ അറിയാതെ സ്റ്റേറ്റ്സ് ഓഫ് മാറ്ററിലെ പ്രോബ്ലം എന്നുള്ള സെക്ഷനെ നമുക്ക് ഒരിക്കലും മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ ആറിൻ്റെ വാല്യൂ ആണ് നമ്മൾ ഈ കാണിച്ചിരിക്കുന്ന മൊത്തം സാധനങ്ങൾ. ഓക്കെ, ഇതൊന്ന് ജസ്റ്റ് നോക്കി നോക്കൂ. നിങ്ങൾക്ക് അറിയാവുന്ന വാല്യൂ, ഇതിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന വാല്യൂ ആണ് 0.0826 ലിറ്റർ ATM per Kelvin per mol, അല്ലെങ്കിൽ 8.314 ജൂൾ പെർ കെൽവിൻ പെർ മോൾ, അല്ലെങ്കിൽ അതേപോലെ തന്നെ കലോറിയിൽ പറയുകയാണെങ്കിൽ 2 കലോറി പെർ കെൽവിൻ പെർ മോൾ. ഇനി ഈ ഡിഫറെൻറ്റ് വാല്യൂസ് എങ്ങനെയാണ് വരുന്നത് നിങ്ങൾക്കറിയോ? ജസ്റ്റ് നമ്മൾ ആ കാര്യം കൂടി ഒന്ന് പറയാം. അതാണ് ഞാൻ പറഞ്ഞത്, എക്സാമിന് അതൊരു ഹെൽപ്ഫുൾ ആയിരിക്കും. ഓക്കെ, PV = nRT ആണെന്ന് നമുക്കറിയാം, അറിയാലോ. അങ്ങനെയാണെങ്കിൽ ആറിന് നമുക്ക് എന്തെഴുതാം? PV/NT എന്ന് എഴുതിക്കൂടെ? അതിൽ PV/NT എന്ന് എഴുതിയാൽ നമുക്ക് ഈ Pയും Vയും Nഉം Tയും എന്താണെന്ന് അറിയാം. P പ്രഷറാണ്, പ്രഷർ ഇൻറ്റു വോളിയം ഡിവൈഡഡ് ബൈ N മോൾസ് ആണ്, മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ, T ടെമ്പറേച്ചറാണ് അല്ലേ. അങ്ങനെയാണെങ്കിൽ ഈ പ്രഷർ എന്ന സാധനത്തിന് ഞാൻ മാറ്റി എഴുതട്ടെ. എങ്ങനെ എഴുതാം? ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതിക്കൂടെ? എനിക്ക് പ്രഷർ ഞാൻ ഫോഴ്സ് ബൈ ഏരിയ എന്ന് എഴുതി. അങ്ങനെയാണെങ്കിൽ അതേ ഇൻറ്റു വോളിയം ബൈ മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് എനിക്കിതിനെ വിളിക്കാം. ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു വോളിയം ബൈ മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ ഇതിലെ ഓരോ സാധനവും, ഇനി ഞാനൊരു കാര്യം പറയട്ടെ, ഈ പ്രഷർ എന്ന സാധനം നമുക്ക് ഏതൊക്കെ യൂണിറ്റിൽ പറയാൻ പറ്റും? പ്രഷറിന് ഡിഫറെൻറ്റ് യൂണിറ്റ്സ് ഏതൊക്കെയാണ്? ATMൽ പറയാം, ബാറിൽ പറയാം, പാസ്കലിൽ പറയാം, ടോറിൽ പറയാം. അങ്ങനെ ഡിഫറെൻറ്റ് യൂണിറ്റ് നമുക്ക് പ്രഷറിന് അസൈൻ ചെയ്യാൻ പറ്റും. അതേപോലെ വോളിയം നമുക്ക് എങ്ങനെ പറയാം? ലിറ്ററിൽ പറയാം, മീറ്റർ ക്യൂബിൽ പറയാം, സെൻറ്റിമീറ്റർ ക്യൂബിൽ പറയാം. അങ്ങനെ ഡിഫറെൻ്റ് ആയിട്ട് വോളിയത്തിനെയും എക്സ്പ്രസ് ചെയ്യാൻ നമുക്ക് ഡിഫറെൻറ്റ് സ്റ്റാൻഡേർഡ് യൂണിറ്റ്സ് ഉണ്ട്. സെയിം വേ ഏരിയ, മോൾസ് പിന്നെ എപ്പോഴും നമ്മൾ നമ്പർ ഓഫ് മോൾസ് ഒരു നമ്പറാണ്, അത് എപ്പോഴും നമ്മൾ മോൾസ് എന്ന് തന്നെയാണ് പറയാം. അതേപോലെ ടെമ്പറേച്ചർ നമുക്ക് എങ്ങനെ പറയാം? കെൽവിനിൽ പറയാം, ഡിഗ്രി സെൽഷ്യസിൽ പറയാം, ഫാരൻഹീറ്റിൽ പറയാം. ഡിഫറെൻ്റ് ആയിട്ട് യൂണിറ്റ്സ് നമുക്ക് പോസിബിൾ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ R നമ്മൾ അസൈൻ ചെയ്യുന്നത് ഏതെല്ലാം സാധനങ്ങൾ വെച്ചിട്ടാണോ അതിനനുസരിച്ച് ആറിൻ്റെ വാല്യൂ മാറും. അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഡിഫറെൻറ്റ് വാല്യൂസ് ഓഫ് R, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് കാണിച്ചിരിക്കുന്നത്. ഇതറിയില്ല എങ്കിൽ എത്രയും പെട്ടെന്ന് എഴുതി വെക്കുക. എന്നിട്ട് നമ്മൾ പെട്ടെന്ന് ആറിൻ്റെ വാല്യൂ കണ്ടെത്തുന്ന ഇത് യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റിൻ്റെ ഡയമെൻഷൻസ് ചോദിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. അപ്പോൾ നമ്മൾ എങ്ങനെയാണ് അതിൻ്റെ ഡയമെൻഷൻസ് കണ്ടുപിടിക്കുക? ഓക്കെ, ഈ സാധനങ്ങൾ വെച്ചിട്ട് നമുക്ക് ഡയമെൻഷൻസ് കാണാൻ പറ്റും. ഇനി ഫോഴ്സ് ബൈ ഏരിയ ഇൻറ്റു വോളിയം ബൈ മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ എന്നുള്ളതിനെ ഞാൻ വേറെ സൂത്രപ്പണി കാണിക്കും. ഫോഴ്സ് ഇൻറ്റു വോളിയം ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? വോളിയം = ഏരിയ ഇൻറ്റു ലെങ്ത്ത്. ഇത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടോ? വോളിയം = ഏരിയ ഇൻറ്റു ലെങ്ത്ത്, അങ്ങനെ പറയാൻ പറ്റും. അങ്ങനെയാണെങ്കിൽ വോളിയം ബൈ ഏരിയ എന്ന് പറഞ്ഞാൽ എനിക്ക് എന്ത് മനസ്സിലായി? വോളിയം ബൈ ഏരിയ = ലെങ്ത്ത്. അങ്ങനെയാണെങ്കിൽ ഞാനിതിനെ F/L ബൈ മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് എഴുതില്ലേ? F/L ബൈ മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ. അങ്ങനെയാണെങ്കിൽ F/L നിങ്ങൾ കണ്ടിട്ടില്ലേ? ഫോഴ്സ് ഇൻറ്റു ലെങ്ത്ത് നമ്മളിവിടെ പറയാം. ഫോഴ്സിൻ്റെ ലെങ്ത് അവിടെ പറയാം. ദാറ്റ് ഈസ് വർക്ക് എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണ്? എനർജി, എബിലിറ്റി ടു ഡു വർക്ക് ആണല്ലോ എനർജി. അപ്പോൾ വർക്ക് എന്ന് പറഞ്ഞാൽ എനർജിയുടെ ഡയമെൻഷൻ ആണ്, അല്ലെങ്കിൽ എനർജിയുടെ സെയിം ടൈപ്പ് ഓഫ് ക്വാണ്ടിറ്റി ആണ്. അങ്ങനെയാണെങ്കിൽ നമുക്കതിന് ബൈ മോൾസ് ഇൻറ്റു ടെമ്പറേച്ചർ എന്ന് പറഞ്ഞൂടെ? ഇനി ഞാൻ പറഞ്ഞ പോലെ ടെമ്പറേച്ചർ നമുക്ക് കെൽവിൻ എന്ന് പറയാം, അതേപോലെ തന്നെ ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയാം. മോൾസിന് നമ്മളെപ്പോഴും അങ്ങനെ തന്നെ പറയും, വർക്ക്. അപ്പോൾ അതുകൊണ്ടാണ് എന്ത് സംഭവിച്ചത്? ഇവിടെ നോക്കൂ, ഈ റിലേഷൻ നോക്കൂ. ലിറ്റർ അറ്റ്മോസ്ഫിയർ എന്നുള്ളത് നമ്മളിവിടെ പറഞ്ഞു, ഇവിടെ വോളിയം ഇൻറ്റു പ്രഷർ ആയിരുന്നു.
അതേ സാധനത്തിനെ ജൂൾ എന്ന് മാറിയത് എങ്ങനെയാണ്? നമ്മളിപ്പോൾ കണ്ടില്ലേ, നമ്മൾ ഡിറൈവ് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? വർക്ക് ബൈ മോൾസിൻ്റെ ടെമ്പറേച്ചർ എന്ന് പറയാൻ പറ്റുമെന്ന് മനസ്സിലായി. അപ്പോൾ ജൂൾ എനർജിയുടെ യൂണിറ്റ് ആണ്. അപ്പോൾ ജൂൾ പെർ മോൾസ് പെർ ടെമ്പറേച്ചർ എന്ന് പറയാം. അങ്ങനെയാണ് നമ്മൾ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ആർ കണ്ടുപിടിക്കുന്നത്. അപ്പോൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് ഡയമെൻഷൻ ആരെങ്കിലും ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മെത്തേഡ് വെച്ചിട്ട് നമുക്ക് പെട്ടെന്ന് കാര്യങ്ങൾ പറയാൻ പറ്റും. ഇനി ഇത് ഓർത്ത് വെക്കാനുള്ള ട്രിക്സൊക്കെ ആരൊക്കെ ചോദിക്കുന്നുണ്ട്. ഇത് ഓർത്ത് വെക്കാന്ന് പറഞ്ഞാൽ 8.314 ഈസ് കോൺസ്റ്റന്റ് ഫോർ ജൂൾ പെർ കെൽവിൻ പെർ മോൾ. ഇത് നമ്മൾ എന്തായാലും ഓർത്ത് വെക്കേണ്ട ഒരു വാല്യൂ ആണ്. ഇനി ഈ 8.314 അടുത്ത് നിൽക്കുന്ന വാല്യൂ തന്നെയാണ് ആര്? ലിറ്റർ ATMൽ 0.0 കൂട്ടണമെന്ന് മാത്രം 8.3ക്ക് പകരം 82 എന്നാക്കുന്നു. ഈ 0.6 നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട തൽക്കാലത്തേക്ക്. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 0.08 മാത്രം എടുത്താൽ മതി. അങ്ങനെയാണെങ്കിൽ 8.314 എന്നുള്ളതാണ് കിട്ടിയില്ലേ. പിന്നെ ഇതിനെ നിങ്ങൾക്ക് അപ്രോക്സിമേറ്റ് ചെയ്ത് 2 എന്ന് വിളിക്കാം. 2 കലോറി പെർ മോൾ പെർ കെൽവിൻ. പ്രോബ്ലം ചെയ്യുന്ന സമയത്ത് 1.987 എന്നുള്ളതിനെ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ 2 എന്നാക്കിയെടുക്കാം. അങ്ങനെ ഡിഫറൻ്റ് ആയിട്ട് ഓർത്ത് വെക്കണം. ഈ 3 വാല്യൂ പ്രൈമറിലി നമ്മൾ ഓർത്ത് വെക്കണം എന്തായാലും. ഇനി മീറ്റർ ക്യൂബ് പാസ്കൽ പെർ മോൾ പെർ കെൽവിനും 8.314 തന്നെയാണ് വാല്യൂ വരുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് നമ്മൾ ഇതിനെ എന്ത് ചെയ്യാം? യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റിനെ കാണുന്നത്, അതിൻ്റെ വാല്യൂ. ഈ വാല്യൂ എന്തായാലും ഇപ്പം തന്നെ ബൈഹാർട്ട് ചെയ്യണം. ആരും നിൽക്കരുത്. കുറച്ച് സെക്കൻഡ് കൊണ്ട് ഈ ബേസിക് ആയിട്ട്, കാരണം നമുക്ക് അധിക പ്രോബ്ലംസിലും വോളിയം ലിറ്ററിൽ തരും, അതേപോലെ തന്നെ പ്രഷർ ATMൽ തരും. ഈ 1 ATM എന്ന് പറയുന്നത് 76 mmHg ആണ് അല്ലേ? 1 ATM എന്ന് പറയുന്നത് 1 ATM ഈസ് 76 mmHg, മെർക്കുറി. അത് നമുക്കറിയാവുന്നൊരു കാര്യമാണ്. അപ്പോൾ അത് വെച്ചിട്ട് നമുക്ക് മെർക്കുറി mmHgയിലാണ് നമ്മുടെ ക്വസ്റ്റ്യനിൽ ചോദിക്കുന്നതെങ്കിൽ നമുക്കതിനെ നൈസായിട്ട് നമുക്ക് ATMലേക്ക് മാറ്റാൻ പറ്റും. അതേപോലെ തന്നെ വോളിയത്തിന് ലിറ്ററിലായിരിക്കും തരിക. അത് വെച്ചിട്ട് ഇനിയിപ്പോൾ ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസ് ആണെങ്കിൽ നമ്മളതിനെ കെൽവിനിലേക്ക് മാറ്റാൻ ജസ്റ്റ് എന്ത് ചെയ്താൽ മതിയല്ല, 273 ആഡ് ചെയ്യുക, പ്ലസ് ഡിഗ്രി സെൽഷ്യസ് ചെയ്താൽ നമുക്ക് കെൽവിൻ കിട്ടും. 273 ചെയ്ത് കഴിഞ്ഞാൽ കെൽവിൻ കിട്ടും. അങ്ങനെയുള്ള ഡിഫറെൻറ്റ് ട്രിക്കുകൾ ഉപയോഗിച്ചിട്ടാണ് നമ്മളിതിനെ മുന്നോട്ട് കൊണ്ടുപോകുക. ഓക്കെ ആണെങ്കിൽ ഞാൻ ഡാൽട്ടൺസ് ലോയിലേക്ക് പോട്ടെ. ഇത് നിങ്ങൾ ഓർത്ത് വെക്കുക. നമ്മൾ ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുന്ന സമയത്ത് നമുക്ക് ഏറ്റവും കൂടുതൽ ആവശ്യം വരുന്ന സാധനങ്ങൾ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് വാല്യൂ ആയിരിക്കും. പ്ലീസ് കീപ്പ് ഇൻ നോട്ട്. ആൻഡ് ഓൾസോ ഈ ഇക്വേഷൻ, ഇത് നമ്മുടെ മാജിക്കൽ ഇക്വേഷൻ ആണ്. ഈ ചാപ്റ്ററിൽ നിന്നും വരാൻ പോകുന്നത് നിങ്ങൾ പറഞ്ഞ പ്രയാസമാണെന്ന് പറഞ്ഞ മാത്തമാറ്റിക്കൽ പ്രോബ്ലംസ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഏറ്റവും കൂടുതൽ ഡിപ്പെൻഡ് ചെയ്യാൻ പോകുന്നത് PV = nRT എന്നുള്ള ഈ ഇക്വേഷൻ ആയിരിക്കും. ഈ ഇക്വേഷൻ വെച്ചിട്ട് ഇതിൽ നമുക്ക് എന്തൊക്കെ ഉണ്ട്? ഒരു ഗ്യാസിൻ്റെ പ്രഷർ, ആ ഗ്യാസിൻ്റെ വോളിയം, ആ ഗ്യാസിൻ്റെ നമ്പർ ഓഫ് മോൾസ്, ആ ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ, അങ്ങനെ എല്ലാ കാര്യങ്ങളും ഈ ഇക്വേഷനിലുണ്ട്. ഇത് വെച്ചിട്ട് നമുക്ക് അടിപൊളിയായിട്ട് എങ്ങോട്ട് മുന്നോട്ട് പോകാം? PV = nRT എന്നുള്ള സാധനം വെച്ചിട്ട് എല്ലാ ക്വസ്റ്റ്യൻസും ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾ കാണുന്നൊരു ക്വസ്റ്റ്യൻ, അയ്യോ ഈ ക്വസ്റ്റ്യൻ എന്തോ ഭയങ്കര സംഭവമാണല്ലോ, അയ്യോ ഇത് ഞാൻ എങ്ങനെ ചെയ്യും, ഇതെനിക്ക് ചെയ്യാൻ കഴിയില്ല, ഇതിൻ്റെ കഴിവിൻ്റെ പുറത്തുള്ളതാണ്, ഇത് ചെയ്യണമെങ്കിൽ വലിയ ബുദ്ധി വേണം, ഇത് ചെയ്യണമെങ്കിൽ ഞാൻ അവിടെ പഠിച്ചു വരണം, അല്ലെങ്കിൽ ഞാൻ ഇവിടെ പഠിച്ചു വരണം, ഒരാവശ്യമില്ല. ഈ സാധനങ്ങൾ ബേസിക്കായിട്ട് നമ്മുടെ കയ്യിലുള്ള ഇക്വേഷൻസ്, നമുക്കറിയാവുന്ന കാര്യങ്ങൾ വെച്ചിട്ട് നമ്മൾ എല്ലാ പ്രോബ്ലംസും ചെയ്യും. ഓക്കെ, ആകെ നിങ്ങൾക്ക് അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ കുറച്ച് കണക്കൂട്ടാൻ അറിയണം, ഗുണിക്കാൻ അറിയണം, ഹരിക്കാൻ അറിയണം, കൂട്ടാൻ അറിയണം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ബേസിക്കായിട്ട് പണ്ട് സ്കൂളിൽ പഠിച്ചിരുന്ന കാര്യങ്ങളൊക്കെ അറിയുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ഫൈൻ. അങ്ങനെയാണെങ്കിൽ ഞാൻ ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് പറയട്ടെ. ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷർ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിളാണ്. എന്താ പറയുന്നത്? ഞാൻ ഒരു കണ്ടെയ്നറിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് എടുത്തു. സേ ഗ്യാസ് 1, ഗ്യാസ് 2, ഗ്യാസ് 3. അപ്പോൾ ആ കണ്ടെയ്നറിൽ സ്വാഭാവികമായിട്ട് ഈ ഗ്യാസുകൾ കാരണം ഒരു പ്രഷർ ഉണ്ടാവും അല്ലേ? ആ പ്രഷർ എന്ന് പറയുന്നത് ഇൻഡിവിജ്വൽ ഗ്യാസസിൻ്റെ പ്രഷറുകൾ കൂട്ടിയതാണ്. ഒന്നാമത്തെ ഗ്യാസിൻ്റെ പ്രഷർ, രണ്ടാമത്തെ ഗ്യാസിൻ്റെ പ്രഷർ, മൂന്നാമത്തെ ഗ്യാസിൻ്റെ പ്രഷർ, അങ്ങനെ ഏതൊക്കെ ഗ്യാസ് എടുത്തോ അതിൻ്റെ പ്രഷർ കൂട്ടിയതാണ് ടോട്ടലി ആ ഗ്യാസിൽ ഉണ്ടാകുന്ന പ്രഷർ. അതാണ് ഇതിൻ്റെ ടോട്ടൽ എന്താ പറയുന്നത്? ഈ ഗ്യാസ് ലോ, ഡാൽട്ടൺസ് ലോ ഓഫ് പാർഷ്യൽ പ്രഷേഴ്സ് പറയുന്നത്. ഇനി ഇത് നമുക്ക് വേറൊരു രീതിയിൽ പറയാൻ പറ്റും. അതെങ്ങനെയാണ്? അതായത് നമ്മളിപ്പോൾ ഡിഫറെൻറ്റ് 2 ഗ്യാസുകൾ ഞാനൊരു കണ്ടെയ്നറിൽ എടുത്തു. സേ ഇറ്റ്സ് എ ഗ്യാസ് A ആൻഡ് ഗ്യാസ് B. എ ഗ്യാസും ബി ഗ്യാസും. എ ഗ്യാസും ബി ഗ്യാസും എടുത്തു. ആ ഗ്യാസിൻ്റെ പ്രഷർ P ടോട്ടൽ, രണ്ടും കാരണം ഒരു പ്രഷർ, ടോട്ടൽ ഒരു പ്രഷർ, ആ ഗ്യാസിന് മൊത്തം എടുത്തതിനൊരു പ്രഷർ ഉണ്ട്. അതിന് നമ്മൾ P ടോട്ടൽ എന്ന് വിളിച്ചു. അതിൽ എ ഗ്യാസിൻ്റെ പ്രഷർ ഇൻറ്റു എ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ. ഇതാണ് ഇതിലെ ഒരു ഇമ്പോർട്ടൻസ്. മോൾ ഫ്രാക്ഷൻ. ഇതെന്താ? മോൾ ഫ്രാക്ഷൻ. എ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ. സോറി, ഇങ്ങനെയല്ല എഴുതുക. PA = P ടോട്ടൽ എന്ന് എഴുതും.
മോൾ ഫ്രാക്ഷൻ എപ്പോഴും എന്തായിരിക്കും? മോൾ ഫ്രാക്ഷൻ ആണ്. ടോട്ടൽ മോൾസിൽ എ എന്ന ഗ്യാസിൻ്റെ മോൾസ് എത്രയുണ്ട് അത് നമ്മളെങ്ങനെ കാണുക? എക്സ് എ നമ്മളെങ്ങനെയാണ് കാണുക? എക്സ് എ ഇസ് ഈക്വൽ ടു NA/NA+NB. ഞാൻ പറഞ്ഞു ഓൾറെഡി ഞാൻ എടുത്തിട്ടുള്ളത് എ എന്ന ഗ്യാസും ബി എന്ന ഗ്യാസും കൂടിയാണ്. എ എന്ന ഗ്യാസും ബി എന്ന ഗ്യാസും എടുത്തു. N മോൾ എയും N മോൾ ബിയുമാണ് ആ മൊത്തം കണ്ടെയ്നറിൽ ഉള്ളത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറഞ്ഞാൽ NA+NB ആയിരിക്കും. അതിൽ എ ഗ്യാസിൻ്റെ മോൾ ഫ്രാക്ഷൻ എന്ന് പറയുന്നത് എന്താ? NA/NA+NB. അതാണ് ഈ മോൾ ഫ്രാക്ഷൻ. ആ മോൾ ഫ്രാക്ഷനെ കൊണ്ട് ടോട്ടൽ പ്രഷർ ഇൻഡു ചെയ്ത് കഴിഞ്ഞാൽ എ ഗ്യാസിൻ്റെ പ്രഷർ എത്ര എന്നുള്ളത് കിട്ടും. മനസ്സിലായോ? വളരെ എളുപ്പം, വളരെ എളുപ്പം. അപ്പോൾ PI = P total × XA. അതേപോലെ തന്നെ വേറെന്താ അറിയാം നമുക്ക്? PB എങ്ങനെ ആയിരിക്കും? പറ PB = P total × XB. അപ്പോൾ മോൾ ഫ്രാക്ഷന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും എന്ത്? ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ആയിരിക്കും ആ ഗ്യാസിൻ്റെ പ്രഷർ. അപ്പോൾ എത്ര മോൾസ് ഗ്യാസ് എടുത്തിട്ടുണ്ടോ അതിനനുസരിച്ച് അതിൻ്റെ പ്രഷർ കൂടിയിട്ടുണ്ടാവും. ഈ സാധനത്തിന് നമുക്ക് എങ്ങനെ അപ്ലിക്കേഷൻ ചെയ്യാം? ഇത് നമ്മളെങ്ങനെ അപ്ലൈ ചെയ്യും? അത് പറ. ഞാൻ പറയുന്നു, ഞാൻ ഇത്ര ഗ്രാം ഓക്സിജനും ഇത്ര ഗ്രാം നൈട്രജനും ഒരു സ്ഥലത്ത് കമ്പൈൻ ചെയ്തു. ഒരു ഗ്യാസിനെ ഒരു കണ്ടെയ്നറിൽ എടുത്തു. ഇത്ര ഗ്രാം നൈട്രജനും ഇത്ര ഗ്രാം ഓക്സിജനും ഒരു കണ്ടെയ്നറിൽ എടുത്തു. അങ്ങനെയാണ് എങ്കിൽ എന്നോട് ചോദിക്കുന്നത് അതിൽ നൈട്രജൻ ഗ്യാസിന് ഇത്ര പ്രഷർ ഉണ്ട്, ഓക്സിജൻ ഗ്യാസിന് ഇത്ര പ്രഷർ ഉണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ടോട്ടൽ പ്രഷർ ഞാൻ എങ്ങനെ കാണും? ഡാൽട്ടൺസ് ലോ വെച്ചിട്ട് പി ടോട്ടൽ നമ്മൾ എങ്ങനെ കാണുക? PA + PB അല്ലേടാ? PA + PB ആണ് നമുക്കറിയാമല്ലോ. ആണ്. അപ്പോൾ നമ്മൾ നൈട്രജൻ്റെ പ്രഷർ ഇത്രയാണ്, ഓക്സിജൻ്റെ പ്രഷർ ഇത്രയാണ് എന്നുള്ളത് നമ്മൾ ഓൾറെഡി പറഞ്ഞു കഴിഞ്ഞാൽ ടോട്ടൽ പ്രഷർ നമുക്കറിയാം. അത് രണ്ടും കൂടി കൂട്ടിയാൽ ടോട്ടൽ പ്രഷർ കിട്ടും. അങ്ങനെയാണെങ്കിൽ എൻ്റെ ചോദ്യം മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എത്രയാണ്? മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എത്രയാണെന്ന് ചോദിച്ചാൽ എങ്ങനെ കാണും? മോൾ ഫ്രാക്ഷൻ ഓഫ് ഓക്സിജൻ എന്ന് പറഞ്ഞാൽ XO2. അതെങ്ങനെ കാണും? നമ്മൾ ഓക്സിജൻ്റെ പാർഷ്യൽ പ്രഷർ എത്രയാണോ അതേ ബൈ P ടോട്ടൽ ചെയ്താൽ പോരെ. P ടോട്ടൽ നമ്മൾ എന്ത് പറഞ്ഞു? P ടോട്ടൽ ഈസ് ഈക്വൽ ടു PO2 + PN2. നൈട്രജനും ഓക്സിജനുമാണ് നമ്മൾ എടുത്തതെങ്കിൽ ആ രണ്ട് സാധനങ്ങളുടെയും കൂടെ പ്രഷറാണ് ആ കണ്ടെയ്നറിലെ മൊത്തം പ്രഷർ. ആ പ്രഷർ എന്ന് പറഞ്ഞാൽ PO2 + PNO2 ആണ്. അപ്പോൾ ആ P ടോട്ടലിനെ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ കണ്ടെയ്നറിലെ ഓക്സിജൻ്റെ മോൾ ഫ്രാക്ഷൻ, എത്ര മോൾസ് ഓക്സിജൻ ഉണ്ട് എന്ന് നമുക്ക് പറയാതെ പറയാൻ പറ്റും. അപ്പോൾ പ്രഷർ മാത്രം തന്നിട്ട് എത്ര മോൾസ് ഓക്സിജൻ ഇതിലുണ്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് ഈ ഇക്വേഷൻ വെച്ചിട്ട് പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് ഒക്കെ കാണുമ്പോഴാണ് ആക്ച്വലി നിങ്ങൾ എന്ത് വിചാരിച്ചത്? അയ്യോ ഇതിലെന്തൊക്കെ വലുത് ചെയ്യാനുണ്ടല്ലോ അങ്ങനെ വിചാരിച്ചത്. അപ്പോൾ ഇതിൻ്റെ പ്രോബ്ലംസ് നമുക്ക് ചെയ്യണം, എന്തായാലും തീർച്ചയായും ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത കാര്യം പറഞ്ഞാലോ. അടുത്തത് എന്താണ്? വെലോസിറ്റി റിലേറ്റഡ് ടു ഗാസിയസ് സ്റ്റേറ്റ്. നിങ്ങൾക്കറിയാം റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി, ആവറേജ് വെലോസിറ്റി, മോസ്റ്റ് പ്രോബബിൾ വെലോസിറ്റി, അല്ലെങ്കിൽ റൂട്ട് മീൻ സ്ക്വയർ സ്പീഡ്, മോസ്റ്റ് പ്രോബബിൾ സ്പീഡ്, ആവറേജ് സ്പീഡ്. ഇതിൻ്റെ മൂന്നിൻ്റെയും ഇക്വേഷൻസ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരണം. ആദ്യം റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റിയുടെ ഇക്വേഷൻസ് എന്നാണ് എല്ലാവരും ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തേ, ഒന്ന് ആക്റ്റീവായിട്ട് ടൈപ്പ് ചെയ്തേ. എന്ത് കിട്ടും? റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി അഥവാ RMS വെലോസിറ്റി ഈസ് ഈക്വൽ ടു, ഇതിൻ്റെ എല്ലാവരും നിങ്ങൾക്കൊക്കെ ഇക്വേഷൻ പഠിക്കാനുള്ള എളുപ്പവഴിയാണ് എല്ലാവരും ചോദിക്കുന്നത്. ഈ ഇക്വേഷൻ പഠിക്കാനുള്ള എളുപ്പവഴി ഞാൻ പറഞ്ഞുതരാം. ഞാൻ ഇത് തൽക്കാലം എഴുതാം. RMS വെലോസിറ്റിയാണ് കാണുന്നതെങ്കിൽ RMSൽ എത്ര അക്ഷരം ഉണ്ടടാ? RMSൽ 3 അക്ഷരമുണ്ട്. 3 അക്ഷരമാണെങ്കിൽ ഞാൻ അതിന് 3RT/m എന്നാണ് എൻ്റെ ഇക്വേഷൻ. √3RT/m ആണ് RMSൻ്റെ ഇക്വേഷൻ. അങ്ങനെയാണെങ്കിൽ മോസ്റ്റ് പ്രോബബിൾ സ്പീഡ് അഥവാ റൂട്ട് മീൻ സ്ക്വയർ വെലോസിറ്റി ആയിരുന്നു. മോസ്റ്റ് പ്രോബബിൾ എന്ന് പറയുമ്പോൾ അതിൽ എത്ര അക്ഷരമുണ്ട്? 2 അക്ഷരം. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഇക്വേഷൻ 2RT/m ആണ്. ഒന്ന് √3RT/m ആയിരുന്നു. 3 അക്ഷരങ്ങൾ വരുന്ന വെലോസിറ്റി ചോദിച്ചപ്പോൾ നമ്മൾ ഉത്തരം എഴുതിയത് √3RT/m എന്നാണ്. രണ്ട് വെലോസിറ്റി വരുന്ന സാധനം ചോദിച്ചപ്പോൾ നമ്മൾ എഴുതിയത് √2RT/m എന്നാണ്. ഇനി അതിൻ്റെ ഇടയിൽ വരുന്ന ഒരാൾ അതിൻ്റെ ആവറേജ് സ്പീഡ് എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ആവറേജ് ആയിരിക്കും. 3ൻ്റെയും 2ൻ്റെയും കൂടി ആവറേജ് എത്രയാടാ? 3 + 2/2 എന്ന് പറഞ്ഞാൽ 2.5 ആണ്. ഞാൻ അതിനെ √2.5RT/m എന്നാണ് എന്തെഴുതുക? ആവറേജ് സ്പീഡിന് എഴുതുക. ആവറേജ് സ്പീഡ് ഈസ് √2.5RT/m. അപ്പോൾ നിങ്ങൾ ചോദിക്കും, സാറേ അത് വേറൊന്നാണല്ലോ, √8RT/m എന്നല്ലേ? ഈ 8/π എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2.5 ആണ്. 8/π എന്ന് പറഞ്ഞാൽ അറൗണ്ട് 2.5 ആയതുകൊണ്ട് തന്നെ നമുക്കതിന് √2.5RT/m എന്നും വിളിക്കാം, ഇങ്ങനെയും വിളിക്കാം. ഓക്കെ ആണോ?
2.5 RT/m അല്ലെങ്കിൽ a√8 RT/m എന്ന് പറയാം. ഫൈൻ. ഓക്കെ, അങ്ങനെയാണ് എങ്കിൽ നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോയാലോ. ഈ 3 കാര്യങ്ങൾ അറിയാമല്ലോ. അപ്പോൾ ഒരു വെലോസിറ്റി ഓഫ് എ ഗ്യാസ് മോളിക്യൂളിനെ ഡിപ്പെൻഡ് ചെയ്യുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ്? ടെമ്പറേച്ചർ ഉണ്ട്, മാസ് ഉണ്ട്. ഓക്കെ, ഇനി ഇതിനെ പലതരത്തിൽ നമുക്ക് അതിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നമുക്ക് ഡിഫറെൻറ്റ് വാല്യൂസ് കിട്ടും. അതൊക്കെ നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യുന്ന സമയത്ത് നോക്കാം. ഓക്കെ, ഈ ഒരു ട്രിക്ക് മനസ്സിലായോ? RMS √3 RT/m ആണ്. മോസ്റ്റ് പ്രോബബിൾ 2 അക്ഷരങ്ങളുണ്ട്. നമ്മൾ √2 RT/m എന്ന് വിളിച്ചു. ആ സമയത്ത് തന്നെ ആവറേജ് എന്ന് പറഞ്ഞാൽ ഈ രണ്ടിൻ്റെയും ആവറേജ് 3ഉം 2ഉം ആണ് നമ്മൾ 2 അക്കങ്ങളായി എടുത്തത്. അപ്പോൾ 3 + 2/2 അഥവാ അതിൻ്റെ ആവറേജ് എന്ന് പറയുന്നത് 2.5 ആണ്. അപ്പോൾ 2.5 RT/m എന്ന് ആലോചിച്ചാൽ മതി. അഥവാ 8 RT/m ആണ്. √8 RT/m ആണ് ആവറേജ് സ്പീഡ്. അഥവാ അതിന് നമുക്ക് 2.5 RT/m എന്ന് എഴുതാൻ പറ്റും. ഓക്കെ ആണോ? ഇത് മനസ്സിലായോ? അത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമ്മൾ വീണ്ടും അടുത്ത കോൺസെപ്റ്റിലേക്ക് പോവാണ്. റിയൽ ഗ്യാസസ് വേഴ്സസ് ഐഡിയൽ ഗ്യാസ്. ഇങ്ങനെ പറയാൻ കാരണം എന്താ? എന്താണ് ഈ ഐഡിയൽ ഗ്യാസ്, എന്താണ് ഈ റിയൽ ഗ്യാസ്? അതൊരു ചെറിയ തിയറി പാർട്ടാണ്, നമുക്ക് പെട്ടെന്ന് പറയാം. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്നത് നമ്മൾ ഓൾറെഡി നമുക്കറിയാം. ഐഡിയൽ ഗ്യാസിൻ്റെ ഇക്വേഷൻ എന്താണ്? PV = nRT. അതായത് ഈ ഒരു ഇക്വേഷനെ സാറ്റിസ്ഫൈ ചെയ്യുന്ന ആളുകളെ മൊത്തം നമുക്ക് എന്ത് വിളിക്കാൻ പറ്റും? ഐഡിയൽ ഗ്യാസ് എന്ന് വിളിക്കാൻ പറ്റും. നമ്മുടെ ഇക്വേഷൻസിനെ വെച്ചിട്ട് കാര്യങ്ങൾ പ്രോബ്ലം ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ എന്താണ് യൂസ് ചെയ്യുക? PV = nRT എന്നാണ് യൂസ് ചെയ്യുക. പക്ഷേ സിമ്പിളായിട്ട് പറഞ്ഞാൽ റിയൽ ലൈഫിൽ ഐഡിയൽ ഗ്യാസ് എന്നൊരു സാധനം ഒരു ഗ്യാസും അങ്ങനെയല്ല. എല്ലായ്പ്പോഴും ഗ്യാസ് PV = nRT എന്നുള്ള ഒരു വാല്യൂവിനെ ഒബേ ചെയ്യുന്നില്ല. അപ്പോൾ ഒരു ഗ്യാസുകളും ആക്ച്വലി റിയൽ ഗ്യാസുകളല്ല, ഐഡിയൽ ഗ്യാസുകളല്ല. അവരെല്ലാവരും റിയൽ ഗ്യാസുകളെല്ലാവരും ഐഡിയൽ ഗ്യാസ് ചില കണ്ടീഷനിൽ മാത്രമേ കാണിക്കുകയുള്ളൂ. അപ്പോൾ നമുക്കറിയാം ഐഡിയൽ ഗ്യാസിന് നമ്മൾ ഒരുപാട് കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസസ് വെച്ചിട്ട് ഒരുപാട് പോസ്റ്റുലേറ്റ്സ് ഉണ്ട്, ഒരുപാട് സാധനങ്ങളുണ്ട്. ജസ്റ്റ് ഒന്ന് ഓർത്ത് നോക്കൂ, ജസ്റ്റ് ഒന്ന് എൻ്റെ കൂടെ ജസ്റ്റ് ഒന്ന് പറഞ്ഞു നോക്കൂ. നമ്മളിപ്പോൾ ഒരു കണ്ടെയ്നറിൽ ഒരു ഐഡിയൽ ഗ്യാസ് എടുത്തു കഴിഞ്ഞാൽ ഐഡിയൽ ഗ്യാസിനെ കുറിച്ച് പറഞ്ഞു വെച്ച ആളുകൾ, ഈ ഗ്യാസ് ലോകളൊക്കെ ഉണ്ടാക്കിയ ആളുകൾ, ഈ ഗ്യാസ് ലോകളൊക്കെ ഐഡിയൽ ഗ്യാസിൻ്റെ ലോകളാണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ ലോകളിൽ എന്തെല്ലാം പറഞ്ഞത്? എന്തൊക്കെയാണ് പറഞ്ഞത്? ഈ ഗ്യാസ് എന്ന് പറഞ്ഞ സാധനം മൈന്യൂട്ട് പാർട്ടിക്കിൾസ് ആയിട്ടുള്ള മോളിക്യൂൾസിനെ കൊണ്ടോ ആറ്റംസിനെ കൊണ്ടോ ഉണ്ടാക്കിയതാണ്. ഈ ഗ്യാസുകളെല്ലാം തന്നെ ഈ കണ്ടെയ്നറിനുള്ളിൽ റാൻഡം മോഷനിലാണ്. ഈ മോളിക്യൂൾസ് തമ്മിൽ യാതൊരു വിധത്തിലുള്ള അട്രാക്ഷണൽ ഫോഴ്സുകളും ഇല്ല. ഈ മോളിക്യൂൾസിൻ്റെ വോളിയം ടോട്ടൽ ഗ്യാസ് വോളിയത്തിനെ കൺസിഡർ ചെയ്യുന്ന സമയത്ത് വളരെ നെഗ്ലിജിബിൾ ആണ്. ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ റാൻഡം മോഷനിലാണ്. ആ മോഷൻ മൊത്തം 1 ഡയമെൻഷണൽ മോഷനാണ്. 1 ഡയമെൻഷൻ സ്ട്രെയിറ്റ് ലൈനിലാണ് മൂവ് ചെയ്യുക. റാൻഡം ആയിട്ട് സ്ട്രെയിറ്റ് ലൈനിലാണ് ഈ ഗ്യാസ് മോളിക്യൂൾസ് ഒക്കെ മൂവ് ചെയ്യുക. അതിനോടൊപ്പം തന്നെ ഈ ഗ്യാസ് മോളിക്യൂൾസ് എടുത്തിരിക്കുന്ന ഗ്യാസിൻ്റെ കണ്ടെയ്നറിൻ്റെ വാളിൽ പോയിട്ട് ഇടിക്കുന്ന സമയത്താണ് അവിടെ പ്രഷർ ഉണ്ടാകുന്നത്. ആ കൊലീഷൻ ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് വിത്ത് ദ കണ്ടെയ്നർ ഇറ്റ് ഹാസ് ടേക്കൺ ഈസ് ആക്ച്വലി ഈ കണ്ടെയ്നർ എടുത്തിരിക്കുന്ന സാധനത്തിൻ്റെ ഈ കൊലീഷനുകളെല്ലാം തന്നെ ഇലാസ്റ്റിക് കൊലീഷൻസ് ആണ്. ഇങ്ങനെ തുടങ്ങി കുറച്ചധികം പോസ്റ്റുലേറ്റ്സ് ആണ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ. ഐഡിയൽ ഗ്യാസ് എന്ന് പറയുന്ന ഒരു കോൺസെപ്റ്റ് ഉണ്ട്, നിങ്ങൾക്കറിയാതെ. അപ്പോൾ ഐഡിയൽ ഗ്യാസിൻ്റെ കൈനറ്റിക് തിയറി ഓഫ് ഗ്യാസിൽ ഏതൊക്കെ പോസ്റ്റുലേറ്റ്സ് ഉണ്ടെന്ന് വെച്ചാൽ നമ്മൾ എന്ത് പറയും? ഓൾ ഗ്യാസസ് ആർ മെയ്ഡ് അപ്പ് ഓഫ് മൈന്യൂട്ട് പാർട്ടിക്കിൾസ് കോൾഡ് ആറ്റംസ് ഓർ മോളിക്യൂൾസ് ആൻഡ് ദേ ആർ ഇൻ കോൺസ്റ്റന്റ് റാൻഡം മോഷൻ. ഒരു മോളിക്യൂൾസും വെറുതെ നിൽക്കുന്നില്ല, എല്ലാവരും ചലിച്ചുകൊണ്ടിരിക്കുകയാണ്. ആ ചലനം, ദാറ്റ് മോഷൻ ഈസ് 1 ഡയമെൻഷണൽ മോഷൻ ആൻഡ് ദേ കൊളൈഡ് ഈച്ച് അതർ ആൻഡ് ഓൾസോ with the wall of the container, and this collisions with the wall of the container gives the pressure exerted by the gas is due to the collision of the gas molecules with the container, and these collisions are purely elastic collisions, and also these motions are 1 dimensional motions, and there is no force of attraction between these individual particles, and the volume of the particles are very very negligible. ഇത്രയും കാര്യങ്ങൾ പറഞ്ഞിട്ടാണ് നമ്മൾ ഐഡിയൽ ഗ്യാസ് ലോ ഉണ്ടാക്കിയത്. അങ്ങനെ ഐഡിയൽ ഗ്യാസ് ലോൻ്റെ ഇക്വേഷനാണ് നമ്മൾ ഈ പറഞ്ഞത്. ഇനിയാണ് നമ്മൾ റിയൽ ഗ്യാസ് എന്ന ടേമിലേക്ക് വരുന്നത്, അല്ലേ? അപ്പോൾ റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസുകളായിട്ടൊന്നും എക്സിസ്റ്റ് ചെയ്യുന്നില്ല, എല്ലാം റിയൽ ഗ്യാസുകളാണ്. അപ്പോൾ ചില റേഞ്ച് ഓഫ് ടെമ്പറേച്ചറും പ്രഷർ കണ്ടീഷൻസ് കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവർ റിയൽ ഗ്യാസുകൾ ഐഡിയൽ ഗ്യാസിൻ്റെ ബിഹേവിയർ കാണിക്കും എന്നൊക്കെയാണ് നമുക്ക് ഓൾറെഡി അറിയാവുന്ന കാര്യങ്ങൾ. ആ സമയത്താണ് 2 പോസ്റ്റുലേറ്റ്സ് തെറ്റിപ്പോയി. 2 ഐഡിയൽ ഗ്യാസിൻ്റെ പോസ്റ്റുലേറ്റ്സിൽ മിസ്റ്റേക്ക് വന്നപ്പോഴാണ് നമ്മൾ എന്ത് ചെയ്തത്? വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്ന ഇക്വേഷൻ കൊണ്ടുവന്നത്. നിങ്ങളെല്ലാവരും വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണെന്നുള്ളത് ഒന്ന് ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യൂ. വാൻ ഡെർ വാൾസ് ഇക്വേഷൻ എന്താണെന്നുള്ളത് ടൈപ്പ് ചെയ്യൂ. ആ സമയം കൊണ്ട് ഞാൻ ആ 2 പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെയാണെന്ന് പറയാം. 2 പോസ്റ്റുലേറ്റ്സ് തെറ്റിപ്പോയ
ഫസ്റ്റ് പോസ്റ്റുലേറ്റ് വാസ് ദർ ഇസ് നോ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ ഇൻഡിവിജ്വൽ പാർട്ടിക്കിൾസ് അല്ലെങ്കിൽ മോളിക്യൂൾസ്. ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. രണ്ടാമത്തെ കാര്യം വോളിയം ഓഫ് മോളിക്യൂൾസ്. വോളിയം ഓഫ് മോളിക്യൂൾസ് ആൻഡ് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ, ഈ രണ്ട് കാര്യങ്ങൾ. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ പറഞ്ഞത് എല്ലാവരും ആ സമയം കൊണ്ട് എന്ത് ചെയ്യണം? വാൻഡർവാൾസ് ഇക്വേഷൻ എന്താണെന്നുള്ളത് അവിടെ ആ കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യണം. അപ്പോൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ്? ആ ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ യാതൊരു വിധത്തിലുള്ള ഫോഴ്സ് ഓഫ് അട്രാക്ഷനും ഇല്ല എന്ന് നമ്മൾ പറഞ്ഞത് എന്തായിപ്പോയി? അത് തെറ്റിപ്പോയി. കാരണം ചില സമയത്ത് ഗ്യാസ് മോളിക്യൂൾസ് തമ്മിൽ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ഉണ്ട്. ആൻഡ് ഓൾസോ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ടോട്ടൽ വോളിയം ഓഫ് ദ ഗ്യാസിനെ കമ്പയർ ചെയ്യുമ്പോൾ കുറവാണെന്ന് പറഞ്ഞു. ചില കണ്ടീഷനിൽ വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ് ഈസ് ഓൾസോ കൺസിഡറബിൾ. അപ്പോൾ ഈ രണ്ട് ഇമ്പോർട്ടൻറ്റ് പോസ്റ്റുലേറ്റ്സ് തെറ്റിപ്പോയപ്പോഴാണ് ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്തിട്ട് ഡീവിയേഷൻ ഓഫ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ഷോൺ ബൈ നോർമൽ അവൈലബിൾ ഗ്യാസസ്. അത് ഈ രണ്ട് കാരണങ്ങൾ. അപ്പോൾ അത് തിയറി ആയിട്ടും ചോദിക്കാം, നമുക്ക് പ്രോബ്ലമാറ്റിക് ആയിട്ടും ചോദിക്കാം. അപ്പോൾ ഈ രണ്ട് കാര്യങ്ങൾ, ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ബിറ്റ്വീൻ മോളിക്യൂൾസ് ആൻഡ് വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസ്, ഈ രണ്ട് കാര്യങ്ങൾ കണക്ട് ചെയ്തുകൊണ്ട് ഈ രണ്ട് കാര്യങ്ങളെക്കുറിച്ച് ഇത് രണ്ടും തെറ്റാണെന്ന് പറഞ്ഞുകൊണ്ട് ഒരു ആൾ മുന്നോട്ട് വന്നു. അദ്ദേഹമാണ് ആര്? വാൻഡർവാൾ. ഈ വാൻഡർവാൾ കൊണ്ടുവന്ന ഒരു കറക്ഷൻ ഫാക്ടറാണ് എ, മറ്റൊരു കറക്ഷൻ ഫാക്ടറാണ് ബി. ഈ ഫോഴ്സ് ഓഫ് അട്രാക്ഷനെ കാണിക്കുന്ന കറക്ഷൻ ഫാക്ടറിൻ്റെ പേരാണ് എന്ത്? എ. വോളിയം ഓഫ് ഗ്യാസ് മോളിക്യൂൾസിനെ കാണിക്കുന്ന കറക്ഷൻ ഫാക്ടറാണ് എന്ത്? ബി. അപ്പോൾ ഈ രണ്ട് കറക്ഷൻ ഫാക്ടറുകൾ കൊണ്ടുവന്നപ്പോൾ നമ്മുടെ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ മാറിപ്പോയി. യെസ്, എല്ലാവരും ടൈപ്പ് ചെയ്യുന്നുണ്ട്, കുറച്ച് ആൾക്കാരൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ബാക്കി എല്ലാവരും ടൈപ്പ് ചെയ്യൂ. എല്ലാവരും വെറുതെ ഇരിക്കരുത്, എല്ലാവരും എന്തെങ്കിലുമൊക്കെ പണി ചെയ്യൂ, ക്ലാസ്സിൽ ശ്രദ്ധിക്കൂ. അപ്പോൾ നമുക്ക് ഐഡിയൽ ഗ്യാസ് ലോയെ ഒന്ന് മോഡിഫൈ ചെയ്തിട്ട് വാൻഡർവാൾ കൊണ്ടുവന്ന ഐഡിയൽ ഗ്യാസ് ലോ എങ്ങനെയായിരുന്നടാ? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു ആർ ടി. വാട്ട് വാസ് ദിസ് ലൈക്ക്? പി വി ഈസ് ഈക്വൽ ടു ആർ ടി, എൻ ആർ ടി. അപ്പം ഇതാണ് ആ ചേഞ്ച്. ഞാൻ പറഞ്ഞു എ എന്ന ഫാക്ടർ ഉദ്ദേശിക്കുന്നത് മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ്. ആ മോളിക്യൂൾസ് തമ്മിലുള്ള അട്രാക്ഷനെയാണ് കാണിക്കുന്നതെങ്കിൽ അപ്പോൾ അത് കാരണം ഒരു ഫോഴ്സ് കൂടെ ഉണ്ടാകും, ഒരു പ്രഷർ കൂടെ ഉണ്ടാകും. ആ അഡീഷണൽ പ്രഷറാണ് ആക്ച്വലി എന്ത്? ഈ ടേം. അതേപോലെ തന്നെ വോളിയം ഓഫ് ദ ടോട്ടൽ ഗ്യാസ് എന്ന് പറയുമ്പോൾ അതിൽ എന്ത് കൂടെ ഉണ്ട്? വോളിയം ഓഫ് ദ മോളിക്യൂൾസ് കൂടെ ഉണ്ട്. വോളിയം ഓഫ് ദ മോളിക്യൂൾസ് കൂടെ കറക്റ്റ് ചെയ്യണം, അതുകൂടെ ഉണ്ട്. അപ്പോൾ അതിനെ കുറയ്ക്കാൻ വേണ്ടി നമ്മൾ എന്ത് കൊണ്ടുവന്നത്? ഈ ടേം കൊണ്ടുവന്നത്. ഇത് രണ്ടും വാൻഡർവാൾ കൊണ്ടുവന്ന ടേമാണ്, എയും ബിയും. രണ്ട് കോൺസ്റ്റൻറ്റുകളാണ്. അപ്പം അതിൻ്റെ ഡീറ്റെയിൽസ് നമ്മൾ പറയുന്നില്ല, ജസ്റ്റ് നമ്മൾ അതിനൊന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ അതിൻ്റെ ഇക്വേഷൻ എങ്ങനെ മാറും? പി പ്ലസ് എ എൻ സ്ക്വയർ ബൈ വി സ്ക്വയർ ഇൻറ്റു വി മൈനസ് എൻ ബി ഈസ് ഈക്വൽ ടു എൻ ആർ ടി. ഓക്കെ ആണോ? ആ, കുറേ ആളുകളൊക്കെ ടൈപ്പ് ചെയ്യുന്നുണ്ട്. ഫൈൻ. അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത സ്മോൾ ടോപ്പിക്കിലേക്ക് പോകാം. അത് നേരെ ക്വസ്റ്റ്യൻ ആണ്, എവിടെയും തങ്ങി നിൽക്കാൻ സമയമില്ല. നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോയിട്ട് പെട്ടെന്ന് ക്വസ്റ്റ്യൻ സോൾവ് ചെയ്യണം. ലിക്വിഫാക്ഷൻ ഓഫ് ഗ്യാസസ്. എങ്ങനെയാണ് നമ്മൾ ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യുക? നിങ്ങളുടെ കോമൺ ബുദ്ധി ഉപയോഗിച്ചിട്ട് പറയൂ. ഒരു ഗ്യാസ് റാൻഡം മോഷനിലുള്ള ഭയങ്കര വോളിയം, നമ്മൾ ഏത് കണ്ടെയ്നർ എടുക്കുന്നോ അതിൻ്റെ വോളിയത്തിലേക്ക് പോകാൻ പറ്റുന്ന ഒരു ഗ്യാസിനെ കംപ്രസ് ചെയ്യണമെങ്കിൽ, അതിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ലിക്വിഫൈ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ പ്രത്യേകത എന്താ? ആ ഗ്യാസിൻ്റെ ഇൻഡിവിജ്വൽ മോളിക്യൂൾസ് അടുത്തടുത്ത് വരില്ലേ? അടുത്തടുത്ത് കൊണ്ടുവരണമെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? പ്രഷറിന് എന്ത് ചെയ്യണം? Pressure should be increased. So high pressure കൊടുക്കണം ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ. ആൻഡ് ഓൾസോ വേറൊരു കാര്യം കൂടി ചെയ്യണം. അതെന്താ? ടെമ്പറേച്ചറിൻ്റെ കാര്യത്തിൽ നമ്മൾ എന്താ ചെയ്യുക? ടെമ്പറേച്ചർ കൂട്ടിയാലാണോ കുറച്ചാലാണോ നമുക്കൊരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റുക? ഞാൻ പറയുന്നു ടെമ്പറേച്ചർ കുറച്ചാലാണ് നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റുക. ലോ ടെമ്പറേച്ചർ. കാരണം എന്താ? ഒരു ഗ്യാസിൻ്റെ ടെമ്പറേച്ചർ കൂട്ടിക്കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? അതിൻ്റെ മോഷൻ കൂടും. അപ്പോൾ അതിനെപ്പോഴും ഓടിപ്പോകുന്ന ടെൻഡൻസി കൂടുതൽ ചെയ്യാം. അതിൻ്റെ കൈനറ്റിക് എനർജി ഓഫ് എ ഗ്യാസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ഇറ്റ്സ് ടെമ്പറേച്ചറാണ്. ഒരു ഗ്യാസ് മോളിക്യൂൾസിൻ്റെ കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് ടെമ്പറേച്ചറിന് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ.
ഓക്കെ. അപ്പോൾ ടെമ്പറേച്ചർ കുറച്ച് കഴിഞ്ഞാൽ അതിൻ്റെ കൈനറ്റിക് എനർജി കുറഞ്ഞു. അപ്പോൾ ഗ്യാസ് മോളിക്യൂൾസിന് ഓടിപ്പോകാൻ റാൻഡമായിട്ട് മൂവ് ചെയ്യാനുള്ള ടെൻഡൻസി കുറയും, എനർജി കുറഞ്ഞു. സെയിം വേ പ്രഷർ കൂട്ടിക്കഴിഞ്ഞാൽ ഒരുപാട് ദൂരെയുള്ള മോളിക്യൂൾസ് നമുക്ക് അടുത്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ ലോ ടെമ്പറേച്ചറും ഹൈ പ്രഷറും കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റും. ഓക്കെ ആണോ? ഈ ടൈമിലാണ് നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സാധനത്തിനെ കുറിച്ച് പറയാനുള്ളത്. അതെന്താണ്? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ. എന്താണ് ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് അറിയുന്ന ആരെങ്കിലും ഉണ്ടോ ഇവിടെ? ലൈവ് കാണുന്നവരിൽ ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്താണെന്ന് ആർക്കെങ്കിലും അറിയോ? ക്രിട്ടിക്കൽ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഞാൻ പറയാം, the temperature above which a gas cannot be liquefied by applying any amount of pressure. അത് മനസ്സിലായോ? ഞാൻ ഒരു ഗ്യാസിനെ ലിക്വിഫൈ ചെയ്യണമെങ്കിൽ ടെമ്പറേച്ചർ കുറയ്ക്കണം, പ്രഷറും കൂട്ടണം. അപ്പം ഞാൻ ഒരു ടെമ്പറേച്ചറിൽ ഗ്യാസിനെ എങ്ങനെ പ്രഷർ കൊടുത്തിട്ടും അത് ലിക്വിഫൈ ആവുന്നില്ല. അതിൻ്റെ കാരണം എന്താ? എപ്പോഴും ടെമ്പറേച്ചർ ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ അടിയിലായിരിക്കണം. ക്രിട്ടിക്കൽ ടെമ്പറേച്ചറിനേക്കാൾ താഴത്താണെങ്കിൽ മാത്രമേ ഒരു ഗ്യാസിനെ നമുക്ക് ലിക്വിഫൈ ചെയ്യാൻ പറ്റൂ. യെസ്, ആ ഗ്യാസ് ആ ടെമ്പറേച്ചറിന് മുകളിൽ നിൽക്കുന്ന കാലത്തോളം ഒരിക്കലും എത്ര പ്രഷർ കൊടുത്താലും നമുക്കതിനെ ലിക്വിഫൈ ചെയ്യാൻ പറ്റില്ല. അതാണ് അതിൻ്റെ ഉത്തരം. അപ്പോൾ ആരൊക്കെ ഉത്തരങ്ങൾ പറയുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാമെങ്കിൽ എനിക്ക് തോന്നുന്നു നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇതിനെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇനി ഒരുപാട് തിയറി പാർട്ട് നമുക്ക് വേറെയും പറയാൻ പറ്റും. ഗ്രഹാംസ് ലോ ഓഫ് ഡിഫ്യൂഷൻ പറയാം. അതേപോലെ തന്നെ ഈ ലിക്വിഡ് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ എന്നാണ് നമ്മുടെ പാഠത്തിൻ്റെ പേര്. അപ്പോൾ ലിക്വിഡ് സ്റ്റേറ്റിലുള്ള സാധനത്തിൻ്റെ വിസ്കോസിറ്റിയെക്കുറിച്ച്, സർഫസ് ടെൻഷനെ കുറിച്ച്, അതെല്ലാം നമ്മുടെ പല ഭാഗങ്ങളിലായിട്ട് വരുന്ന ടോപ്പിക്കുകളാണ്. ഈ പാഠത്തിൽ കോൺസെൻട്രേറ്റ് ചെയ്തിട്ട് ഗ്യാസ് ലോയും ഐഡിയൽ ഗ്യാസ് ഇക്വേഷനും അതിൻ്റെ ഡീവിയേഷൻ ബിഹേവിയറും വെച്ചിട്ട് നമുക്ക് കുറേ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ പറ്റും. ആ ക്വസ്റ്റ്യൻസിലേക്കാണ് നമ്മൾ ഓടി പോകുന്നത്. ഓക്കെ ആണോ? അപ്പോൾ ഈ ഇത്രയും പറഞ്ഞ ഭാഗങ്ങൾ കറക്റ്റ് ആണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. എല്ലാവരും ഒരു ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡിയാണെങ്കിൽ ഒരു തംസപ്പ് തരും. എല്ലാവരും ക്വസ്റ്റ്യൻ ചെയ്യാൻ റെഡിയാണ് സാർ, നമുക്ക് ക്വസ്റ്റ്യൻ ചെയ്യാമെന്നാണെങ്കിൽ റെഡിയാണെങ്കിൽ കാൽക്കുലേറ്റ് ചെയ്യാൻ, അതേപോലെ തന്നെ ക്വസ്റ്റ്യനെ ക്രാക്ക് ചെയ്യാൻ റെഡിയാണോ? ആരൊക്കെയാണ് നമുക്ക് ഫസ്റ്റ് ടൈം തന്നെ ഒരു ക്വസ്റ്റ്യൻ ചെയ്യുമ്പോൾ സോൾവ് ചെയ്യാൻ നോക്കട്ടെ? നിങ്ങളുടെ ഫ്രണ്ട്സ് നന്നായിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ അറിയുന്നവരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ക്വസ്റ്റ്യൻ ചെയ്യാൻ താല്പര്യമുള്ളവരുണ്ടെങ്കിൽ എല്ലാവരും വിളിക്കൂ, എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കൂ, എല്ലാവരും വരാൻ പറ. ക്വസ്റ്റ്യൻസ് ആരൊക്കെ പെട്ടെന്ന് ഉത്തരങ്ങൾ സാർ ഓപ്ഷൻ എ, ഓപ്ഷൻ ബി, ഓപ്ഷൻ സി എന്ന് പറഞ്ഞ് ഇതിൽ ഇടും നോക്കട്ടെ. ആരൊക്കെ ഫസ്റ്റ് കമൻറ്റ് ബോക്സ് ആരൊക്കെ പൊളിക്കും നോക്കാം നമുക്ക്. റെഡിയാണോ? തംസപ്പ് വരുന്നുണ്ട്. വരട്ടെ. റെഡിയാണോ? ക്വസ്റ്റ്യൻ ചെയ്യാം. നമ്മൾ ചെയ്യാൻ പോകുന്ന ക്വസ്റ്റ്യൻസിനൊക്കെ ഒരു പ്രത്യേകത ഉണ്ട്. അതൊക്കെ പ്രീവിയസ് ഇയർ നീറ്റിന് ചോദിച്ച ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻസോ അല്ലെങ്കിൽ ചോദിച്ച ഡയറക്റ്റ് ക്വസ്റ്റ്യൻസോ ആയിരിക്കും. മുന്നേ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആയിരിക്കും. അപ്പോൾ ആ ക്വസ്റ്റ്യൻസ് ക്രാക്ക് ചെയ്യാന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? നീറ്റിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറിലെ ക്വസ്റ്റ്യൻസ് നമ്മൾ സോൾവ് ചെയ്യണം. അപ്പോൾ അതിനപ്പുറത്തേക്കൊന്നുമില്ല. നമുക്ക് വേണ്ട ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള ക്വസ്റ്റ്യൻസിനെ അതേപോലെ ടാർഗറ്റ് ചെയ്തിട്ടാണ് നമ്മൾ സോൾവ് ചെയ്യുന്നത്. ഓക്കെ ആണോ? റെഡിയാണ്. കുറേ ആളുകൾ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്യാം. അപ്പോൾ ക്വസ്റ്റ്യൻ ചെയ്യേണ്ട കണ്ടീഷൻ എങ്ങനെയാണ്? ക്വസ്റ്റ്യൻ ഞാൻ ഇതിൽ സ്ക്രീനിൽ കാണിക്കും. അപ്പോൾ ക്വസ്റ്റ്യൻ കണ്ടുടനെ തന്നെ നിങ്ങൾക്ക് ആ ക്വസ്റ്റ്യൻ എങ്ങനെയും ചെയ്യാൻ പറ്റും. അല്ലെങ്കിൽ എത്ര പെട്ടെന്ന് ക്വസ്റ്റ്യൻ കാണുക, ക്വസ്റ്റ്യൻ മനസ്സിലാക്കുക, ക്വസ്റ്റ്യനെ പ്ലാൻ ചെയ്യുക, എന്നിട്ട് ക്വസ്റ്റ്യൻ ചെയ്യാൻ തുടങ്ങുക. നമ്മളിപ്പോൾ അവിടെ പറഞ്ഞ കാര്യങ്ങൾ വെച്ചിട്ട് മാത്രം നമുക്ക് ക്വസ്റ്റ്യൻസിനെ സോൾവ് ചെയ്യാൻ പറ്റും. ഓക്കെ, കുറച്ച് ട്രിക്കി ക്വസ്റ്റ്യൻസ് ആയിരിക്കും. ഡയറക്റ്റ് ക്വസ്റ്റ്യൻസ് എന്നിട്ട് വെറുതെ നിങ്ങളുടെ ആത്മവിശ്വാസം കൂട്ടുകയല്ല, ഡയറക്റ്റ് ക്വസ്റ്റ്യൻ നീറ്റിന് ചോദിച്ച ക്വസ്റ്റ്യൻസ് എന്നിട്ട് അത് നമ്മളെങ്ങനെ ക്രാക്ക് ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ ആണോ? റെഡിയാണെങ്കിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. വേഗം നോക്കൂ, കുറഞ്ഞ സമയം. നീറ്റിന് ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു കുട്ടിക്ക് 2019 നീറ്റിൻ്റെ ക്വസ്റ്റ്യനാണിത്. ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ ഒരു കുട്ടിക്ക് കിട്ടുന്ന സമയം ഏകദേശം എത്രയാണ്? 1 മിനിറ്റാണ് കിട്ടുക. 1 മിനിറ്റ് കൊണ്ട് ക്വസ്റ്റ്യൻ, നമ്മൾക്ക് 1 മിനിറ്റ് വേണ്ട എന്ന് തന്നെ പറയാം. ഇങ്ങനത്തെ കുറച്ച് ന്യൂമറിക്കലി കുറച്ച് ടൈറ്റ് ആയിട്ട് വരുന്ന ക്വസ്റ്റ്യൻ ചെയ്യാൻ നമുക്ക് 1 മിനിറ്റ് എടുക്കാം. ബാക്കി സമയം നമുക്ക് ഫിസിക്സിലെ ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വേണം. നമ്മൾ പെട്ടെന്ന് ക്വസ്റ്റ്യൻ ചെയ്തിട്ട് ഇങ്ങനത്തെ ക്വസ്റ്റ്യൻ കണ്ട് പ്രാക്ടീസ് ആയി കഴിഞ്ഞാൽ നമുക്ക് കണ്ട ക്വസ്റ്റ്യൻസ് ആകുമ്പോൾ പെട്ടെന്ന് ക്ലിക്കായിട്ട് പെട്ടെന്ന് ചെയ്തു പോകാൻ പറ്റും. ഓക്കെ ആണോ? ഓക്കെ ആണെങ്കിൽ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം ചെയ്യൂ. ആരൊക്കെ ഉത്തരങ്ങൾ വിളിച്ചു പറയുന്നുണ്ടെന്ന് തോന്നുന്നു? വരട്ടെ, ഉത്തരം വരട്ടെ. Choose the correct option for the total pressure in a mixture of 4 gram oxygen and 2 gram hydrogen confined in a total volume of 1 liter at 0 degrees Celsius. Given R is equal to 0.082 liter atm per mole per Kelvin and temperature 273. 0 degree Celsius എന്ന് പറഞ്ഞാൽ 273 ആണെന്നൊക്കെ നമുക്കറിയാം. ഓക്കെ,
ഇതിൻ്റെ ഉത്തരം ആരൊക്കെ ഉത്തരം ടൈപ്പ് ചെയ്യുന്നുണ്ടല്ലോ, വേഗം നോക്കൂ. എന്താണ് കാണേണ്ടത്? ഞാൻ ഇതിൻ്റെ ഒരു സൈഡിൽ നിന്നും ക്വസ്റ്റ്യൻ ചെയ്തു തുടങ്ങാം. നിങ്ങൾ എന്നെ മൈൻഡ് ചെയ്യേണ്ട, നിങ്ങൾ സ്വന്തമായിട്ട് ചെയ്തു നോക്കൂ. എന്നിട്ട് കണ്ടിട്ട് മനസ്സിലായിട്ടില്ല എങ്കിൽ മാത്രം സാർ എങ്ങനെയാണ് ചെയ്തതെന്ന് മാത്രം നോക്കിയാൽ മതി. ഓക്കെ. ടോട്ടൽ പ്രഷർ ഓഫ് ഇൻ എ മിക്സ്ചർ ഓഫ് ഓക്സിജൻ ആൻഡ് ഹൈഡ്രജൻ. നമ്മുടെ മാജിക്കൽ ഇക്വേഷൻ തന്നെ PV = nRT. PV = nRT തന്നെ അപ്ലൈ ചെയ്യാം. ചോദിച്ചിരിക്കുന്നത് ടോട്ടൽ പ്രഷറാണ്, P ടോട്ടലാണ് കാണേണ്ടത്. അപ്പോൾ nRT/V എന്ന് എഴുതും ഞാനിതിനെ, nRT/V. ഇനി എന്താണ് nRT/V എന്നുള്ള സാധനം ചെയ്താൽ ഇതിന് ഉത്തരം കിട്ടും. അപ്പോൾ എനിക്കിതിൽ എന്താ കുറവുള്ളത്? n കാണണം. n എനിക്കറിയില്ല. ടെമ്പറേച്ചർ 273 കെൽവിൻ തന്നിട്ടുണ്ട്. ആറിൻ്റെ വാല്യൂ ക്വസ്റ്റ്യനിൽ തന്നെ തന്നിട്ടുണ്ട്. അല്ലെങ്കിൽ തന്നെ നമുക്കറിയാം ടെമ്പറേച്ചർ കെൽവിനിൽ തന്നിട്ടുണ്ടെങ്കിൽ പ്രഷർ കാണാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ATMലാണ് പ്രഷർ കാണണമെങ്കിൽ ലിറ്റർ ATM/mol/Kelvin ചെയ്താൽ മതി. വോളിയം 1 ലിറ്റർ എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതും ലിറ്റർ തന്നെയാണ്. അപ്പോൾ നമ്മളതിനെ കൺവേർട്ട് ചെയ്യേണ്ട ആവശ്യമില്ല. ഓക്കെ. അങ്ങനെയാണെങ്കിൽ ഉത്തരം പറയും. അതിനാദ്യം നമ്മൾ n കാണണം. R നമുക്കറിയാം, T നമുക്കറിയാം, V നമുക്കറിയാം. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ്റെ ഉത്തരം കിട്ടാൻ നമ്മൾ ആകെ കാണേണ്ടത് എന്താണ്? n മാത്രമാണ്. അപ്പോൾ n എന്ന് പറഞ്ഞാൽ ഇവിടെ എന്താ? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ഇവിടെ ഒറ്റൊന്നാണോ? അല്ല. കാരണം എന്താ? 2 ഗ്യാസുകളുണ്ട്. ഓക്സിജനും ഉണ്ട്, അതേപോലെ തന്നെ ആരുണ്ട്? ഹൈഡ്രജനും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്ത് കാണണം? ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് കാണണം. അപ്പോൾ ഇതിന് ഞാൻ എന്ത് എഴുതും? NO2 + NH2 × RT/V എന്ന് എഴുതും. ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിന് ഉത്തരം കിട്ടും. 4 ഗ്രാം ഓക്സിജനും 2 ഗ്രാം ഹൈഡ്രജനും അല്ലടാ. 4 ഗ്രാം ഓക്സിജനും 2 ഗ്രാം ഹൈഡ്രജനും. 4 ഗ്രാം O2 എന്ന് പറഞ്ഞാൽ എത്ര n ഉണ്ടാവും? n = ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ്. ഓക്സിജൻ്റെ 32 1/8 അല്ലേ വരിക? 1/8 എന്ന് പറഞ്ഞാൽ 0.125 അല്ലടാ. 0.125 എന്ന് കിട്ടി. n ഹൈഡ്രജൻ 2 ഗ്രാം ഹൈഡ്രജൻ ഉള്ളത്. n ഹൈഡ്രജൻ എങ്ങനെ കാണും? n hydrogen is equal to 2/2, that is equal to 1 mole. രണ്ടാണ് ഹൈഡ്രജൻ്റെ മോളിക്കുലർ മാസ് നമുക്കറിയാം. അതിനോടൊപ്പം തന്നെ ഓക്സിജൻ്റെ മോളിക്കുലർ മാസും കിട്ടി. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടി? 1 + 0.125, that is 1.125 ആണ് n ടോട്ടൽ നമുക്ക് കിട്ടി. 1.125 ആയിരുന്നു n ടോട്ടൽ. അങ്ങനെയാണ് എങ്കിൽ 1.125 ഇൻറ്റു ആറിൻ്റെ വാല്യൂ 0.082 ഇൻറ്റു ടെമ്പറേച്ചർ 273 കെൽവിൻ ഡിവൈഡഡ് ബൈ വോളിയം 1 ലിറ്റർ. ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരമാണ് ആ ചോദ്യത്തിൻ്റെ ഉത്തരം. ഇതെങ്ങനെ കിട്ടൂടാ? ഇതെന്ത് ചെയ്യണം? ഇതാണ് ഞാൻ പറഞ്ഞത്. നമുക്ക് ഗുണിക്കാൻ അറിയുമെങ്കിൽ കാര്യങ്ങൾ വളരെ ഈസിയാണ്. ഇവിടെ ആകെ നമ്മൾ എന്താ ചെയ്തത്? ഹൈഡ്രജൻ്റെയും ഓക്സിജൻ്റെയും നമ്പർ ഓഫ് മോൾസിനെ കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ട് നേരെ നമ്മളിതിലേക്ക് കിട്ടും. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ ഇത് നമ്മളെങ്ങനെ ചെയ്യും? 273 ഇൻറ്റു 0.082 ഞാൻ 82 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. എന്നിട്ട് അതിന് ഞാൻ ഡെസിമൽ പോയിന്റ് അസൈൻ ചെയ്ത് കൊടുക്കും. ഞാൻ അങ്ങനെയാണ് ചെയ്യാം. ഓക്കെ, വേഗം ചെയ്യ്. ഇതിൽ 0.082 കൊണ്ടാണ് ഇൻറ്റു ചെയ്യേണ്ടത്. അപ്പോൾ 3 ഡെസിമൽ പോയിന്റ് ഉണ്ട്. ഇപ്പോൾ 22.18 ആണ് അറൗണ്ട് അതിൻ്റെ ഉത്തരം വരുന്നത്. അപ്പോൾ 22.18 കൊണ്ട് മാത്രം തീർന്നില്ല. നമുക്ക് എന്ത് ചെയ്യണം? ആ സാധനത്തിനെ 22.18 ഇൻറ്റു ആര് ചെയ്യണം? ഇതാണ് നമുക്ക് 22.18 കിട്ടിയത്. ഇൻറ്റു 1.25 ചെയ്യേണ്ടടാ. 1.25 ചെയ്യണ്ടേ? അപ്പോൾ എത്ര കിട്ടും? നിങ്ങൾ ചെയ്യുന്നില്ലേ? നിങ്ങൾ എൻ്റെ കൂടെ ചെയ്യുന്നില്ലേ? ഉത്തരം 25.15 എന്നാണ് എനിക്ക് കിട്ടിയത്.
കാരണം നമ്മളിവിടെ 4 ഡെസിമൽ പോയിന്റ് ഇട്ട് കൊടുക്കാനുണ്ട്. 25.15 എന്നാണ് എനിക്ക് കിട്ടിയത്. നിങ്ങൾക്ക് എന്താ ഉത്തരം കിട്ടിയത്? ഉത്തരം കിട്ടിയോ? .18 ആൻസർ ഉണ്ട്. സോ ദ ആൻസർ മൈറ്റ് ബി 25 അല്ലേ? അല്ലടാ, ഉത്തരം കിട്ടിയില്ലേ? ഉത്തരം കിട്ടിയോ? യെസ്, 25 ആൻസർ വരുന്നുണ്ട്. ആരോ 2.8 എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ 25.2 25 യെസ്, വെരി ഗുഡ്. അപ്പോൾ അതിൻ്റെ ആൻസർ കിട്ടി. അപ്പോൾ ഞാനത് മാർക്ക് ചെയ്യുന്നു. 25.18. സോ നീറ്റിൻ്റെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ ഓൾറെഡി ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു കേട്ടോ. ഇത്ര സിമ്പിളായിട്ട് ക്രാക്ക് ചെയ്ത് കഴിഞ്ഞു. ഇത്ര പണിയുള്ളൂ. ഞാൻ നേരെ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകുന്നു. ഇനി എനിക്ക് എന്താ വേണ്ടതെന്ന് വെച്ചാൽ നിങ്ങൾ പെട്ടെന്ന് ആൻസർ കമൻറ്റ് ബോക്സിൽ ഇടണം. യെസ്, പെട്ടെന്ന് കമൻറ്റ് ബോക്സിൽ ആൻസേഴ്സ് ടൈപ്പ് ചെയ്യാം. അടുത്ത ക്വസ്റ്റ്യൻ വായിക്കൂ. 4 gram of argon gas, pressure P and temperature T K in a vessel. Temperature T Kelvin in a vessel. On increasing the temperature by 50 degrees Celsius, 0.8 gram of argon was given out to maintain the pressure P. The original temperature was. This is the question. സ്റ്റാർട്ട് ചെയ്യൂ. പെട്ടെന്ന് സ്റ്റാർട്ട് ചെയ്തിട്ട് പെട്ടെന്ന് ഉത്തരം കിട്ടട്ടെ. 4 gram of an argon gas, pressure P and temperature T. On increasing the temperature by 50 degree, 0.8 gram of argon was given out to maintain the pressure P. Original temperature was. ഇതാണ് ചോദ്യം. ഇത് നമ്മൾ എങ്ങനെ ചെയ്യും? ഞാൻ ആദ്യം ആ കണ്ടീഷൻസ് ഒക്കെ ഒന്ന് എഴുതി നോക്കട്ടെ. ആദ്യം P എന്ന ടെമ്പറേച്ചറിൽ V എന്ന വോളിയത്തിൽ 4 gram of argon. 4 gram of argon എന്ന് പറയുമ്പോൾ ആർഗണിൻ്റെ മാസ് എനിക്കറിയില്ല. ഞാനതിനെ 4/m എന്നെടുത്തു. n കാണാൻ വേണ്ടി ഞാനതിനെ m എന്നെടുത്തു. അപ്പോൾ ഇതാണ് എൻ്റെ n കേട്ടോ. ഇതിൻ്റെ n ആണേ. *RT. ഇതായിരുന്നു എന്ത്? ആദ്യത്തെ കണ്ടീഷൻ. ഓൺ ഇൻക്രീസിങ് ടെമ്പറേച്ചർ ബൈ 50 ഡിഗ്രി സെൽഷ്യസ്. 50 ഡിഗ്രി സെൽഷ്യസ് ടെമ്പറേച്ചർ കൂട്ടി എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? T+50 ആയില്ലേ പുതിയ ടെമ്പറേച്ചർ? T+50 ആയില്ലേ? കാരണം ടെമ്പറേച്ചർ ഡിഗ്രി സെൽഷ്യസിലാണെങ്കിലും അത് കൂട്ടിക്കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണ്. 10 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 + 10 ആണ്. അപ്പോൾ നമ്മൾ ടെമ്പറേച്ചർ എത്ര കൂട്ടുന്നോ അതിനനുസരിച്ച് 273യോട് കൂടെ തന്നെയല്ലേ കൂടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് T+50 എന്ന് എടുത്താൽ മതി. അപ്പോൾ നമുക്ക് ന്യൂ ടെമ്പറേച്ചർ കിട്ടും. ഇവിടെ യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റന്റ് മാറിയിട്ടുണ്ടോ? ഇല്ല. ഓൺ ഇൻക്രീസ് ദ ടെമ്പറേച്ചർ by 50, 0.8 gram of argon was given out to maintain the pressure P. അപ്പോൾ P എന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു? P എന്ന പ്രഷർ മെയിൻറ്റെയിൻ ചെയ്യുന്നതോടൊപ്പം തന്നെ V വോളിയം കോൺസ്റ്റന്റ് ആയിരിക്കുമല്ലോ അല്ലേ? കാരണം എന്താ? നമ്മൾ ടെമ്പറേച്ചർ കൂടിയപ്പോൾ ആ സാധനത്തിനെ അത് മെയിൻറ്റെയിൻ ചെയ്യുക, ആ പ്രഷർ അങ്ങനെ തന്നെ കോൺസ്റ്റന്റ് ആക്കി വെക്കാൻ വേണ്ടി നമ്മൾ എന്താ ചെയ്തത്? ആ സാധനത്തിൻ്റെ ഇത് മാറ്റി. എന്ത് മാറ്റി? ആ സാധനത്തിൻ്റെ 0.8 ഗ്രാം ആർഗണിനെ പുറത്തേക്ക് കൊടുത്തു അല്ലേ? 0.8 ഗ്രാം ആർഗണിനെ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ 0.8 ഗ്രാം ഓഫ് ആർഗണിനെ പുറത്തേക്ക് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? സെയിം ആ ഗ്യാസിനെ അങ്ങനെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും. യെസ്. ആരെങ്കിലും ഒരാൾ ആൻസർ പെട്ടെന്ന് ടൈപ്പ് ചെയ്യൂ, കാണട്ടെ. അങ്ങനെയാണെങ്കിൽ എനിക്ക് എന്തിനെ ഇക്വേറ്റ് ചെയ്താൽ മതിടാ? ഞാൻ 4/mRT = 0.8/m × R × T+50 എന്ന് എഴുതിട്ടടാ. അല്ല, ഇവിടെ എന്താ സംഭവിച്ചത്? 0.8 ഗ്രാം കൊടുത്തു കഴിഞ്ഞതിൻ്റെ ശേഷം ബാക്കി എത്ര ഉണ്ട്? അങ്ങനെ എടുക്കണ്ടേ? 0.8 ഗ്രാം ഒഴിവാക്കിയ ശേഷം ബാക്കി എത്ര ഉണ്ടാവും? അപ്പോൾ ഈ സാധനത്തിൻ്റെ പ്രഷർ അതേപോലെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി നമ്മൾ 0.8 ഗ്രാമിനെ വിട്ടുകൊടുത്തു. 0.8 ഗ്രാമിനെ വിട്ടുകൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ബാക്കി 3.2 കിട്ടും. 3.2 ഗ്രാം ഓഫ് ആർഗണാണ് ബാക്കി ഉണ്ടാവുക. അപ്പോൾ അതിന് T+50 ചെയ്തപ്പോഴാണ് നമുക്ക് ഇത് രണ്ടും ഈക്വലായി വന്നത്. അങ്ങനെയാണ് കണ്ടീഷൻ. അല്ലാതെ 0.8 ഗ്രാം പോയതാണ്. സോറി. അപ്പോൾ 0.8 ഗ്രാം പോയി കഴിഞ്ഞാൽ ബാക്കി ഇങ്ങനെ വരും. അങ്ങനെ വന്നു കഴിഞ്ഞാൽ
ഇതിനെ ഇക്വേറ്റ് ചെയ്ത് നമുക്ക് എന്ത് കിട്ടും? നമുക്ക് വേണ്ട ആൻസർ കിട്ടും. ഇനി എന്ത് ചെയ്യാം? നമുക്കിതിൽ ഓരോ സാധനങ്ങളും ഡിവൈഡ് ചെയ്ത് നോക്കാം. RT, ആറിനെയും ഞാൻ ക്യാൻസൽ ചെയ്തു. അപ്പോൾ 4T ഈസ് ഈക്വൽ ടു 3.2T പ്ലസ് 3.2 ഇൻറ്റു 50 ബ്രാക്കറ്റിന് ഇൻറ്റു ചെയ്യലടാ നമ്മൾ 32 ഇൻറ്റു 5 160 എന്ന് കിട്ടി. അങ്ങനെയാണ് എങ്കിൽ ടി ഞാൻ അടുപ്പിച്ച് കൊണ്ടുവരാം. അങ്ങനെയാണെങ്കിൽ 0.8T ഈസ് ഈക്വൽ ടു 160 എന്ന് കിട്ടിയില്ലേ? T ഈസ് ഈക്വൽ ടു 160/0.8 അഥവാ 1600/8 എന്ന് കിട്ടിയില്ലേ? ദാറ്റ് ഈസ് 200 എന്നല്ലേ ആൻസർ വരുന്നത്. ഈ T എന്ന് പറയുന്നത് എന്തായി മാറി? 200 ആയി മാറി അല്ലേ? അതല്ലേ സംഭവിച്ചത്? അപ്പോൾ ഇതൊരു സിമ്പിൾ ക്വസ്റ്റ്യൻ ആയിരുന്നോ? ജസ്റ്റ് ആ 0.8 ഗ്രാം പോയതിൻ്റെ പേരിൽ 0.8 ഗ്രാം പോയി കഴിഞ്ഞാൽ ബാക്കി 3.2 ഗ്രാം ഉണ്ടാകും. അപ്പോൾ അതിന് നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞിട്ടുണ്ട്. നമ്പർ ഓഫ് മോൾസ് കുറഞ്ഞ സമയത്ത് തന്നെ അതിന് ടെമ്പറേച്ചർ കൂടിയിട്ടുണ്ട്. ഈ രണ്ട് കാര്യങ്ങളോട് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതിൻ്റെ ആൻസർ കിട്ടും അല്ലേ? ഞാൻ എഴുതുന്നത് ഒന്നുകൂടി ഒന്ന് സൈസാക്കാം. അപ്പോൾ ആൻസർ വാസ് വാട്ട്? 200 കെൽവിൻ. ഒറിജിനൽ ടെമ്പറേച്ചർ വാസ് 200 കെൽവിൻ. ക്വസ്റ്റ്യൻ ചോദിച്ചിരിക്കുന്നത് നമ്മളോട് ദ ന്യൂ ടെമ്പറേച്ചർ എന്നായിരുന്നെങ്കിൽ എന്ത് ചെയ്യണം? 200 പ്ലസ് നമ്മൾ എന്ത് ചെയ്യണം? 50 ആഡ് ചെയ്യണം. കാരണം 50 ആഡ് ചെയ്തു. നമ്മൾ T ആണ് കണ്ടുപിടിച്ചത്. ന്യൂ ടെമ്പറേച്ചർ വാസ് T പ്ലസ് 50. അത് നിങ്ങൾക്കറിയാമല്ലോ. അറിയാം. 200 എന്ന് 4-5 ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ സ്പീഡിൽ ആൻസർ ചെയ്യാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. A 2.24 cylinder of oxygen at NTP is found to develop a leakage. When the leakage was plugged, the pressure dropped to 570 mm of Hg. The number of moles of gas that escaped will be. This is also a question of NEET. ഇതിൻ്റെ ഹൈലൈറ്റ് കിടക്കുന്ന ഒരു സ്ഥലം ഇവിടെയാണ്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിലെ പ്രഷർ എത്രയാടാ? 760 mm Hg അല്ലേ? അഥവാ 1 atm അല്ലേ? നിങ്ങൾക്കറിയില്ലേ? 1 atm ആണ്. അങ്ങനെയാണ് എങ്കിൽ ഇവിടെ ഇപ്പോൾ എത്ര ആയിട്ടുണ്ട് പ്രഷർ? 570 mm ആയിട്ടുണ്ട്. അപ്പോൾ ആ ചേഞ്ച് ഇൻ പ്രഷർ എത്രയാ? ഇപ്പോൾ പുതിയ പ്രഷറിനെ നമ്മൾ ATM-ൽ കാണിക്കുന്നത് എങ്ങനെയാണ്? പുതിയ പ്രഷറിനെ അല്ലെങ്കിൽ എത്ര പ്രഷർ ഡ്രോപ്പ് ഉണ്ടായി നമ്മളെങ്ങനെ കാണും? നമ്മൾ ചോദിച്ചിരിക്കുന്നത് എന്താ? എസ്കേപ്പ് ചെയ്തിരിക്കുന്ന ഗ്യാസ് മോളിക്യൂൾസ് എത്ര? നമ്പർ ഓഫ് മോൾസ് ഓഫ് ഗ്യാസ് ദാറ്റ് എസ്കേപ്ഡ് ആണ്. അപ്പോൾ ഈ പ്രഷർ ഡ്രോപ്പിന് കറസ്പോണ്ടിങ് ആയിട്ട് എത്ര മോൾസ് ഓഫ് ഗ്യാസ് എസ്കേപ്പ് ആയി എന്ന് കണ്ടുപിടിച്ചാൽ പോരെ? എന്തായിരിക്കും ഒരു ഊർജ്ജമില്ലാത്തത്? ആൻസർ വരട്ടെ. ഞാൻ ഉത്തരം ചെയ്യുന്നതിന് മുന്നേ തന്നെ കമൻറ്റ് ബോക്സിൽ ആൻസർ വരട്ടെ. എങ്ങനെ ചെയ്യും? ഇപ്പോൾ എത്ര ഡ്രോപ്പ് പ്രഷർ ഉണ്ടായി നമ്മൾ ആദ്യം കാണാം. 760 മൈനസ് 570 അത് എത്ര കിട്ടും? 760 മൈനസ് 570 എന്ന് പറഞ്ഞാൽ 190 mm Hg പ്രഷർ അല്ലേ? 190 mm Hg പ്രഷറാണ്. 1 mm Hg പ്രഷറാണ് നമുക്ക് ഇപ്പോൾ നിലവിൽ ഡ്രോപ്പ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ പ്രഷർ ഡ്രോപ്പ് ആവാൻ കാരണമായ എത്ര നമ്പർ ഓഫ് മോൾസ് ഉണ്ടെന്ന് കാണണം. എന്ത് ചെയ്താൽ മതി? സിമ്പിളായിട്ട് നമ്മുടെ ഇക്വേഷൻ PV = nRT എന്ന ഇക്വേഷനിൽ നമ്മളിതിനെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും. കാരണം ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്കിതിൻ്റെ P അറിയാം. 190 mm Hg ആണ് നഷ്ടപ്പെട്ട പ്രഷർ. ഇതിൻ്റെ വോളിയം അറിയാം. ഇതിൻ്റെ വോളിയത്തിന് വേറെ ചേഞ്ച് ഒന്നും വന്നിട്ടില്ല. എത്രയായിരുന്നു? 2.24 ലിറ്റർ ആയിരുന്നു ഇതിൻ്റെ വോളിയം. നമ്പർ ഓഫ് മോൾസ് ഓഫ് ആണ് നമുക്ക് കാണേണ്ടത്. ഇതാണ് നമ്മൾ കാണേണ്ട സാധനം. ആറും ടിയും ടെമ്പറേച്ചറും കോൺസ്റ്റൻ്റ് ആണ്. നോർമൽ ടെമ്പറേച്ചർ ആൻഡ് പ്രഷറിൽ ടെമ്പറേച്ചർ എത്രയാണോ? 0 ഡിഗ്രി സെൽഷ്യസ് അല്ലേ? അത് പറഞ്ഞാൽ 273 കെൽവിൻ അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ആൻസർ എന്ത് വരും? ഒരാളെങ്കിലും ആൻസർ ഒന്ന് പെട്ടെന്ന് ചെയ്ത് കണ്ടുപിടിച്ചേ. അപ്പോൾ ഞാനിതിനെ 190 mm Hg എന്ന് പറഞ്ഞാൽ എത്ര ATM ആയിരിക്കും? 760 mm Hg ആണ് ഒരു ATM അല്ലേ? അങ്ങനെയാണെങ്കിൽ 190 mm Hg എന്ന് പറഞ്ഞാൽ 190/760 ATM അല്ലേ ഉണ്ടാവുക? അപ്പോൾ ഞാനത് അവിടെ തന്നെ അങ്ങനെ തന്നെ എഴുതി. ഇനി നമുക്ക് N കിട്ടണമെങ്കിൽ N = PV/RT അല്ലടാ? N = PV/RT അല്ലേ? അപ്പോൾ ഞാൻ P 190/760 എന്ന് എഴുതി. V 2.24 ലിറ്റർ ആണെന്ന് തന്നിട്ടുണ്ട്. ഡിവൈഡഡ് ബൈ
ആർ ടി, ആറിൻ്റെ വാല്യൂ എന്തെടുക്കണം അവിടെ നമ്മൾ? ആറിൻ്റെ വാല്യൂ എന്തെടുക്കും? ലിറ്റർ ATM, ഇത് ലിറ്ററിലാണ്, ഇത് ATM-ലാണ്. ലിറ്റർ ATM പെർ കെൽവിൻ പെർ മോൾ എന്തായിരുന്നു? 0.082 ഇൻറ്റു 0.082 ഇൻറ്റു ടെമ്പറേച്ചർ 273 കെൽവിൻ. വാട്ട് വിൽ ബി ദ ആൻസർ? ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട റിക്വയർഡ് ആൻസർ കിട്ടും. ഇതെന്ത് കിട്ടും? 190 ഇൻറ്റു 2.24 ഡിവൈഡഡ് ബൈ 760 ഇൻറ്റു 0.0821 ഇൻറ്റു 273. ഇതാണ് ചെയ്യേണ്ടത്. ഞാനിതിൻ്റെ കാൽക്കുലേഷൻ ചെയ്ത് സമയം പോയതിന് പകരം നിങ്ങൾ ഒരാൾ കണ്ടുപിടിച്ച് ഉത്തരം പറഞ്ഞാൽ അത് ശരിയാണോ അല്ലേ എന്ന് നോക്കാം. ഓക്കെ, പെട്ടെന്ന് കാൽക്കുലേഷൻ ചെയ്തിട്ട് ഇതിൻ്റെ ആൻസറിലേക്ക് ഫാസ്റ്റായിട്ട് വരും. ആർക്കാണ് ഇതിൻ്റെ ആൻസർ കിട്ടും നോക്കട്ടെ. ആ ആൻസർ ആയിരിക്കും നമ്മുടെ കറസ്പോണ്ടിങ് ഇവിടുത്തെ ആൻസർ അല്ലേ? അപ്പോൾ എത്ര മോൾസ് പോയിട്ടുണ്ട് എന്ന് നമുക്ക് N-ൻ്റെ വാല്യൂ കിട്ടും. അപ്പോൾ ഒരാളെങ്കിലും ആ കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യണം? എത്രയും പെട്ടെന്ന് ആരാണ് ആ കാൽക്കുലേറ്റ് ചെയ്തിട്ട് അതിൻ്റെ ഉത്തരം കിട്ടുന്നത് നോക്കട്ടെ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാൻ പറ്റുള്ളൂ. ഞാനിതിൻ്റെ ഉത്തരം ചെയ്യാം. അല്ല, നിങ്ങൾ ഉത്തരം ചെയ്തിട്ട് എന്നോട് പറയൂ. ഇത്രയും നേരം ഞാൻ കാൽക്കുലേറ്റ് ചെയ്യുന്നതിനേക്കാൾ നല്ലത് നിങ്ങൾ ഉത്തരം ചെയ്ത് പറയുന്നല്ലേ. എത്രയാണ് ഉത്തരം കിട്ടേണ്ടത് എന്ന് പറയും. അപ്പോൾ ഞാനിതിൽ ഇവിടെ കറക്റ്റ് അത് മാർക്ക് ചെയ്യാം. ഓക്കെ, ഓക്കെ ആണോ? അതിൻ്റെ ഉത്തരം ഒരാളെങ്കിലും ടൈപ്പ് ചെയ്യണം. ആ സമയം കൊണ്ട് ഞാൻ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോട്ടെ. എ എന്ന ഓപ്ഷൻ ഒരാൾ പറയുന്നുണ്ട്, ടീച്ച് ഇൻ ഇംഗ്ലീഷ്. ഐ തിങ്ക് ദ കൺവീനിയൻറ്റ് വേ ഓഫ് ടീച്ചിങ് ഹിയർ ഈസ് മലയാളം. ആക്ച്വലി ദിസ് ഇസ് എ കോംബി റൂം, നോട്ട് ആക്ച്വലി എ ടോട്ടൽ lecture class. Anyway, you read the question and try to understand the topics, and whenever I write the terms, you may be getting the way of dealing the question. Fine, Mr. Firdaus Anju. Fine. അടുത്ത ക്വസ്റ്റ്യൻ ആൻസർ ഒരാൾ പറയുന്നു എ ആണെന്ന്. ഞാനതിന്ന് കാൽക്കുലേറ്ററിൽ ചെയ്ത് നോക്കിയിട്ട് ഉത്തരം എന്താ കിട്ടുന്നത് നോക്കട്ടെ. ആൻസർ ആർക്കെങ്കിലും കിട്ടിയോ? ആൻസർ കിട്ടിയോ? ഞാൻ ചെയ്യണമെന്നാണ് പറയുന്നത്. ആ സമയം അതിൻ്റെ ആൻസർ നമുക്ക് ലാസ്റ്റ് ഡിസ്കസ് ചെയ്യാം. അതിൻ്റെ ആൻസർ കിട്ടേണ്ടത് 0.025 എന്നാണ്. ഫൈൻ, ഈ സാധനം സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് 0.025 എന്ന് തന്നെ കിട്ടും. ഓക്കെ ആണോ? നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോവാം. ഈ ക്വസ്റ്റ്യൻ ഇതെന്തായാലും പെട്ടെന്ന് എല്ലാവരും ആൻസർ ചെയ്യുന്ന ക്വസ്റ്റ്യൻ. The minimum pressure required to compress 600 decimeter cube of a gas at 1 bar to 150 decimeter cube at 40 degrees Celsius is. At 40 degrees Celsius എന്ന് പറയുമ്പോൾ അവിടെ ടെമ്പറേച്ചർ കോൺസ്റ്റൻ്റ് ആണ്. ഒരു സാധനത്തിൻ്റെ പ്രഷർ 600 ഡെസിമീറ്റർ ക്യൂബിൽ നിന്നും 150 ഡെസിമീറ്റർ ക്യൂബിലേക്ക് മാറ്റണം. അപ്പോൾ പ്രഷർ എന്ത് ചേഞ്ച് ആവും? പ്രഷർ ആൻഡ് വോളിയം റിലേഷൻ. ദിസ് ഇസ് എ ഡയറക്റ്റ് ക്വസ്റ്റ്യൻ ഫ്രം ബോയിൽസ് ലോ ആൻഡ് ദിസ് എ പ്രീവിയസ് ഇയർ ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, പറയൂ ഇതിൻ്റെ ആൻസർ പറയൂ. എങ്ങനെ കാണും? P1 V1 ഈസ് ഈക്വൽ ടു P2 V2 അല്ലടാ. ഇവിടെ P1 പ്രഷർ, ആദ്യത്തെ പ്രഷർ 1 ബാർ അല്ലേ? ഉത്തരം ബാറിലാണ് ക്വസ്റ്റ്യൻ തന്നിരിക്കുന്നത്. ഉത്തരം ബാറിൽ തന്നെയാണുള്ളത്. ഇവിടെ വോളിയം ഡെസിമീറ്റർ ക്യൂബിലാണ്, ഇവിടെയും ഡെസിമീറ്റർ ക്യൂബിലാണ്. അപ്പോൾ നോ കൺവേർഷൻസ് ഈസ് റിക്വയർഡ്, ജസ്റ്റ് യു വർക്ക് ഔട്ട് ദ ക്വസ്റ്റ്യൻ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് 1 ഇൻറ്റു 600 ഈസ് ഈക്വൽ ടു P2 ആണ് കാണേണ്ടത് ഇൻറ്റു 150 എന്ന് എഴുതാം. സോ ദ ആൻസർ വിൽ ബി 600 by 150, ദാറ്റ് ഈസ് 4. 4 എന്ന് പറഞ്ഞ് ടൈപ്പ് ചെയ്തു. നേരത്തെ ക്വസ്റ്റ്യൻ നേരത്തെ ക്വസ്റ്റ്യൻ കിട്ടിയോ നിങ്ങൾക്ക്? നേരത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസർ 0.025 ആണ് വരേണ്ടത്.
നിങ്ങൾക്ക് 2.5 അല്ലെങ്കിൽ 0.25 കിട്ടിയിട്ടുണ്ട് എങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾ ചെയ്ത ഡെസിമൽ പോയിന്റ് എവിടെയോ മാറിയിട്ടുണ്ടെന്നാണ്. ഇത് കണ്ടോ, ഇവിടെ ജസ്റ്റ് ഒരു ഹ്യൂജ് കാൽക്കുലേഷൻ. ഒരു ഡെസിമൽ പോയിന്റ് വരുന്ന ഒരു 3 ആളുകളെ അടിയിൽ മൾട്ടിപ്ലൈ ചെയ്യണം, മുകളിൽ 2 ആളുകളെ ഡെസിമൽ പോയിന്റോട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യണം, അതിനെ ഡിവൈഡ് ചെയ്യണം. ആ ഒരു കാര്യം മാത്രം അതൊന്ന് ഫാസ്റ്റ് ആക്കി കഴിഞ്ഞാൽ ദിസ് ഈസ് എ ക്വൈറ്റ് സിമ്പിൾ ക്വസ്റ്റ്യൻ അല്ലേ. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ, അതിൻ്റെ ആൻസർ 4 എന്ന് പലരും പറയുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യൻ ചോദിക്കാം. നേരത്തെ നമ്മൾ പറഞ്ഞ ഈ ക്വസ്റ്റ്യൻ ഏത് ഗ്യാസ് ലോയെ വെച്ചിട്ടുള്ളതാണ് എന്ന് നിങ്ങൾ പറയും. ഈ ക്വസ്റ്റ്യൻ ഏത് ഗ്യാസ് ലോയെ ഇംപ്ലൈ ചെയ്യുന്നതാണ്? ഇൻ വാട്ടർ സാച്ചുറേറ്റഡ് എയർ. ഒരാൾ പറയൂ ഉത്തരം. ഇത് ഏത് ഗ്യാസ് ലോയെ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്? In water saturated air, the mole fraction of water vapor is 0.02 if the total pressure of the saturated air is 1.2 atm. The partial pressure of dry air is. ഇതായത് ടോട്ടൽ പ്രഷർ വാട്ടർ സാച്ചുറേറ്റഡ് ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് എന്താ? ഡ്രൈ ഗ്യാസിൻ്റെ പ്രഷർ പ്ലസ് വാട്ടർ വേപ്പറിൻ്റെ പ്രഷർ അല്ലേ? ഇത് നമ്മുടെ ഏത് ലോ ആണ്? ഓർമ്മയില്ലേ? ഏത് ലോ? യെസ്, ദിസ് ഇസ് ഡാൽട്ടൺസ് പാർഷ്യൽ പ്രഷർ ലോ ആണ്. ഇവിടെ നമുക്ക് എന്ത് തന്നിട്ടുണ്ട്? നമുക്ക് പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ എത്രയാണെന്നാണ് കാണേണ്ടത്. ഓക്കെ, ഇനി പാർഷ്യൽ പ്രഷർ ഓഫ് ഡ്രൈ എയർ കാണണം. നമുക്കറിയാവുന്ന കാര്യം എന്താ? ഒരു ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ കാണണമെങ്കിൽ ടോട്ടൽ പ്രഷർ ഇൻറ്റു അതിൻ്റെ മോൾ ഫ്രാക്ഷൻ ചെയ്യണം. നമുക്ക് തന്നിട്ടുള്ള മോൾ ഫ്രാക്ഷൻ ഏതാണ്? 0.02. ആരുടെ മോൾ ഫ്രാക്ഷനാണ്? വാട്ടർ വേപ്പറിൻ്റെ മോൾ ഫ്രാക്ഷനാണ്. അങ്ങനെയാണെങ്കിൽ ഞാൻ ആദ്യം വാട്ടർ വേപ്പറിൻ്റെ വാട്ടർ വേപ്പർ കാണണം. വാട്ടർ വേപ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? പി ടോട്ടൽ ഇൻറ്റു എക്സ് ഓഫ് വാട്ടർ വേപ്പർ അല്ലേ? വാട്ടർ വേപ്പറിൻ്റെ മോൾ ഫ്രാക്ഷൻ ഇൻറ്റു ടോട്ടൽ പ്രഷർ ചെയ്താലാണ് നമുക്കത് കിട്ടുക. അങ്ങനെയാണെങ്കിൽ തന്നിട്ടുള്ള സാധനങ്ങൾ എന്തൊക്കെ? 1.2 ആണ് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ 0.02 ആണ്. അപ്പം എനിക്കതിൻ്റെ പ്രഷർ കിട്ടും. 1.2 ഇൻറ്റു 0.02 എന്ന് പറഞ്ഞാൽ 2.4ന് 2 ഡെസിമൽ പോയിന്റ് എന്ന് പറഞ്ഞാൽ 0.024 ആയിരിക്കും. 0.024 അപ്പോൾ അതാണ് എന്ത് വാട്ടർ വേപ്പറിൻ്റെ പാർഷ്യൽ പ്രഷർ. ഞാൻ ഓൾറെഡി പറഞ്ഞു ടോട്ടൽ പ്രഷർ എന്ന് പറയുന്നത് ഡ്രൈ ഗ്യാസിൻ്റെ വേപ്പർ പ്രഷർ പ്ലസ് വാട്ടർ വേപ്പറിൻ്റെ പ്രഷറാണ്. ടോട്ടൽ പ്രഷർ 1.2 ആണ്. അത് 0.024നോട് എന്തോ ഒരു സാധനം കൂട്ടിയതാണ്. ഇതാണ് നമുക്ക് കാണേണ്ടത്. അപ്പോൾ അതിന് നമ്മൾ 1.2 എന്നും 0.024 മൈനസ് ചെയ്യും. നമുക്ക് എന്ത് കിട്ടും? 1.17 അറൗണ്ട് കിട്ടും. അങ്ങനെ ഒരു ആൻസർ ഇതിലുണ്ടോ? യെസ്, 1.17 ആൻസർ ഉണ്ട്. 1.76 ആണോ? 1.2ൽ നിന്നും 0.024 മൈനസ് ചെയ്യണം. 0.024 മൈനസ് ചെയ്യുന്ന സമയത്ത് ഒരിക്കലും അതിനും വലിയ വാല്യൂ കിട്ടില്ലല്ലോ, അതിനും കുറഞ്ഞ വാല്യൂ അല്ലേ കിട്ടുക? നന്ദന. അപ്പോൾ ആൻസർ എന്ത് വരും? 1.17 ആയിരിക്കും ഇതിൻ്റെ ആൻസർ. യെസ്, 1.17 ഒരാൾക്കെങ്കിലും കിട്ടി. ഫൈൻ. ഓക്കെ ആണോ? അപ്പോൾ നമ്മൾ എന്ത് പറയണം? ഇൻഡിവിജ്വൽ ഗ്യാസസിൻ്റെ പ്രഷറിനെ കൂട്ടിയതാണ് ടോട്ടൽ പ്രഷർ. ആ ഇൻഡിവിജ്വൽ ഗ്യാസിൻ്റെ പാർഷ്യൽ പ്രഷർ എന്ന് പറയുന്നത് ടോട്ടൽ പ്രഷർ ഇൻറ്റു മോൾ ഫ്രാക്ഷൻ ഓഫ് ദാറ്റ് ഗ്യാസ് ആണ്. അപ്പോൾ നമുക്ക് തന്നിട്ടുള്ള വാല്യൂ ഇതായതുകൊണ്ട് നമ്മൾ ആദ്യം അത് കണ്ടുപിടിച്ചിട്ട് അതിൽ നിന്നും ഡാൽട്ടൺസ് ലോ വെച്ചിട്ട് മറ്റേത് കണ്ടുപിടിക്കും. അത്ര പണിയുള്ളൂ. ഓക്കെ ഫൈൻ, ദാറ്റ് ഇസ് ഓൾസോ എ സിമ്പിൾ ക്വസ്റ്റ്യൻ ഐ തിങ്ക്. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം. അടുത്ത ക്വസ്റ്റ്യൻ പെട്ടെന്ന് വരട്ടെ, പെട്ടെന്ന് ആൻസേഴ്സ് വരട്ടെ. എല്ലാവരും എന്തൊന്ന് ഉറങ്ങി നിൽക്കുന്നത്? മഴ പെയ്തിട്ടാണോ? A gas at 350 Kelvin and 15 bar has molar volume 20% smaller than that for an ideal gas under same condition. The correct option about compressibility factor. ഇത് നമ്മൾ പറയേണ്ട ഒരു കാര്യമാണ്. കംപ്രസിബിലിറ്റി ഫാക്ടർ നിങ്ങൾക്കറിയാം. കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ Z എന്ന വാല്യൂ എന്താണ്? ദാറ്റ്സ് ഈക്വൽ ടു PV/RT ആണല്ലേ? നിങ്ങൾക്കറിയില്ലേ? ഈ ഒരു സാധനത്തിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് എന്ത്? കംപ്രസിബിലിറ്റി ഫാക്ടർ. ഈ കംപ്രസിബിലിറ്റി ഫാക്ടറിൻ്റെ വാല്യൂ 1 വരുന്നത് ആർക്കാണ്? ദിസ് ഈസ് ഫോർ എൻ ഐഡിയൽ ഗ്യാസ്.
ഒരു ഐഡിയൽ ഗ്യാസിൻ്റെ കംപ്രസിബിലിറ്റി ഫാക്ടർ എപ്പോഴും 1 ആയിരിക്കും. അപ്പോൾ ഞാൻ പറഞ്ഞു നോ ഗ്യാസസ് ആർ ഐഡിയൽ. ആക്ച്വലി ഐഡിയൽ എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ ഓൾ റിയൽ ഗ്യാസസ് ആർ നോട്ട് ഐഡിയൽ. അപ്പോൾ അതിൻ്റെ Z വാല്യൂ 1 ആയിരിക്കില്ല. ഓക്കെ ആണോ? ഇനി ഇതിൽ പറയുന്നത് എന്താ, 350 കെൽവിൻ ആൻഡ് 15 ബാറിലുള്ള ഒരു ഗ്യാസിന് അതേ കണ്ടീഷനിലുള്ള ഐഡിയൽ ഗ്യാസിനേക്കാൾ വോളിയം 20% കുറവാണ്. ഇനി ഓപ്ഷനിലേക്ക് നോക്കൂ, സെഡിൻ്റെ വാല്യൂ 1നേക്കാൾ കൂടുതലാണോ കുറവാണോ എന്ന് ചോദിക്കുന്നു. അതേപോലെ തന്നെ അതിലെ ഫോഴ്സസ് എങ്ങനെ ആയിരിക്കും എന്നും ചോദിക്കുന്നു. ഇതിൻ്റെ ആൻസർ, ഇത് ഒരു പ്രീവിയസ് ഇയർ നീറ്റിന് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. ഇത് നമ്മളെങ്ങനെ കാണും? എടാ PV/RT അല്ലേ ഈ Z, ഇതൊരു ഐഡിയൽ ഗ്യാസ് ആയിരുന്നെങ്കിൽ PV/RT ആണ് വേണ്ടത്. അതിൽ P ആണ് നമ്മൾ പറഞ്ഞത് 15 ബാർ പ്രഷർ, അതേപോലെ ടെമ്പറേച്ചർ ആണ് 350 കെൽവിൻ. ഇതേ സാധനത്തിന് ഇതൊരു ഐഡിയൽ ഗ്യാസ് ആയിരുന്നെങ്കിലാണ് ആ സമയത്ത് ഒരു റിയൽ ഗ്യാസിന് ഈ കണ്ടീഷനിൽ അതിൻ്റെ വോളിയം 20% കുറവാണെന്നാണ് ക്വസ്റ്റ്യൻ പറയുന്നത്. വോളിയം കുറഞ്ഞു കഴിഞ്ഞാൽ Z-ൻ്റെ വാല്യൂ കുറയുകയാണോ കൂടുകയാണോ ചെയ്യുക? എന്താ ചെയ്യുക? Z-ൻ്റെ വാല്യൂ സ്വാഭാവികമായിട്ടും കുറയും. അപ്പോൾ Z ലെസ് ദാൻ 1 ആയിരിക്കും നമ്മുടെ ആൻസർ. Z ലെസ് ദാൻ 1 ആയിരിക്കും. നമ്മൾ Z കാണാനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ ഈ വാല്യൂകൾക്കൊന്നും വലിയ പ്രസക്തി ഇല്ല. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് നമുക്ക് Z-ൻ്റെ വാല്യൂവിൻ്റെ ഇക്വേഷൻ അറിയാമോ, അതിൽ നിന്നും റിയൽ ഗ്യാസും ഐഡിയൽ ഗ്യാസും തമ്മിൽ എങ്ങനെ ഡിഫറൻ്റ് ആയിരിക്കുമെന്ന് അറിയാമോ എന്നുള്ളതാണ് ചോദ്യം. ഇനി ചോദ്യം, ഐഡിയൽ ഗ്യാസിനേക്കാൾ വോളിയം കുറവാണ് എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് സംഭവിച്ചു? നമ്മൾ ഓൾറെഡി പറഞ്ഞു, വാൻ ഡെർ വാൽസ് കറക്റ്റ് ചെയ്തപ്പോൾ V-NB എന്നിട്ടിരുന്നു. ഇതിൻ്റെ കാരണം എന്തായിരുന്നു? വോളിയം ഓഫ് ഇൻഡിവിജ്വൽ മോളിക്യൂൾസിനെ കുറച്ചിട്ട് വേണം ഗ്യാസിൻ്റെ വോളിയം കാണാൻ. അപ്പോൾ ഐഡിയൽ ഗ്യാസിനേക്കാൾ ഇവിടെ വോളിയം കുറഞ്ഞു. അപ്പോൾ അതിനർത്ഥം അത് തമ്മിൽ ആ മോളിക്യൂൾസിൻ്റെ വോളിയത്തിന് സിഗ്നിഫിക്കൻസ് ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും ആ മോളിക്യൂൾസ് അടുത്തടുത്തായിരിക്കില്ലേ? അപ്പോൾ നമ്മൾ പറഞ്ഞ രണ്ടാമത്തെ പോസ്റ്റുലേറ്റ്, ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിൽ നിന്നും റിയൽ ഗ്യാസ് ഡീവിയേറ്റ് ചെയ്യാൻ കാരണമായ മറ്റൊരു പോയിന്റ് എന്തായിരുന്നു? ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ. സ്വാഭാവികമായിട്ടും ഗ്യാസ് വോളിയം കുറഞ്ഞിട്ടുണ്ട് എങ്കിൽ അവിടെ നമ്മൾ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയിട്ടുണ്ടാവില്ലേ? അങ്ങനെയാണെങ്കിൽ അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ഡോമിനൻ്റ് എന്ന് പറയാം. സോ ദ ആൻസർ വിൽ ബി Z ലെസ് ദാൻ 1 ആൻഡ് അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ഡോമിനൻ്റ്. അതാണ് ക്വസ്റ്റ്യൻ്റെ ആകെത്തുക. ഓക്കെ. അപ്പോൾ കംപ്രസിബിലിറ്റി ഫാക്ടർ Z is equal to PV/RT. ദാറ്റ് ഈസ് an ഐഡിയൽ ഗ്യാസ്. അതിന് Z is equal to 1 for an ideal gas. For real gases Z varies. Z may be greater than 1 or less than 1. ഇവിടുത്തെ കേസിൽ വോളിയം കുറഞ്ഞത് കൊണ്ട് Z ലെസ് ദാൻ 1 ആണ്. വോളിയം കുറയുന്ന കേസിൽ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ കൂടിയിട്ടുണ്ട്. അപ്പോൾ ഇന്റർമോളിക്കുലർ അട്രാക്റ്റീവ് ഫോഴ്സസ് ആണ് ആക്ട് ചെയ്യുക. അതുകൊണ്ട് തന്നെ അട്രാക്റ്റീവ് ഫോഴ്സസ് ആർ ഡോമിനൻറ്റ്. ഓക്കെ, we are moving to the next question. എടാ ഇതാണ് ആ ചോദ്യം. ഈ ചോദ്യത്തിൻ്റെ ആൻസർ ഫസ്റ്റ് ചെയ്യുന്ന ആൾക്ക് ഇന്നൊരു സ്പെഷ്യൽ മെൻഷൻ ഉണ്ട്, ഒരു സ്പെഷ്യൽ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഷുവർ, ഒരു ഡോപ്പ ഗിഫ്റ്റ് ഉണ്ടായിരിക്കും. ഈ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഫസ്റ്റ് കമൻറ്റ് ബോക്സിൽ ഞാൻ ചെയ്ത് തീർക്കുന്നതിന് മുന്നേ ആദ്യമായിട്ട് പറയുന്നേക്കാം. ഫൈൻ. ഇതിൻ്റെ ആൻസർ പറയൂ. ഇതെങ്ങനെ ചെയ്യും? ഞാൻ ഏതായാലും ഈ ക്വസ്റ്റ്യൻ വായിച്ചിട്ട് ഇതിൻ്റെ ആൻസർ ചെയ്യാൻ വേണ്ടി തുടങ്ങുകയാണ്. നിങ്ങൾ എന്തായാലും എന്നോടൊപ്പം ചെയ്യാൻ ശ്രമിക്കൂ, എൻ്റെ മുന്നേ ചെയ്യൂ, എന്നിട്ട് ആദ്യം കമൻറ്റ് ബോക്സിൽ ഉത്തരം പറയണം. ഓക്കെ. 32 grams of oxygen and 3 grams of hydrogen are mixed and kept in a vessel to 760 mm pressure and 0 degrees Celsius. The total volume occupied by the mixture will be nearly എന്നാണ് ചോദ്യം. ശരിക്കും പറഞ്ഞാൽ ഭയങ്കര സിമ്പിളായിട്ടൊരു ക്വസ്റ്റ്യൻ ആണ്. നിങ്ങൾ അതിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യുന്നു എന്നതിനനുസരിച്ചിരിക്കും. വോളിയം ഒക്യുപ്പൈഡ് ബൈ ദ ഗ്യാസ് ചോദിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഞാൻ PV=nRT എന്ന ഇക്വേഷൻ എടുക്കും. വോളിയമാണ് ചോദിച്ചത്, അതുകൊണ്ട് ഞാൻ nRT/P എടുക്കും. അങ്ങനെയാണ് ഞാനിത് ചെയ്യുക. അപ്പോൾ N = നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഫസ്റ്റ് ഒരു ക്വസ്റ്റ്യനിൽ പറഞ്ഞു 2 ഗ്യാസുകൾ ഉണ്ടെങ്കിൽ 2ൻ്റെയും നമ്പർ ഓഫ് മോൾസിനെ ആഡ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം N കണ്ടുപിടിക്കണം, എന്നിട്ടാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. ആൻഡ് R നമുക്കറിയാം, ഏത് വാല്യൂ ആണ് എടുക്കേണ്ടത് നമുക്കറിയാം. P നമുക്കറിയാം. T ടെമ്പറേച്ചർ ഓൾറെഡി തന്നിട്ടുണ്ട്. അപ്പോൾ അത് അങ്ങനെ ഈ ക്വസ്റ്റ്യൻ ചെയ്യാൻ പറ്റും. ആരെങ്കിലും കമൻറ്റ് ബോക്സിൽ അതിൻ്റെ ഉത്തരം ചെയ്യുന്നുണ്ടോ? ആരും ചെയ്യുന്നില്ലേ? എന്ത് പറ്റി? പോരാ, സ്പീഡ് ഔട്ട്. അപ്പോൾ ഞാനിതിൻ്റെ N വാല്യൂ കാണുമ്പോൾ 32 gram ഓക്സിജൻ ആണെങ്കിൽ 32 എന്ന് പറഞ്ഞാൽ അത് 1 മോളാണ്. 3 gram ഹൈഡ്രജൻ ആണെങ്കിൽ അത് 1.5 മോളാണ്. അപ്പോൾ ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എന്ന് പറയുന്നത് 2.5 ആണ്. ആർക്കും ഡൗട്ട് ഉണ്ടോ?
2.5 എവിടെ വരിക? 2.5 ആണ് n വരുന്നത്. 2.5 n വരും ഇൻറ്റു ആറിന് ഞാൻ 0.0821 തന്നെ കൊടുത്തു. ടെമ്പറേച്ചർ 273 കെൽവിനാണ്. ആൻഡ് പ്രഷർ എന്ന് പറയുന്നത് 760 mmHg എന്ന് പറഞ്ഞാൽ 1 atm എന്നാണ് എനിക്കറിയാം. atmലേക്ക് മാറ്റിയപ്പോൾ കെൽവിൻ ആയപ്പോൾ വോളിയം ഞാൻ ലിറ്ററിലാണ് കാണുന്നത്. ആൻസേഴ്സ് ഇരിക്കുന്നത് ലിറ്ററിലാണ്. അപ്പോൾ ഞാൻ വോളിയം ലിറ്റർ തന്നെ കാണും. അപ്പോൾ ഞാൻ അതിൻ്റെ ആർ വാല്യൂ ഞാൻ എന്തെടുത്തു? ലിറ്റർ atm per Kelvin per mole ആയിട്ടുള്ള 0.0821 എടുത്തു. ഓപ്ഷനിൽ എന്ത് ചോദിക്കുന്നോ, ക്വസ്റ്റ്യനിൽ എന്ത് തന്നിരിക്കുന്നോ അതിനനുസരിച്ച് നമുക്ക് ആൾട്ടർ ചെയ്തിട്ട് ഓപ്ഷനിൽ കറക്റ്റ് ആൻസറിലേക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഓക്കെ, ഒരാൾ അസ്ന ഷെറിൻ പറയുന്നു ആൻസർ ഇസ് 3. നോക്കാം, ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വേണ്ട ആൻസർ കിട്ടും. ഇതിനെ സോൾവ് ചെയ്ത് കഴിഞ്ഞാൽ ആൻസർ കിട്ടും. വേറെയും ആളുകൾ ചെയ്ത് നോക്കൂ. അതെ ആളുകൾ പറയുന്നു, മറിയം ആൻസർ പറയുന്നു, നന്ദൻ ആൻസർ പറയുന്നു 56 എന്ന്. 56 ഈസ് ഓപ്ഷൻ സി. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഉത്തരം, ഇത് ചെയ്ത് കഴിഞ്ഞാൽ കിട്ടുന്ന ഉത്തരം ആക്ച്വലി 56 തന്നെയാണ്. വെരി ഗുഡ്. അപ്പോൾ ഇതിൽ ആർക്കാണ് ഫസ്റ്റ് കൊടുക്കുക? ഫസ്റ്റ് മറിയമാണെന്ന് തോന്നുന്നു. എൻ്റെ ചാറ്റ് ബോക്സിൽ കാണുന്നത് മറിയത്തിനാണ് ഫസ്റ്റ് ആൻസർ കിട്ടിയിരിക്കുന്നത്. മറിയം മേ കോൺടാക്ട് അവർ ഓഫീസ് ഫോർ ദ ഗിഫ്റ്റ്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ സാധനം ഞാനിതിനെ സോൾവ് ചെയ്യാതെ ഞാൻ പറഞ്ഞു ഇതിന് 56 ലിറ്റർ ആയിരിക്കും കിട്ടുക. അപ്പോൾ അതെങ്ങനെയാണ് ഞാൻ പറഞ്ഞത്? അതാണ് ഞാൻ പറഞ്ഞത്, ഈ സാധനം നിങ്ങൾക്ക് പരിചയമുണ്ടോ? 760 mm പ്രഷർ എന്ന് പറഞ്ഞാൽ 1 atm ആണ്, നിങ്ങൾക്ക് അറിയില്ലേ? അതേപോലെ 0 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറഞ്ഞാൽ 273 കെൽവിൻ ആണെന്ന് അറിയില്ലേ? 1 atm 273 കെൽവിൻ എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെന്ന് നിങ്ങൾക്ക് അറിയില്ലേ? സ്റ്റാൻഡേർഡ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണ് എങ്കിൽ നമ്മൾ പറഞ്ഞു എനി ഗ്യാസ് ഒക്യുപ്പൈസ് വിച്ച് എത്ര എമൗണ്ട്? 22.4 ലിറ്റർ അല്ലേ? 1 mole ഓഫ് എനി ഗ്യാസ് ഒക്യുപ്പൈസ് 22.4 ലിറ്റർ. നമുക്ക് എന്താണ് കിട്ടിയത്? നമുക്ക് എത്ര മോൾ ഉണ്ടായിരുന്നു? 2.5 മോൾ ഉണ്ടായിരുന്നു. 22.4 ഇൻറ്റു 2.5 ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ആൻസർ കിട്ടുക 56 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെ ആൻസർ നിങ്ങൾക്ക് അങ്ങനെയും ചെയ്യാം. ഞാനതാ പറഞ്ഞത്, പെട്ടെന്ന് ചെയ്ത് കഴിഞ്ഞ ആൾക്ക് വേണമെങ്കിൽ ഓപ്ഷൻ ഉത്തരം കമൻറ്റ് ബോക്സിൽ പറയാം. അതൊരു സിമ്പിൾ വേ ആണ്. നമുക്ക് തന്നിരിക്കുന്ന ചോദ്യത്തിൽ STP കണ്ടീഷൻസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. STP കണ്ടീഷൻസ് നമുക്ക് ഓൾറെഡി നോൺ ആണ്. 1 mole ഓഫ് എനി മിക്സർ ഓഫ് ഗ്യാസ് ആണ്. 1 mole ഉണ്ടെങ്കിൽ അത് 22.4 ലിറ്റർ ആയിരിക്കും. അങ്ങനെയാണെങ്കിൽ 2.5 mole ഉണ്ടെങ്കിൽ അത് 22.4 ഇൻറ്റു 2.5 അഥവാ 56 ലിറ്റർ ആയിരിക്കും. സോ ദിസ് ഈസ് എ ഗുഡ് ക്വസ്റ്റ്യൻ ആൻഡ് ദിസ് ഈസ് ഫ്രം എ പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ. ഫൈൻ, മനസ്സിലായോ? റെഡിയാണോ? ഉത്തരം ചെയ്യുന്നതിൻ്റെ സ്പീഡ് പോരല്ലോ ആളുകൾ ആരും. ഓക്കെ, ഫൈൻ. ഇനി അടുത്തത് 1.6 gram O2 and 0.1 gram H2 are placed in 1.1 liter flask at 0 degree Celsius. Then the total pressure of the gas mixture is. ഇത് സെയിം ടൈപ്പ് ഓഫ് ക്വസ്റ്റ്യൻ ആണ്. ഇതിന് നമ്മൾ എന്താണ് അപ്ലൈ ചെയ്യുക? ഇക്വേഷൻ എന്താ അപ്ലൈ ചെയ്യുക? P is equal to nRT/V തന്നെ ചെയ്യണം. Nൻ്റെ വാല്യൂ 1.6/32 പ്ലസ് 0.1/2 ഇൻറ്റു ആറിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു, 273 ചെയ്യുന്നു, ഡിവൈഡഡ് ബൈ എത്ര ചെയ്യും? 1.112 ലിറ്റർ ചെയ്യണം. 1.12 ലിറ്റർ അല്ലേ? ഇത് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ഉത്തരം കിട്ടും. നിങ്ങൾ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ ആൻസർ പറയുക. കാരണം നമുക്കൊരു ഡിഫറൻറ്റ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാനുള്ളത് കൊണ്ട് നമ്മൾ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാണ്. ഇതിൻ്റെ ആൻസർ ഒരാൾ അവിടെ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ, കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ആൻസർ എന്ത് വരും എന്നുള്ളത് നമുക്ക് റിവ്യൂ ചെയ്യാം. റിവ്യൂ ചെയ്യുന്ന സമയത്ത് ഇതിൻ്റെ ആൻസർ, ഫൈനൽ ആൻസർ എന്താണെന്ന് നോക്കാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്രയും പെട്ടെന്ന് പോകണം. കാരണം നമുക്ക് വേറെയും 1-2 ക്വസ്റ്റ്യൻസ് ഡിസ്കസ് ചെയ്യാനുണ്ട്. അതുകൊണ്ടാണ് സമയം 10:53 സ്പീഡ്. എ ഗ്യാസ് ലൈക്ക് സച്ച് എസ് കാർബൺ മോണോക്സൈഡ് വുഡ് ബി മോസ്റ്റ് ലൈക്ലി ടു ഒബേ ഐഡിയൽ ഗ്യാസ് ലോ അറ്റ്. കാർബൺ മോണോക്സൈഡ് പോലുള്ളൊരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ലോ ബിഹേവിയർ ചെയ്യണമെങ്കിൽ നമ്മൾ ഓൾറെഡി പറഞ്ഞ കാര്യമാണ്. ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ ചെയ്യണമെങ്കിൽ എന്ത് സംഭവിക്കണം? നമ്മൾ പറഞ്ഞ ആ 2 പോസ്റ്റുലേറ്റ് തെറ്റരുത്. നമ്മൾക്ക് തെറ്റിപ്പോയ 2 പോസ്റ്റുലേറ്റ്സ് എന്തൊക്കെ? ആ മോളിക്യൂൾസ് നമ്മൾ അട്രാക്ഷണൽ ഫോഴ്സ് ഉണ്ട് എന്നുള്ളതും അതേപോലെ തന്നെ ആ മോളിക്യൂൾസിൻ്റെ വോളിയം കൺസിഡർ ചെയ്യണം എന്നുള്ളതും. ഗ്യാസ് മോളിക്യൂൾസിൻ്റെ വോളിയത്തിൻ്റെയും ഫോഴ്സ് ഓഫ് അട്രാക്ഷനെയും തമ്മിലുള്ള സാധനങ്ങൾ കൺസിഡർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് സംഭവിക്കുന്നത്? ആ റിയൽ ഗ്യാസ് ബിഹേവിയർ അഥവാ ഐഡിയൽ ഗ്യാസിൽ നിന്നും ഡീവിയേറ്റ് ചെയ്യുന്നത് നമുക്കറിയാം.
ഇവിടെ കാർബൺ മോണോക്സൈഡ് പോലൊരു ഗ്യാസ് ഐഡിയൽ ഗ്യാസ് ബിഹേവിയറിലേക്ക് അടുക്കണമെങ്കിൽ അപ്പോൾ എന്ത് സംഭവിക്കണം? യെസ് ഷുവർ, അതിൻ്റെ ടെമ്പറേച്ചർ വെരി ഹൈ ആയിരിക്കണം. അതേപോലെ പ്രഷർ ലോ ആയിരിക്കണം. ലോ പ്രഷറും ഹൈ ടെമ്പറേച്ചറും ആണെങ്കിൽ റാൻഡം മോഷൻ നടക്കും. അതിൻ്റെ വോളിയം ഇൻഡെഫിനിറ്റ് ആയിട്ട് ഇൻക്രീസ് ചെയ്യുന്ന സമയത്ത് അതിന് ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കാനുള്ള ടെൻഡൻസി കൂടും. ഓക്കെ, ഹൈ ടെമ്പറേച്ചറും ലോ പ്രഷറും ആയിരിക്കണം ഐഡിയൽ ഗ്യാസ് ബിഹേവിയർ കാണിക്കണമെങ്കിൽ ഗ്യാസുകൾ ഒബേ ചെയ്യേണ്ടത്. അങ്ങനെയാണെങ്കിൽ അതിൻ്റെ ഓപ്ഷൻ ഏതാ? ഹൈ ടെമ്പറേച്ചർ ലോ പ്രഷർ, ഓപ്ഷൻ എ. യെസ്, fine. Okay. Then next question is, in between question the answer, someone please update me about this question's answer. Just solve this and find the answer. Okay, then the next question, here comes our next question. Equal masses of hydrogen, oxygen and methane have been taken in a container of volume V at temperature 27 degrees Celsius in ideal conditions. The ratio of the volume of gases H2O2 and CH4 would be. Yeah, come on. ഇതിന്റെ ആൻസർ പറയൂ. ഒരേ സെയിം മാസ് ആണ് എടുത്തിട്ടുള്ളത്. വി ഹാവ് ടേക്കൺ സെയിം മാസ്. ഹൈഡ്രജനും ഓക്സിജനും മീത്തേനും ഒരേ മാസ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ലെറ്റ് മീ ടേക്ക് ദിസ് മാസ് ആസ് എക്സ്. സെയിം കണ്ടീഷൻസ് ഓഫ് ടെമ്പറേച്ചർ ആൻഡ് പ്രഷർ ആണെങ്കിൽ വോളിയം ഓഫ് എ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ വാട്ട്? നമ്മൾ ഓൾറെഡി പറഞ്ഞു, ദാറ്റ് വാസ് അവോഗാഡ്രോസ് ലോ. വോളിയം ഓഫ് ദ ഗ്യാസ് ഡിപ്പെൻഡ്സ് ഓൺ ഓൺലി ഓൺ നമ്പർ ഓഫ് മോൾസ്. Only depends on number of moles. അങ്ങനെയാണെങ്കിൽ നമ്പർ ഓഫ് മോൾസ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ വോളിയത്തിൻ്റെ റേഷ്യോ കിട്ടില്ലേ? വി ജസ്റ്റ് ഫൈൻഡ് ദ നമ്പർ ഓഫ് മോൾസ് ആൻഡ് വി ഗെറ്റ് ദ വോളിയം റേഷ്യോ. അങ്ങനെയാണെങ്കിൽ ഈക്വൽ മാസസ് ഓഫ് ഹൈഡ്രജൻ, ഓക്സിജൻ ആൻഡ് മീത്തേൻ എന്നാണ് പറഞ്ഞിട്ടുള്ളത്. ഞാൻ ചോദിക്കട്ടെ, ഇഫ് ദിസ് വാസ് ഈക്വൽ മോൾസ് ഓഫ് ഡിഫറെൻറ്റ് ഗ്യാസസ് ഹാവ് ടേക്കൺ അറ്റ് സെയിം കണ്ടീഷൻസ് ആണെങ്കിൽ ദ റേഷ്യോ ഓഫ് ദർ വോളിയം വിൽ ബി വാട്ട്? അങ്ങനെയാണെങ്കിൽ ഈക്വൽ മോളാണ് എടുത്തതെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡിഫറെൻറ്റ് ഗ്യാസസ് ആണ്, ഹൈഡ്രജനും ഓക്സിജനും മീത്തേനുമാണ്. വാട്ട് വിൽ ബി ദ വോളിയം ഓഫ് ദർ വോളിയം? ദ റേഷ്യോ ഓഫ് ദർ വോളിയം വിൽ ബി, യെസ്, വോളിയം വിൽ ബി 1:1:1. ബട്ട് ഹിയർ ഈക്വൽ മാസസ് ആണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ മോൾസിൽ ഡിഫറൻസ് ഉണ്ടാകും, കാരണം എല്ലാത്തിൻ്റെയും മോളിക്കുലാർ മാസ് ആർ ഡിഫറെൻറ്റ് അല്ലേ? ആരുടെ ആൻസർ ടൈപ്പ് ചെയ്യുന്നുണ്ട്? ഇതിൻ്റെ ആൻസർ നമുക്ക് നോക്കാം. അപ്പോൾ നമുക്ക് നമ്പർ ഓഫ് മോൾസിൻ്റെ പ്രൊപ്പോർഷനാണ് നമുക്കറിയാം. അപ്പോൾ വോളിയത്തിൻ്റെ റേഷ്യോ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ അതിൻ്റെ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ കണ്ടാൽ മതി. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എക്സ് മോളാണ് എടുത്തത്. എക്സ് ബൈ എത്ര മോൾ ഹൈഡ്രജൻ ഉണ്ടാവും? എക്സ് ബൈ 2 ഈസ് ടു എത്ര മോൾ ഓക്സിജൻ? എക്സ് ബൈ 32 ഈസ് ടു മീതേൻ എക്സ് ബൈ CH4 അല്ലേ മീതേൻ? 12 + 4 16. ഇതാണ് അതിൻ്റെ റേഷ്യോ. എക്സ് ഒക്കെ സെയിം ആണ്, കട്ട് ചെയ്ത് ഒഴിവാക്കുന്നു. ഇനി ഇതിൻ്റെ റേഷ്യോ നമ്മൾ കോമൺ ആക്കാൻ വേണ്ടി ജസ്റ്റ് ഐ മൾട്ടിപ്ലൈ വിത്ത് 32. 32/2 ഈസ് ടു 32/32 ഈസ് ടു 32/16. So the answer will be 16:1:2. And the answer is C. Yes, already yes. ഒരുപാട് ആളുകൾ കുറേ ആളുകൾ ആൻസർ പറഞ്ഞു. വെരി ഗുഡ്. സോ ഞാൻ ആൾറെഡി പറഞ്ഞു, നമ്പർ ഓഫ് മോൾസ് വാസ് സെയിം, ദ റേഷ്യോ ഓഫ് ദ വോളിയം വിൽ ബി ഈക്വൽ. ബട്ട് ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന മാസുകളാണ് സെയിം. സോ ദ വോളിയം ഒക്യുപ്പൈഡ് വിൽ ബി ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു ദ നമ്പർ ഓഫ് മോൾസ്. അത് വെച്ചിട്ട് നമ്മൾ നമ്പർ ഓഫ് മോൾസിൻ്റെ റേഷ്യോ വെച്ചിട്ട് ചെയ്തു. ഓക്കെ ആണോ? അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ തരാം, ഇത് ചെയ്യൂ. യെസ്, കുറേ ആളുകൾ ആൻസർ ചെയ്തിട്ടുണ്ട്. A closed vessel contains equal number of nitrogen and oxygen molecules at pressure of pmm. If nitrogen is removed from the system, then the pressure will be. A closed vessel contains equal number of nitrogen and oxygen molecules at pressure pmm. If I take ഇങ്ങനെ പറയുമ്പോൾ, ഒരു ഇൻഡെഫിനിറ്റ് ആയിട്ട് പറയുമ്പോൾ നമ്മൾ എപ്പോഴും എന്ത് ചെയ്യുക? ഒരു എക്സ് എന്ന ടേമിനെ കൊണ്ടുവരാം.
അപ്പോൾ ഞാനിവിടെ എക്സ് മോൾസ് ഓഫ് നൈട്രജൻ ആണ് എടുത്തത്. അങ്ങനെയാണെങ്കിൽ എക്സ് മോൾസ് ഓഫ് ഓക്സിജനുമാണ് അതിലുള്ളത്. അപ്പോൾ ആദ്യത്തെ P1 എന്ന് വിളിക്കാം. P1 V1 ഈസ് ഈക്വൽ ടു NRT എക്സ് പ്ലസ് എക്സ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് ഇൻറ്റു RT എന്നായിരുന്നില്ലേ? അതെ. ഇപ്പോൾ നിലവിൽ നമ്മൾ എന്ത് ചെയ്തു? അപ്പോൾ ഇത് നമുക്ക് 2x RT എന്ന് വിളിക്കാം P1V. ഇനി നമ്മളിതിന്ന് നൈട്രജൻ നമ്മൾ സിസ്റ്റത്തിൽ നിന്നും റിമൂവ് ചെയ്യാണ്. നൈട്രജൻ റിമൂവ് ചെയ്ത ശേഷം നമ്മൾ P2 എന്ന് വിളിച്ചു. ഈ വോളിയം ഓഫ് ദ കണ്ടെയ്നർ സെയിം ആയതുകൊണ്ട് പിന്നെ ഞാൻ അതിനെ സ്പെഷ്യൽ മെൻഷൻ ചെയ്യേണ്ട ആവശ്യമില്ല. ഇവിടെ ഇനി ആരേ ബാക്കിയുള്ളൂ? നൈട്രജൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബാക്കി ഓക്സിജൻ മാത്രമേ ഉള്ളൂ. ഓക്സിജൻ്റെ നമ്പർ ഓഫ് മോൾസും നൈട്രജനും എക്സ് ആയതുകൊണ്ട് ഐ ടേക്ക് ദിസ് ആസ് എക്സ് RT. ഇവിടെ ചോദിച്ചിരിക്കുന്നത് പ്രഷർ എത്രയാകും, P2 എത്രയാകുമെന്നാണ്. നമുക്കറിയാം, ലെറ്റ്സ് ഡിവൈഡ് ദിസ്. P2V ഈക്വൽ ടു XRT, P1V ഈസ് ഈക്വൽ ടു 2XRT. Dividing we get P2 by P1 is equal to x by 2x. P2 is equal to P1 by 2. P2 is equal to P1 by 2. Yes, answer is 3. Very good. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തിട്ട് ഈ ക്വസ്റ്റ്യൻ ഒന്ന് ആൻസർ ചെയ്ത് നോക്കാം. സമയം കുറവായതുകൊണ്ട് നിങ്ങളുടെ ക്ഷമ പരീക്ഷിക്കുന്നതിന് മുന്നേ ഇതിൻ്റെ ആൻസർ എന്ത് വരും? നോക്കടാ ഈ ക്വസ്റ്റ്യൻ നോക്ക്. ഇതിൻ്റെ ആൻസറും ഫസ്റ്റ് ആരെങ്കിലും ടൈപ്പ് ചെയ്തിടോ നോക്കട്ടെ. ഡെൻസിറ്റി ഓഫ് നിയോൺ ഗ്യാസ് വിൽ ബി ഹയസ്റ്റ് അറ്റ്. സിമ്പിൾ ക്വസ്റ്റ്യൻ. ഒരു ഗ്യാസിൻ്റെ ഡെൻസിറ്റി ഏറ്റവും കൂടുതൽ എത്രയായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഇനി ഞാൻ ചോദിക്കുന്നത്, ഞാൻ ഇവിടെ ചെറിയൊരു സാധനം കാണിച്ചുതരാം. നിങ്ങൾക്ക് ക്വസ്റ്റ്യൻ ചെയ്യാനൊക്കെ വളരെ ഹെൽപ്ഫുൾ ആവുന്ന രീതിയിലുള്ള ഒരാളുണ്ട്. നമ്മുടെ ഇക്വേഷൻ എന്താ? PV ഈക്വൽ ടു NRT അല്ലേ? നിങ്ങൾക്കറിയുമോ എന്ന് എനിക്കറിയില്ല. PV ഈക്വൽ ടു NRT ആണെങ്കിൽ PV ഈസ് ഈക്വൽ ടു ഗിവൺ മാസ് ബൈ മോളിക്കുലാർ മാസ് ഇൻറ്റു RT അല്ലേ? അങ്ങനെയാണെങ്കിൽ ഞാൻ വേറൊരു കാര്യം ചെയ്യാം. M ഈസ് ഈക്വൽ ടു M by V RT എന്ന് എഴുതിയാൽ ഈ V എങ്ങോട്ട് കൊണ്ടുവന്നു, ഈ എമ്മിനെ അങ്ങോട്ട് കൊണ്ടുപോയി. മാസ് ബൈ വോളിയം ഈസ് ഡെൻസിറ്റി എന്നെനിക്കറിയാം. അങ്ങനെയാണെങ്കിൽ PM ഈക്വൽ ടു ഡെൻസിറ്റി DRT എന്ന് എഴുതിക്കൂടെ എനിക്ക്? അല്ലെങ്കിൽ ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു PM by RT എന്ന് എഴുതിക്കൂടെ എനിക്ക്? ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു PM by RT എന്ന് ഞാനിവിടെ എഴുതി. ഡെൻസിറ്റി ഈസ് ഈക്വൽ ടു PM by RT. ഇതിനെന്തിനാണെന്ന് ചോദിച്ചാൽ ഡെൻസിറ്റി ഓഫ് നിയോൺ ആണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ഡെൻസിറ്റി ഈസ് D ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P ആൻഡ് D ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T. ഡെൻസിറ്റി ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു P ആൻഡ് ഡെൻസിറ്റി ഈസ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ ടു T. അങ്ങനെയാണ് എങ്കിൽ തന്നിരിക്കുന്ന കണ്ടീഷൻസ് നോക്കടാ. ടെമ്പറേച്ചർ ഏറ്റവും കുറവ് വേണ്ടേ? അപ്പോൾ ഇപ്പോൾ 273 ഇത് എത്ര? അത് 0 ഡിഗ്രി സെൽഷ്യസ് 1 atm പ്രഷർ, അതല്ലേ STP കണ്ടീഷൻ. അങ്ങനെയാണെങ്കിൽ ടെമ്പറേച്ചർ കുറവുള്ളത് ഇവ 0 ഡിഗ്രി സെൽഷ്യസ്. അതിൽ തന്നെ പ്രഷർ നോക്കൂ. പ്രഷർ ഇത് 1 atm, ഇത് 2 atm. സോ ദ ആൻസർ വിൽ ബി 0 ഡിഗ്രി സെൽഷ്യസ് ആൻഡ് 2 atm. സോ വാട്ട് ഈസ് അവർ ഇൻഫറൻസ്? യെസ്, 2 atm എന്ന് പറഞ്ഞ കുറേ ആൾക്കാരുണ്ട്. വെരി ഗുഡ്. അത് നമുക്ക് എങ്ങനെയാണ് കിട്ടുന്നത്? ഡെൻസിറ്റിയുടെ റിലേഷൻ D is equal to PM by RT എന്നുള്ള റിലേഷൻ. This also a good relation. Just keep in mind. This will be very helpful in our near future. Okay? അങ്ങനെയാണ് എങ്കിൽ ഞാൻ മറ്റൊരു ക്വസ്റ്റ്യൻ എടുക്കട്ടെ. നമ്മൾ നേരത്തെ നിർത്തിയത് തന്നെ തുടങ്ങാം. ഈ ക്വസ്റ്റ്യനും സമ്മാനത്തിന് അർഹമാകുന്ന ക്വസ്റ്റ്യനാണ്. സോ ഡു ബൈ യുവർ ഓൺ. കാണാൻ പറ്റുന്നുണ്ടെന്നാണ് ഞാൻ കരുതുന്നത്. An evacuated glass vessel weighs 50 gram when empty, 148 gram when filled with a liquid of density 0.98 gram per ml, and 50.5 gram when filled with an ideal gas at 760 mmHg and 300 Kelvin.
ഡിറ്റർമൈൻ ദ മോളാർ മാസ് ഓഫ് ദ ഗ്യാസ്. ക്വസ്റ്റ്യൻ ഒരു ഡിഫറെൻറ്റ് ക്വസ്റ്റ്യൻ ആണല്ലേ. ഈ ക്വസ്റ്റ്യൻ കണ്ട് പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അത് വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. സിമ്പിളായിട്ട് ചെയ്യാം. ഇതെങ്ങനെയാണ് നമ്മളിതിനെ പ്രൊസീഡ് ചെയ്യുക? ഇതിൽ നിന്ന് നമുക്ക് എപ്പോഴും ഒരു ക്വസ്റ്റ്യനിൽ നമുക്ക് തന്നിട്ടുള്ള കാര്യങ്ങളിൽ നിന്നും നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളുടെയും പോസിബിലിറ്റിയെ കുറിച്ച് നമ്മൾ ആലോചിക്കണം. ഓക്കെ, ഈ ഗ്ലാസ് ആ ഗ്ലാസ്സിൽ ഒന്നും എടുക്കാതിരിക്കുമ്പോൾ അതിൻ്റെ മാസ് എത്ര? 50 ഗ്രാം. അതിൽ ഞാനൊരു ലിക്വിഡ് നിറച്ച് ഫില്ല് ചെയ്ത് കഴിഞ്ഞപ്പോൾ അതിൻ്റെ വെയിറ്റ് എത്ര? 148. എനിക്ക് വേണ്ടത് ഈ ഗ്ലാസിൻ്റെ വോളിയമാണ്. മോളാർ മാസ് ഓഫ് ദ ഗ്യാസ് കാണണമെങ്കിൽ എനിക്ക് ആദ്യം PV = N അഥവാ M/M/RT എന്ന ഇക്വേഷനിൽ പുട്ട് ചെയ്യണം. എനിക്ക് കാണേണ്ടത് മോളാർ മാസ് ആണ്. മോളാർ മാസ് കാണണമെങ്കിൽ ഞാൻ ഗിവൺ മാസ് ബൈ മോളാർ മാസ് ഇൻറ്റു RT = PV എന്നുള്ള ഐഡിയൽ ഗ്യാസ്, എൻ്റെ അടുത്തുള്ള എൻ്റെ വജ്രായുധം എപ്പോഴും ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ തന്നെയാണ്. ഞാൻ അതിൽ തന്നെയാണ് പുട്ട് ചെയ്യുക. അപ്പോൾ എനിക്ക് അതിൽ കാണണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ഇത് കണ്ടുപിടിക്കണമെങ്കിൽ ഇതിലെനിക്ക് ഇല്ലാത്തൊരു സാധനം ഇവിടെ എന്താണ്? V മാത്രമാണ്. അപ്പോൾ ഞാൻ V ആണ് കണ്ടുപിടിക്കുക. ഓപ്ഷനെ കുറിച്ചൊക്കെ ആരൊക്കെ ഇതിൽ പറയുന്നുണ്ട്. നമുക്ക് ഒരു കാര്യം ചെയ്യാം. ഇതിൻ്റെ ഉത്തരം എങ്ങനെ കിട്ടും നോക്കാം അല്ലേ. വോളിയം കിട്ടണമെങ്കിൽ ഞാൻ ആദ്യം എന്ത് ചെയ്യണം? ആ ഗ്ലാസിൻ്റെ വോളിയം കാണണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? വോളിയം ഡെൻസിറ്റി ഓഫ് ലിക്വിഡ് തന്നിട്ടുണ്ടെങ്കിൽ D = മാസ് ബൈ വോളിയം ആണെന്ന് എനിക്കറിയാം. D = മാസ് ബൈ വോളിയം ആണ്. വോളിയം = മാസ് ബൈ ഡെൻസിറ്റി ആയിരിക്കുമല്ലോ. അപ്പോൾ എന്തായാലും വോളിയം = മാസ് ബൈ ഡെൻസിറ്റി ആണ്. മാസ് ഓഫ് ദാറ്റ് ലിക്വിഡ് എത്ര ഉണ്ട്? 148 ഗ്രാം ആണോ? അല്ല. ആ ഗ്ലാസ് വെസൽ എംറ്റി ആയിരുന്നപ്പോൾ 50 ഗ്രാം ആയിരുന്നു. ആ ഗ്ലാസ് വെസലിൽ ലിക്വിഡ് എടുത്തപ്പോൾ അത് 148 ആയി. അങ്ങനെയാണെങ്കിൽ ആ ലിക്വിഡിൻ്റെ വെയിറ്റ് എത്ര? 148 - 50 അല്ലേ? അത് എത്ര വരും? 98 വരും. യെസ്, അതാണ് ആ ലിക്വിഡിൻ്റെ വെയിറ്റ്. അപ്പോൾ ലിക്വിഡിൻ്റെ വെയിറ്റ് 98 ഗ്രാം ആണ്. ഡിവൈഡഡ് ബൈ അതിൻ്റെ ഡെൻസിറ്റി എന്ന് പറയുന്നത് 0.98 ആണ്. അപ്പോൾ 98/98 എന്ന് പറയുമ്പോൾ അപ്പോൾ 100 ml ആണ്. 100 ml ആണ്. നമ്മുടെ ഗ്ലാസിൻ്റെ വോളിയം 100 ml ആണെന്ന് കിട്ടി. 100 ml ഞാൻ 0.1 ലിറ്റർ എന്ന് വിളിക്കും. ആർക്കും പ്രശ്നമുണ്ടോ? ഞാൻ അതിനെ 0.1 ലിറ്റർ എന്ന് വിളിക്കുന്നതിൽ ആർക്കെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. ലിയ സംറീൻ മെസ്സേജ് ഡിലീറ്റ് ചെയ്തല്ലോ. ഓക്കെ, അപ്പോൾ 0.1 ലിറ്റർ ആണ് നമ്മുടെ വോളിയം എന്ന് കിട്ടി. ഇനി എൻ്റെ ഇക്വേഷൻ എവിടെ? ഞാനിതിൽ പ്രഷർ 760 mmHg എന്ന് പറഞ്ഞാൽ എപ്പോഴും അതിനെ 1 ATM ആക്കി എടുക്കും. അപ്പോൾ PV = M/M/RT ആണ് നമ്മുടെ ഇക്വേഷൻ. ഇത് ഗ്യാസ് ഇക്വേഷൻ ആണ്. അപ്പോൾ ഐഡിയൽ ഗ്യാസ് ഇക്വേഷൻ ആണ്. ഞാൻ ഇതിലേക്ക് P ഞാൻ 1 എന്നെടുത്തു, വോളിയം ഞാൻ 0.1 ലിറ്റർ എന്നെടുത്തു. M എനിക്ക് അറിയാം. എങ്ങനെ അറിയാം? ക്വസ്റ്റ്യനിലേക്ക് നോക്കൂ. ഗ്യാസ് എടുത്തപ്പോൾ അതിൻ്റെ വോളിയം മാസ് 50.5 ഗ്രാം ആയി. ഗ്യാസ് എടുത്തപ്പോൾ 50.5 ഗ്രാം ആയി. ഇവാക്യുവേറ്റഡ് ആയിരുന്നപ്പോൾ 50 ഗ്രാം ആയിരുന്നു. അങ്ങനെയാണെങ്കിൽ ഗ്യാസിൻ്റെ മാസ് എത്ര? 3ാം ക്ലാസ്സിലെ കുട്ടികൾ പറയും ഉത്തരം 0.5 ഗ്രാം. 0.5 ബൈ മോളാർ മാസ്. ഇവനെയാണ് നമുക്ക് കണ്ടുപിടിക്കേണ്ടത്. ആരും മറന്നു പോരുത്. മോളാർ മാസ് ഇൻറ്റു ആറിൻ്റെ വാല്യൂ ഞാൻ ലിറ്റർ എടുത്തു, അറ്റ്മോസ്ഫിയർ എടുത്തെങ്കിൽ എപ്പോഴും ഞാൻ 0.0821 എന്നല്ല എടുക്കുക. 0.0821 ഇൻറ്റു ടെമ്പറേച്ചർ എത്ര? 300 കെൽവിൻ. കിട്ടി, ഉത്തരം കിട്ടി. M = 0.5 ഇൻറ്റു 0.0821 ഇൻറ്റു 300 ഡിവൈഡഡ് ബൈ 1 ഇൻറ്റു 0.1 എന്ന് പറഞ്ഞാൽ 0.1 ആണല്ലോ. അപ്പോൾ ഈ 1 ഞാൻ ഇവിടെ ഇൻറ്റു ചെയ്താൽ 5 ഇൻറ്റു 0.5 ഇൻറ്റു 0.0821 ഇൻറ്റു 300 ഡിവൈഡ് ബൈ 1 ദാറ്റ് ഈസ് ഈക്വൽ ടു 8.21 ആക്കി ഞാൻ 3 കൊണ്ട് ഇൻറ്റു ചെയ്തിട്ട്. അപ്പോൾ 8.21 ഇൻറ്റു 3 6 24 24.63
24.63 into 5. യെസ്, അങ്ങനെ ഒരു ആൻസർ അതിലുണ്ടോ? യെസ്, ആൻസർ ഈസ് 123 gram per mole. യെസ്, ആൻസർ ഈസ് സി. ആർക്കൊക്കെ ആൻസർ കിട്ടിയിട്ടുണ്ടല്ലേ? യെസ്, മറിയത്തിന് ആൻസർ കിട്ടിയിട്ടുണ്ട്, ഷംനക്ക് ആൻസർ കിട്ടിയിട്ടുണ്ട്. യെസ്, ദ ആൻസർ ഈസ് 123 gram. അപ്പോൾ ദിസ് ഇസ് എ ബിറ്റ് ട്വിസ്റ്റിംഗ്. ഒന്ന് രണ്ട് കാര്യങ്ങൾ നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും അഡ്ജസ്റ്റ് ചെയ്ത് വെച്ചിട്ട് കാണേണ്ട ക്വസ്റ്റ്യൻ ആണ്. പക്ഷേ ഇങ്ങനെ ചോദിച്ചാൽ പോലും നമുക്ക് ആൻസർ ചെയ്യാൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? തന്നിട്ടിരിക്കുന്ന സാധനങ്ങളിൽ നിന്നും അങ്ങോട്ടും ഇങ്ങോട്ടും ഉള്ള ഒരു പസിൽ കളിച്ചു കഴിഞ്ഞാൽ, ജസ്റ്റ് ഒരു കളി കളിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതിൻ്റെ ആൻസറിലേക്ക് എത്താൻ പറ്റുമെന്ന് മനസ്സിലായില്ലേ? അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. ഈ ക്വസ്റ്റ്യൻ കഴിഞ്ഞാൽ നമുക്ക് ഈ സെഷൻ ഇവിടെ വൈൻഡപ്പ് ചെയ്യാം. ഏകദേശം ഗ്യാസ് ലോനെ കുറിച്ചുള്ള നിങ്ങളുടെ കോൺസെപ്റ്റുകളെല്ലാം ഒരു ഹൈ ആയി എന്ന് ഞാൻ മനസ്സിലാക്കിയിട്ടാണ് ഞാനിതിൻ്റെ വൈൻഡപ്പ് ചെയ്യുക. അപ്പോൾ ഇതിൻ്റെ ഈ ക്വസ്റ്റ്യൻ ഇത് പറയും. 2.9 gram of a gas at 95 degrees Celsius occupied the same volume as 0.184 gram of dihydrogen at 70 degrees Celsius. At the same pressure, the molar mass of the gas is. അതായത് രണ്ട് കണ്ടീഷനിൽ രണ്ട് ഡിഫറെൻറ്റ് ഗ്യാസുകൾ ഒക്യുപ്പൈ ചെയ്ത വോളിയം സെയിം ആണെന്നാണ് നമ്മോട് ക്വസ്റ്റ്യൻ പറയുന്നത്, അല്ലേ? നിങ്ങൾ ആ ക്വസ്റ്റ്യൻ ജസ്റ്റ് കൺവേർട്ട് വാട്ട് ഹാവ് ഗിവൺ ഇൻ ദ ക്വസ്റ്റ്യൻ ടു യുവർ ലാംഗ്വേജ്. നിങ്ങൾക്കതിനെ എങ്ങനെ മനസ്സിലാവുന്നു? ഇവിടെയും എൻ്റെ ഇക്വേഷൻ പി വി ഈസ് ഈക്വൽ ടു NRT എന്നാണ്. ഡോണ്ട് അണ്ടർ എസ്റ്റിമേറ്റ് ദിസ് ഇക്വേഷൻ. ഓക്കെ, അപ്പോൾ n കാണാൻ 2.9 ഡിവൈഡഡ് ബൈ m. ഇവനെയല്ലേ നമുക്ക് കണ്ടുപിടിക്കേണ്ടത്? മോളാർ മാസ് ഓഫ് ദി ഗ്യാസ് അല്ലേ കണ്ടുപിടിക്കേണ്ടത്? ഇൻറ്റു RT. ഇവിടെ ടെമ്പറേച്ചർ രണ്ടും ഡിഫറെൻ്റ് ആണ്. കാരണം ഒന്ന് 95 ഡിഗ്രി സെൽഷ്യസ് ആയിരുന്നു. 95 ഡിഗ്രി സെൽഷ്യസ് എന്ന് പറയുമ്പോൾ 273 പ്ലസ് 95 എന്ന് പറഞ്ഞാൽ 368. അല്ല, നമ്മുടെ സെയിം വോളിയം എന്നല്ല പറഞ്ഞത്, അല്ലേ? അറ്റ് ദ സെയിം പ്രഷർ ഓൾസോ. അപ്പോൾ V is equal to NRT by P ആണ്, അല്ലേ? V is equal to NRT by P ആണ്. അതിലിപ്പോൾ നമ്മൾ NRTക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, ഇൻറ്റു P. അപ്പോൾ ഇത് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ഇതാണ് ഫസ്റ്റത്തെ V സെയിം ആണല്ലോ. രണ്ടാമത്തെ കണ്ടീഷൻ എന്തൊക്കെയാണ്? V കാണാൻ വീണ്ടും നമ്മൾ 0.184 gram ഹൈഡ്രജൻ ഡിവൈഡഡ് ബൈ എത്ര വരും? 2 അല്ലേ ഹൈഡ്രജൻ്റെ മാസ്. ടെമ്പറേച്ചർ എത്ര? 17 ഡിഗ്രി സെൽഷ്യസ് എന്നാൽ 273 പ്ലസ് 17 ഈസ് ഈക്വൽ ടു 283, 290. 290 ഡിവൈഡഡ് ബൈ എത്ര വരൂടാ? സെയിം പ്രഷർ അല്ലേ? ഞാൻ ഇത് രണ്ടും ഈക്വൽ ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ഇതിനെ രണ്ടിനെയും ഒന്ന് ഇക്വേറ്റ് ചെയ്ത് നോക്കട്ടെ. ഉത്തരങ്ങളൊക്കെ ആരെല്ലോ വിളിച്ച് പറയുന്നുണ്ട്, നമുക്ക് നോക്കാം. 2.9 R 368 by M P is equal to 0.184 R 290 divided by 2P. I cut off this P and R and R. M is equal to 2.9 into 368 into 2 divided by 290 into 0.184 അല്ലേ? 184, 290, 2.9, 368. കറക്റ്റ്. ഇതാണ് അതിൻ്റെ ഉത്തരം. ഇതിൻ്റെ ഉത്തരം എത്ര കിട്ടി? 20 എന്നൊരു ആൻസർ കണ്ടു. ചെയ്ത് നോക്കാം. ആൻസർ ഒന്ന് കിട്ടും നോക്കാം. 29 ഇൻറ്റു 1.84 1.84 into 29 എന്ന് പറഞ്ഞാൽ ചെയ്തു നോക്കടാ.
ഇതെത്ര വരും? 2.9 എന്ന് പറഞ്ഞാൽ 5.8 ഇൻറ്റു 368 ഡിവൈഡഡ് ബൈ 53.36 എന്ന് വരും അല്ലേ? യു എയ്തർ ക്യാൻസൽ ഓർ ഡു ദ വേ യു ക്യാൻ. ഇതിന് ഇങ്ങനെ ക്യാൻസൽ ചെയ്ത് കൂടെ? ഞാനത് ആലോചിച്ചില്ലല്ലോ. നന്ദനയാണ് പറഞ്ഞു തന്നത് അത് ക്യാൻസൽ ചെയ്യണമെന്ന്. ഓക്കെ, താങ്ക് യു നന്ദന. നമ്മളെങ്ങനെ ചെയ്യും? 2.9 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 100 എന്ന് വരില്ലേ? 100 ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് എന്ത് കിട്ടും? 18.4 എന്ന് കിട്ടും. അപ്പോൾ ഇവിടെ മുകളിൽ എന്ത് വരും? 368 ഇൻറ്റു 2 എന്ന് പറഞ്ഞാൽ 7336 ബൈ 18.4 എന്ന് വരും. അങ്ങനെ ചെയ്താലും മതി, ഇങ്ങനെ കഷ്ടപ്പെട്ടിട്ട് ചെയ്ത് വരണമെന്നില്ല. 736 ബൈ 18.4 ഞാൻ 18 എടുത്തു കഴിഞ്ഞാൽ ദിസ് അപ്രോക്സിമേറ്റ്ലി വാട്ട്? ദിസ് ഇസ് 72 ഇറ്റ്സെൽഫ്. അപ്പോൾ 40 റേഞ്ചിൽ വരുന്ന ആൻസർ ആയിരിക്കും ഉത്തരം. ആൻസർ ഈസ് 40. യെസ്, അതിനടുത്ത് വരുന്ന ആൻസർ ഒന്നും ഓപ്ഷനിൽ കൊടുത്തിട്ടില്ല ഭാഗ്യത്തിന്. ഓപ്ഷൻ 40 എന്ന് പറഞ്ഞവരുണ്ട്. മറിയും ഷംനയൊക്കെ ആൻസർ പറഞ്ഞിട്ടുണ്ട്. യെസ്, ഫൈൻ. അങ്ങനെ തന്നെ നിങ്ങൾ മാക്സിമൈസ് ചെയ്യും. ഞാൻ ഈ കാൽക്കുലേഷനിൽ പെട്ടെന്ന് ഇവിടെ ഡീറ്റെയിൽ ആയിട്ട് കാൽക്കുലേറ്റ് ചെയ്യാൻ പോയി. അവർ പറഞ്ഞ പോലെ ഡിവൈഡ് ചെയ്തിരുന്നെങ്കിൽ പെട്ടെന്ന് കിട്ടുമായിരുന്നു. യെസ്, അങ്ങനെ തന്നെ നമ്മൾ തന്നിരിക്കുന്ന സാധനങ്ങളെ നമുക്ക് പറ്റുന്ന രീതിയിൽ നമ്മൾക്കറിയാവുന്ന ഇക്വേഷനിലേക്ക് പുട്ട് ചെയ്തിട്ട് അതിനെ ഇക്വേറ്റ് ചെയ്ത് നോക്കുക, അതിനെ ഡിവൈഡ് ചെയ്ത് നോക്കുക, അതിനെ ക്യാൻസൽ ചെയ്ത് നോക്കുക. അങ്ങനെയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് ആൻസറിലേക്ക് എത്താൻ പറ്റും. ഫൈൻ. സോ ദിസ് ഈസ് ദ വേ വി ആർ ഡൂയിങ്. ഒറ്റ ക്വസ്റ്റ്യന് കൂടെ ഇന്നത്തെ ഇതിൽ ബാക്കിയുണ്ട്. ഇതുകൂടി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇന്നത്തെ പരിപാടി പിരിച്ചുവിടാം. A mixture of nitrogen and argon gases in a cylinder contains 7 grams of nitrogen and 8 grams of argon. If the total pressure in the mixture of the gas in the cylinder is 27 bar, the partial pressure of nitrogen. Yes, and ചാടി കയറി ഉത്തരം എഴുതാം. partial pressure of nitrogen is equal to total pressure P total into X nitrogen. P total is equal to 27 bar into X nitrogen എന്ന് പറയുന്നത് ആദ്യം ഞാൻ അതിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കണം. അങ്ങനെ ഒരു പ്രശ്നം എനിക്കുണ്ട്. ഇതിൻ്റെ മോൾ ഫ്രാക്ഷൻ കണ്ടുപിടിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? 7 gram ഓഫ് നൈട്രജൻ എന്ന് പറഞ്ഞാൽ N2 ഗ്യാസ് ആണ്. 7/28 പ്ലസ് 8/40 ആർഗൺ ഒരു നോബിൾ ഗ്യാസ് ആണെന്ന് നമുക്കറിയാം. അപ്പോൾ 7/28 എന്ന് പറയുമ്പോൾ 1/4 അഥവാ 0.25 മോൾ എന്ന് വരും. പ്ലസ് അപ്പോൾ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? 0.25 പ്ലസ് ടോട്ടൽ നമ്പർ ഓഫ് മോൾസ് എത്രടാ? 1/8/40 പറഞ്ഞാൽ 1/5 അല്ലടാ. 1/5 എന്ന് പറഞ്ഞാൽ 0.2 അല്ലേ? അപ്പോൾ 0.45 ആയിരിക്കും വരിക. 0.25/0.45 എന്ന് പറയുമ്പോൾ ഐ തിങ്ക് 2545 5 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 5/9 ഇൻറ്റു 27. അങ്ങനെയാണെങ്കിൽ 5/9 27 9 ക്യാൻസൽ 3 15 ബാറാണോ? യെസ്, 15 ബാർ. ആർക്കും അതിന് ആൻസർ വേറെ കിട്ടിയില്ല? 15 ബാർ കിട്ടിയില്ല? യെസ്, ദാറ്റ്സ് ദ ആൻസർ. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ സോൾവ് ചെയ്തത്. നമുക്ക് തന്നിരിക്കുന്ന കണ്ടീഷൻസിൽ പറഞ്ഞിട്ടുള്ള കണ്ടീഷനെ മൊത്തം അനലൈസ് ചെയ്യുന്നു. നമുക്കറിയാവുന്ന ഗ്യാസ് ലോയിലും ബാക്കി നമുക്കറിയാവുന്ന അലൈഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും വിലയിരുത്തുന്നു. അതുവഴി നമ്മൾ ആൻസറിലേക്ക് പെട്ടെന്ന് എത്തുന്നു. അത്ര പണിയേ ഉള്ളൂ. ദിസ് ഇസ് വെരി നൈസ് ആൻഡ് വെരി ഈസി ടു ഡീൽ വിത്ത്. സോ ദിസ് ഈസ് ഹൗ വി ക്രാക്ക് സ്റ്റേറ്റ്സ് ഓഫ് മാറ്റർ പ്രോബ്ലം സെക്ഷൻ. ഫൈൻ. ഇതിൽ ഇത്രയും തിയറീസാണ് നമ്മൾ പറഞ്ഞത്. ഇതിൽ കുറച്ച് അഡീഷണൽ തിയറീസും കാര്യങ്ങളൊക്കെ ഉണ്ട്. ടെക്സ്റ്റ് ഒന്ന് നോക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പോൾ നമുക്ക് മറ്റൊരു ലൈവിൽ വീണ്ടും കണ്ടുമുട്ടാം. ഫൈൻ. അങ്ങനെയാണെങ്കിൽ സമയം എത്രയായി? ഏകദേശം നമ്മൾ പറഞ്ഞ സമയത്തിൽ നിന്നും ലേശം അതിക്രമിച്ചിട്ടുണ്ട്. ഓക്കെ, താങ്ക് യു ഫോർ യുവർ കോപ്പറേഷൻ. ഡു വെൽ. നമുക്ക് മറ്റൊരു ലൈവ് വീണ്ടും വരാം. താങ്ക് യു. ഫൈൻ.